നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാലറിക്ക് ശേഷം അടുത്ത ചാപ്റ്റർ ഏതാണ് എന്നൊരു ചോദ്യത്തിന് പോലും ആവശ്യമില്ല. ഏതായിരിക്കും അടുത്ത ചാപ്റ്റർ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോ ഞാൻ ഡേ 1 അല്ലെങ്കിൽ ഫസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണോ എന്നറിയാൻ 2 റൂൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റെസിഡൻസ് റൂൾ അല്ലെങ്കിൽ സോഴ്സ് റൂൾ. റെസിഡൻസ് റൂൾ അല്ലെങ്കിൽ സോഴ്സ് റൂൾ പ്രകാരം ടാക്സബിൾ ആവുന്ന ഒരു ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 5 ഹെഡിലേക്ക് ബൈഫോക്കേറ്റ് ചെയ്തിട്ട് വേണം എന്ത് നടത്താൻ? പ്രോസസ്സിംഗ് നടത്താൻ. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഹെഡായിരുന്നു എന്ത്? സാലറി. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള ഇൻകങ്ങളാണ് ഏത് ഹെഡിൽ ടാക്സബിൾ ആവുക? സാലറി ഹെഡിൽ ടാക്സബിൾ ആവുക അല്ലേ? അപ്പൊ അങ്ങനെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഓബ്വിയസ്ലി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. അപ്പോ എന്ത് തരം ഇൻകം ആയിരിക്കും ടെക്നിക്കലി ഈ പർട്ടിക്കുലർ ഹെഡിൽ ടാക്സബിൾ ആവുന്നത് ചോദിച്ചാൽ എന്താ മറുപടി? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെന്റൽ ഇൻകം. ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, വീടുകളിൽ നിന്നുള്ള റെന്റ് എന്ന് നമ്മുടെ തലയിലേക്ക് കയറും. കാര്യം ഹെഡിന്റെ പേര് ഹൗസ് പ്രോപ്പർട്ടി എന്നാണെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എന്നുള്ള റെന്റ് മുഴുവൻ നിങ്ങൾ ഈ ഹെഡിൽ തന്നെ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. അതായത് എനിക്കൊരു കെട്ടിടമുണ്ട്, ആ കെട്ടിടം ഒരു കട നടത്താൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു? വാടകയ്ക്ക് കൊടുത്തു. അവിടെ എനിക്ക് കിട്ടുന്ന വാടകയും ഞാൻ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യണം? പ്രോസസ് ചെയ്യണം. ഹെഡിന്റെ പേര് ഹൗസ് പ്രോപ്പർട്ടി എന്നാണെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ റെന്റും ഫാക്ടറി ബിൽഡിങ്ങിന്റെ റെന്റും ഒക്കെ നിങ്ങൾ ഈ ഹെഡിൽ തന്നെ പിടിച്ച് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആർ യു ഓൾ ഹിയർ? സോ ടെക്നിക്കലി റെന്റൽ ഇൻകങ്ങളെല്ലാം തന്നെ ഈ ഹെഡിൽ നമ്മൾ പിടിച്ച് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. അതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ 22 പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 22 ഇസ് ദ ചാർജിങ് സെക്ഷൻ. എന്താ ചാർജിങ് സെക്ഷന്റെ ജോലി? ഒരു ഇൻകം ഈ പർട്ടിക്കുലർ ഹെഡിൽ തന്നെയാണോ പ്രോസസ്ഡ് ആകേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാ? ചാർജിങ് സെക്ഷൻ ആണ്. ചാർജിങ് സെക്ഷൻ പ്രകാരം ഒരു ഇൻകം ഈ ഹെഡിലേക്ക് വരും എന്നുണ്ടെങ്കിൽ മാത്രമേ ഹെഡിൽ നിങ്ങൾ അതിനെ പ്രോസസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോ സാലറിയിലെ ചാർജിങ് സെക്ഷൻ 15 ആയിരുന്നു. ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ചാർജിങ് സെക്ഷൻ 22 ആണ്. ഇനിയിപ്പോ PGBP-യിലേക്ക് പോകുമ്പോൾ ചാർജിങ് സെക്ഷൻ 28 ആയിരിക്കും. നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ 45 അതുപോലെ IFOസിൽ 56 അപ്പൊ ചാർജിങ് സെക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ ചാർജിങ് സെക്ഷൻ പറയുന്നത്? കണ്ടീഷൻസ് ഫോർ ചാർജിങ് ആൻ ഇൻകം അണ്ടർ ദിസ് ഹെഡ്. ഒരു ഇൻകം ഈ ഹെഡിൽ ടാക്സബിൾ ആവാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ചാർജിങ് സെക്ഷൻ പറയുന്നത്. നമുക്ക് ഒരു അറ്റത്തുനിന്ന് പഠിക്കാം. എന്താ ഫസ്റ്റ് കണ്ടീഷൻ? വായിച്ചേ. പ്രോപ്പർട്ടി ഷുഡ് കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് കണക്റ്റഡ് വിത്ത് ദ ബിൽഡിംഗ്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാവണം, ആ ബിൽഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡും ഉണ്ടാവും. അതെന്താ ബിൽഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ്? ബിൽഡിംഗ് ആകാശത്ത് തൂക്കിയിടാൻ പറ്റില്ലല്ലോ. ബിൽഡിംഗ് ഒരു ലാൻഡിലല്ലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ കൂടെ ഒരു കണക്റ്റഡ് ലാൻഡും ഉണ്ടാവില്ലേ? ഇല്ലേ? അപ്പൊ ലാൻഡിന്റെ വാടക ഇത്ര, കെട്ടിടത്തിന്റെ വാടക ഇത്ര എന്ന് പറഞ്ഞ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബിൽഡിങ്ങിന്റെ കൂടെ തന്നെ ചിലപ്പോൾ പാർക്കിങ്ങിനായിട്ട് കുറെ സ്പേസ് ഉണ്ടാവും. എല്ലാം കൂടെ കൂട്ടിയുള്ള റെന്റൽ ഇൻകം നിങ്ങൾ ഈ ഹെഡിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ചെയ്യേണ്ടത്. അല്ലാതെ ലാൻഡിന് പ്രത്യേകിച്ച് സെപ്പറേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ പ്രപ്പോർഷൻ ഒന്നും എടുക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല. നൗ അടുത്തത് എന്താ? അസസി മസ്റ്റ് ബി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ദാറ്റ് ഇസ് ഓണർഷിപ്പ് ഇൻക്ലൂഡ്സ് ഡീംഡ് ഓണർഷിപ്പ് ആസ് വെൽ. അസസി പ്രോപ്പർട്ടിയുടെ ആരായിരിക്കണം? ഓണർ ആയിരിക്കണം. ഓണർ എന്ന് പറയുമ്പോൾ ലീഗൽ ഓണർഷിപ്പ് മാത്രമല്ല, ഡീംഡ് ഓണർഷിപ്പും ഓണർഷിപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് ആക്ട് പറയുന്നത്. എന്ത് ഈ ഡീംഡ് ഓണർഷിപ്പ്? ശരിക്കും സെക്ഷൻ 22 ആണ്. ഡീംഡ് ഓണർഷിപ്പ് എന്ന് പറയുന്ന സെക്ഷൻ 27 ആണ്. എന്താണ് ഡീംഡ് ഓണർഷിപ്പ് എന്നുള്ളത്? നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് ആയിരിക്കും ഡീംഡ് ഓണർഷിപ്പ് എന്താണെന്നുള്ളത്. സെക്ഷൻ 27 is said to be the deemed ownership. അപ്പൊ തൽക്കാലത്തേക്ക് ഡീംഡ് ഓണർഷിപ്പ് എന്താണെന്ന് ഓർത്ത് ആരും വറി ചെയ്യേണ്ട. ഈ ചാപ്റ്ററിന്റെ അവസാന ടോപ്പിക്കാണ് എന്ത്? ഡീംഡ് ഓണർഷിപ്പ്. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിന്റെ എൻഡ് വരുമ്പോൾ എന്താണ് ഡീംഡ് ഓണർഷിപ്പ് എന്നുള്ളത് പഠിക്കാം. ലീഗൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടെൽ മീ വാട്ട് ഇസ് ലീഗൽ ഓണർഷിപ്പ്? ടൈറ്റിൽ ഡീഡിൽ ആരാണ് ഓണർ, ദാറ്റ് പേഴ്സൺ ഇസ് സെഡ് ടു ബി ദ ലീഗൽ ഓണർ. ടൈറ്റിൽ ഡീഡ് എന്ന് പറഞ്ഞാൽ ആധാരം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ടൈറ്റിൽ ആരാണോ ഓണർ, ദാറ്റ് പേഴ്സൺ ഇസ് സെഡ് ടു ബി ദ ലീഗൽ ഓണർ. അയാളെ വേണം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ? ലീഗൽ ഓണർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. ശരി, തിരിച്ചു വരാൻ ടോപ്പിക്കിലേക്ക്. അപ്പൊ നമ്മൾ ഡീംഡ് ഓണർഷിപ്പും ഓണർഷിപ്പ് തന്നെയാണെന്നാണ് പറയുന്നത്. എന്താ ഡീംഡ് ഓണർഷിപ്പ് എന്നുള്ളത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൗ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? The property should not be used by the owner for the purpose of any business or profession carried on by him. ആ പ്രോപ്പർട്ടി ഒരിക്കലും അയാളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിക്കാൻ പാടില്ല. ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷൻ 22 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് PGBP പ്രകാരമാണ് അതിന്റെ അസസിങ് നടക്കുക. അപ്പോൾ ആ ബിൽഡിങ്ങോ
അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫാക്ടറിയോ കെട്ടിടോ whatever it is ഒരിക്കലും നിങ്ങളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ ഹൗസ് പ്രോപ്പർട്ടി നോക്കണ്ട, PGBP-യിലാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. ദെൻ അടുത്തത് എന്താ? Annual value of house property will be charged under the head income from house property where it is held by assessee as stock in trade of a business also. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബിൽഡിങ്ങുകളെയും ഡിപ്പാർട്ട്മെന്റ് പിടിച്ച് ഈ ഹെഡിൽ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ഇതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഈ പെർട്ടിക്കുലർ പോയിന്റും അതിന് തൊട്ടടുത്ത പോയിന്റും എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. തൽക്കാലത്തേക്ക് ഈ രണ്ട് പോയിന്റുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ വരുന്ന സെഷനിൽ അടുത്തടുത്ത സെഷനിലായിട്ട് തന്നെ നമ്മൾ ഈ രണ്ട് ബോക്സും എന്താണെന്ന് പഠിക്കും. തൽക്കാലത്തേക്ക് ഈ രണ്ട് ബോക്സ് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ ടൈപ്സ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതിനകത്ത് ഇതാ സ്റ്റോക്ക് ഇൻ ട്രേഡ് വരുന്നുണ്ട്. അവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് വരുമ്പോൾ നമുക്ക് എന്താണ് ആ രണ്ട് ബോക്സ് എന്നുള്ളത് പഠിക്കാം. തൽക്കാലത്തേക്ക് ആ രണ്ട് ബോക്സ് അവിടെ ഇല്ല എന്ന് തന്നെ ഓർത്തു. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി പറഞ്ഞു നിർത്തിയത്. ഒരു ബിൽഡിംഗ് ഉണ്ടാവണം, 2 അസസി ആയിരിക്കണം അതിന്റെ ഓണർ, 3 ആ ബിൽഡിംഗ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഈ 3 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗിൽ നിന്ന് വരുന്ന റെന്റൽ ഇൻകങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലിട്ടിട്ട് എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ശരി, ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നോട്ടുകളുണ്ട്. നമുക്ക് ആ നോട്ട് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺസെപ്റ്റിലേക്ക് കയറാം. എന്താ ഫസ്റ്റ് നോട്ട്? ഇൻകം ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് vacant land is taxable under the head IFOS or PGBP as the case may be. എനിക്ക് ഒരു ബാരൻ ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്താ ബാരൻ ലാൻഡ്? ചുമ്മാ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു നിലം, ആ തരിശു ഭൂമി. എക്സാക്ട്ലി, തരിശു ഭൂമി എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് മലയാളം. ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഞാൻ അതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല, ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു നിലമുണ്ട്. അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തു. അത് ഞാൻ എന്ത് കൊടുത്തു? വാടകയ്ക്ക് കൊടുത്തു. എനിക്ക് എന്ത് കിട്ടുന്നു? റെന്റ് കിട്ടുന്നു. അതൊരിക്കലും ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ എന്താവില്ല? ടാക്സബിൾ ആവില്ല. അതെന്തുകൊണ്ടാ? ബിൽഡിങ്ങിന് പ്രിഡോമിനന്റ് റെന്റിങ്ങിനാണ് വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ചെയ്യേണ്ടത്. അതായത് ഒരു കെട്ടിടം ഒരു ലാൻഡിലാണെങ്കിൽ ആ കെട്ടിടവും നിലവും കൂടെ കൊടുക്കുന്ന റെന്റ് വേണം നിങ്ങൾ എവിടെ ടാക്സ് ചെയ്യാൻ? ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യാൻ. നിലം മാത്രമാണ് ഞാൻ വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അവിടെ വരുന്ന ഇൻകം ഞാൻ ഒന്നിലെ IFOS അല്ലെങ്കിൽ PGBP. എന്താ ഒന്നിലെ IFOS അല്ലെങ്കിൽ PGBP? ഈ നിലം വാടകയ്ക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ബിസിനസ് എന്നുണ്ടെങ്കിൽ അത് PGBP-യിൽ വരും. അല്ലെങ്കിൽ അത് അങ്ങോട്ടേക്ക് പോകും, ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് വേണം നിങ്ങൾ അതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ? അസസ് ചെയ്യാൻ. അപ്പോൾ ഇതിനെപ്പറ്റി IFOS PGBP ഒക്കെ പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. ഒരിക്കലും അത് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ പറഞ്ഞത്? ശരി, നോട്ട് 2 എന്താ? ഇൻ കേസ് ഓഫ് റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് ഓർ അരിയേഴ്സ് ഓഫ് റെന്റ്, ഓണർഷിപ്പ് ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോട്ട് റെലവെന്റ്. നമ്മൾ എന്താണ് അരിയേഴ്സ് ഓഫ് റെന്റ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പഠിച്ചിട്ടില്ല. അത് പഠിക്കുമ്പോൾ നമുക്ക് ആ പോയിന്റ് എന്താണെന്ന് നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അരിയേഴ്സ് ഓഫ് റെന്റ് എന്താണെന്നും അൺറിയലൈസ്ഡ് റെന്റ് എന്താണെന്നും പഠിക്കും. അത് പഠിക്കുമ്പോൾ നമുക്ക് ആ നോട്ട് എന്താണെന്ന് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഇപ്പൊ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഇതാ സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ പോയിന്റ്. ഗ്രോസ് ആനുവൽ വാല്യൂ, GAV എന്ന് വെച്ചാൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണെന്ന് പിന്നീട് പറയാം. ഓർ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആഫ്റ്റർ 2 years ആസ് അബവ് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആസ് ടാക്സബിൾ അക്കോർഡിംഗ്ലി. നമുക്ക് അത് എന്താണെന്ന് പിന്നീട് നോക്കാം. നോട്ട് 3 തൽക്കാലത്തേക്ക് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ പ്രത്യേകതകൾ പിന്നെ പറയാം. നോട്ട് 4 എന്താ? ഇഫ് assessee is engaged in, നോട്ട് 4 പഠിക്കണം. ഇഫ് an assessee is engaged in the business of letting out of residential house, the income generated from letting of residential house shall not be chargeable under PGBP and would be chargeable under income from house property. ശ്രദ്ധിച്ചേ, നിങ്ങളെ ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ബിസിനസ് ചെയ്യാണ്. അതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമ്മൾ ഏത് ഹെഡിലായിരിക്കും ടാക്സ് ചെയ്യേണ്ടത്? കോമൺ സെൻസ്, ഏത് ഹെഡിലായിരിക്കും? PGBP. എന്താ PGBP-യുടെ ഫുൾ ഫോം? പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓബ്വിയസ്ലി നമ്മളൊരു ബിസിനസ്സോ പ്രൊഫഷനോ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വരുന്ന വരുമാനം നമ്മൾ PGBP ഹെഡിൽ തന്നെയല്ലേ ടാക്സ് ചെയ്യണ്ടേ? അല്ലേ? ഇനിയിപ്പം ഞാൻ പറയാണ്, വീട് വാടകയ്ക്ക് കൊടുക്കുന്ന എൻ്റെ ബിസിനസ്സാണ്. എനിക്കൊരു 5-6 വീടുണ്ട്. ഞാൻ 5-6 വീടെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിട്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന എൻ്റെ ബിസിനസ് ആണെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് പറയുന്നു വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? റെന്റ് കിട്ടിയിട്ടുണ്ടോ? അത് എപ്പോഴും എവിടെ തന്നെ ടാക്സ് ചെയ്യണം? ഹൗസ് പ്രോപ്പർട്ടി തന്നെ ടാക്സ് ചെയ്യണം. റെസിഡൻഷ്യൽ ഹൗസുകൾ വാടകയ്ക്ക് കൊടുക്കുന്നത് ആരും ബിസിനസ് ആണെന്ന് പറയാൻ പാടില്ല. അത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടും എവിടെ തന്നെ കാണിക്കണം? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ തന്നെ കാണിക്കണം. PGBP-യിൽ കാണിക്കാൻ പാടില്ല. എന്നാൽ നേരെ മറിച്ച് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, നമ്മുടെ കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ബിസിനസ് എങ്കിൽ അതെനിക്ക് എന്താണെന്ന് പറയാം? ബിസിനസ് ആണെന്ന് പറയാം.
റെസിഡൻഷ്യൽ ഹൗസുകൾ വാടകയ്ക്ക് കൊടുക്കുന്നത് ആരും ബിസിനസ് ആണെന്ന് പറയാൻ പാടില്ല. അത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ തന്നെ ഞങ്ങൾ പിടിച്ച് എന്ത് ചെയ്യുള്ളൂ? ടാക്സ് ചെയ്യുകയുള്ളൂ എന്ന് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞേക്കാണ്. സോ റെന്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്, വാട്ട് എവർ ദ ഇൻകം ദാറ്റ് യു ഹാവ്, ഓൾവേസ് അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നെവർ അണ്ടർ PGBP. എന്തിന്റെ? റെസിഡൻഷ്യൽ ഹൗസിന്റെ. ശ്രദ്ധിക്കുന്നുണ്ടോ? നോട്ട് 5 നമുക്ക് എന്താണെന്ന് നോക്കാം. നോട്ട് 5 എന്താ? ഇൻകം ഏൺഡ് ബൈ ആൻ അസസി engaged in business of letting out of commercial properties on rent would be taxable under PGBP. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണ് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ, അത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആണ് എന്നാണ് അവകാശപ്പെടുന്നതെങ്കിൽ നോ പ്രോബ്ലം. എവിടെ കാണിച്ചു? PGBയിൽ കാണിച്ചു. പക്ഷെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളുടെ വാടകയ്ക്ക് കൊടുക്കൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആണെന്ന് പറയാൻ പാടില്ല. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഞങ്ങൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ എന്തിന് എന്ത് ചെയ്യുള്ളൂ? ടാക്സ് ചെയ്യുകയുള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? ആ സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ പോയിന്റുകളൊഴികെ ബാക്കി പറഞ്ഞതെല്ലാം ക്ലിയർ ആണ്. കാരണം സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ പോയിന്റുകൾ ഇപ്പം നമുക്ക് പറയാറായിട്ടില്ല. നമുക്ക് പറയാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ പ്രത്യേകിച്ച് വളരെ കാര്യമായിട്ടൊന്നുമില്ല. ആ ട്രിപ്പിൾ കണ്ടീഷൻ മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. പ്രോപ്പർട്ടി, ബിൽഡിംഗ് ഉണ്ടായിരിക്കണം, അസസിയുടെ ഓണർഷിപ്പിലായിരിക്കണം, അതൊരിക്കലും ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇത് 3 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റെന്റൽ ഇൻകം നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ? ടാക്സ് ചെയ്യാൻ. ഇനി ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇപ്പം ഞാൻ ഒരു ഫാക്ടറി കെട്ടിടം, അതിൻ്റെ അകത്ത് കുറേ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, അതിൻ്റെ അകത്ത് വലിയ കുറേ പ്ലാന്റ് ആൻഡ് മെഷീനറീസ് ഉണ്ട്. ഞാൻ മൊത്തത്തിൽ ഇത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഞാൻ മൊത്തത്തിൽ ഈ ഫാക്ടറിയും ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി മൊത്തത്തിൽ എന്ത് കൊടുക്കുകയാണ്? വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു മാസം 1 ലക്ഷം രൂപയാണ് വാടക കിട്ടുക. 1 lakh per month is my rent. ഒരു മാസം 1 ലക്ഷം രൂപയാണ് എനിക്ക് എന്തായിട്ട് കിട്ടുന്നത്? വാടകയായിട്ട് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഈ വാടക ബിൽഡിങ്ങിന് വേണ്ടിയാണോ? പ്ലാന്റിന് വേണ്ടി മാത്രമാണോ? അല്ല. ഇത് ബിൽഡിങ്ങിനും പ്ലാന്റിനും കൂടെ ചേർത്തിട്ടല്ലേ 1 ലക്ഷം? അല്ലേ? നമ്മൾ ഇതുപോലുള്ള റെന്റുകൾ വിളിക്കുന്ന പേരാണെന്ത്? കോമ്പോസിറ്റ് റെന്റ്. ഇവിടെ ബിൽഡിങ്ങിന് മാത്രമല്ല നമുക്ക് റെന്റ് കിട്ടുക, നമുക്ക് അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്യുപ്മെന്റ്സും എല്ലാം ഉണ്ട്. മൊത്തത്തിലല്ലേ ആ ടെനന്റ് നമുക്ക് വാടക തരിക? അല്ലേ? കോമ്പോസിറ്റ് റെന്റുകളെ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇഫ് യു ആർ ഇൻ റെസിപ്റ്റ് ഓഫ് കോമ്പോസിറ്റ് റെന്റ്, വാട്ട് ഷുഡ് ബി ദ ട്രീറ്റ്മെന്റ് നോക്കാം. ശ്രദ്ധിച്ചേ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താന്ന് നോക്കിയേ. ഇഫ് ലെറ്റിംഗ് ഔട്ട് ബിൽഡിംഗ് and other assets are separable. What do you mean by separable? വാടക കരാറിലെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 75,000 രൂപ ഫാക്ടറിക്കും 25,000 രൂപ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും എന്ന് വൃത്തിയായിട്ടും കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെപ്പറബിൾ കോമ്പോസിറ്റ് റെന്റ്. എന്താ സെപ്പറബിൾ? ബിൽഡിങ്ങിന് എത്രയാ, മെഷീനറിക്ക് എത്രയാ എന്ന് നമുക്ക് എഗ്രിമെന്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ സെപ്പറബിൾ ആണെങ്കിലേ ഇൻകം ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് ബിൽഡിംഗ് ടാക്സബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി. ആ ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റെന്റൽ ഇൻകം നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്ലാന്റ് ആൻഡ് മെഷീനറി റിലേറ്റഡ് ആയിട്ടുള്ള റെന്റൽ ഇൻകങ്ങൾ നിങ്ങൾ എവിടെ കാണിക്കണം? ഒന്നിലെ IFOS അല്ലെങ്കിൽ PGBP. എന്ത് ചെയ്യും? ഒന്നിലെ IFOS അല്ലെങ്കിൽ PGBP. പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റ് ഔട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ PGBP, അല്ല എന്നുണ്ടെങ്കിൽ IFOS. Are you with me? അപ്പൊ കോമ്പോസിറ്റ് റെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ആ കോമ്പോസിറ്റ് റെന്റിനെ നമുക്ക് ബിൽഡിങ്ങിന് എത്ര, മെഷീനറിക്ക് എത്ര എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബിൽഡിംഗ് റെന്റ് അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റ് അണ്ടർ നോർമലി IFOS. ഇഫ് ഇറ്റ് ഇസ് യുവർ ബിസിനസ് ദെൻ അണ്ടർ PGBP. Are you all here? ഇനി കഴിഞ്ഞിട്ടില്ല. ഇഫ് letting out of building and other assets are inseparable. Tell me what is inseparable? അത് റെന്റൽ അഗ്രിമെന്റിനകത്ത് ഒന്നും പറയുന്നില്ല. 1 ലക്ഷം രൂപ റെന്റ് എന്ന് ബ്ലൈൻഡ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. ബിൽഡിങ്ങിന് ഇത്ര, പ്ലാന്റിന് ഇത്ര എന്ന് കൃത്യമായി എന്തില്ല, ഒരു സെപ്പറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ യു ടെൽ മീ വാട്ട് ടു ഡു. എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെന്റ് പറയുന്നു then the entire rent will be taxable under either IFOS or PGBP as the case may be. അതെന്താ? ഒരിക്കലും നിങ്ങൾ സെപ്പറേഷൻ ഇല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പാടില്ല. ആ മൊത്തം റെന്റും നിങ്ങൾ എവിടെ തന്നെ കാണിക്കണം? IFOSൽ കാണിക്കണം. ഇനി ഇത് നിങ്ങളുടെ ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ കാണിക്കുക? PGBയിൽ കാണിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ പോയിന്റുകൾ വളരെ സിമ്പിൾ ആണ്. കോമ്പോസിറ്റ് റെന്റിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. എന്താ കോമ്പോസിറ്റ് റെന്റ്? അത് ശരി, ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ. എന്തുവാടേ കോമ്പോസിറ്റ് റെന്റ്?
ആ ബിൽഡിംഗും ഉണ്ട്, മെഷീനറി എക്യുപ്മെന്റ്സും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് മൊത്തം നമുക്ക് വാടക കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ടെക്നിക്കൽ പേരാണ് എന്ത്? കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റിന്റെ ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് എന്താ? ബിൽഡിംഗിന്റെയും മെഷീനറിയുടെയും റെന്റ് സെപ്പറബിൾ ആണെങ്കിൽ ബിൽഡിംഗ് ഹൗസ് പ്രോപ്പർട്ടി, മെഷീനറി IFOS ഓർ PGBP. സെപ്പറബിൾ അല്ലെങ്കിൽ മൊത്തത്തിൽ IFOS ഓർ PGBP. ഒരിക്കലും അവിടെ ആര് വരില്ല? ഹൗസ് പ്രോപ്പർട്ടി വരില്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ട്രീറ്റ്മെന്റ് ഓഫ് കോമ്പോസിറ്റ് റെന്റ് എന്നാണ് നമ്മൾ ബേസിക്കലി ഇതിനെ പറയുക. സോ ഐ ഹോപ്പ് ദാറ്റ് ഓൾസോ വാസ് ക്ലിയർ. അപ്പോൾ ഇതിനൊരു ബേസിക്സ് എന്ന് പറയുന്നത് ഈ 2 പോയിന്റാണ്. ഈ കോമ്പോസിറ്റ് റെന്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ഹെഡിങ് എന്താണെന്ന് നോക്കിയേ. ടാക്സബിലിറ്റി ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. നിങ്ങൾക്ക് ഇന്ത്യയുടെ പുറത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. എവിടെയാണ്? ഇന്ത്യയുടെ പുറത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ റെന്റൽ ഇൻകം എങ്ങനെയാണ് ടാക്സബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ നോക്കിയേ. ടാക്സേഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദ ഹാൻഡ്സ് ഓഫ് നോൺ റെസിഡന്റ് ഓർ RNOR, then only if such income is first received in India. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചാപ്റ്റർ 2 ഇത് പഠിച്ചതാണ്. നമുക്ക് ഇന്ത്യയുടെ പുറത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റൽ ഇൻകം കിട്ടുന്നുണ്ട്. നമ്മൾ ROR ആണെങ്കിൽ ആ റെന്റൽ ഇൻകം ഇവിടെ ടാക്സബിൾ അല്ലേ? ROR റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ആ റെന്റൽ ഇൻകം മുഴുവൻ ഇവിടെ ടാക്സബിൾ അല്ലേ? അല്ലേ? ഇനി നമ്മൾ നോൺ റെസിഡന്റ് ആണെങ്കിലോ അത് ടാക്സബിൾ ആണോ? കാരണം അക്രൂവൽ, പ്രോപ്പർട്ടി ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് അക്രൂവൽ എവിടെയായിരിക്കും? ഇന്ത്യക്ക് പുറത്തായിരിക്കും. പിന്നെ ആ റെന്റ് കിട്ടുന്നത് ഫസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അത് എന്തായി മാറും? ടാക്സബിൾ ആയി മാറും അല്ലേ? സെയിം ഇൻ ദ കേസ് ഓഫ് RNOR. അപ്പൊ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന RNORന്റെയും NRന്റെയും കേസിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പ്രോപ്പർട്ടിയുടെ റെന്റൽ ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആവണമെങ്കിൽ അത് ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റിസീവ് ചെയ്യണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ ഇത്? അല്ലേ? ഏത് ചാപ്റ്ററിലാണ് പഠിച്ചേ? ചാപ്റ്റർ നമ്പർ 2 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, നിങ്ങളൊരു RNORോ NRO ആണെങ്കിൽ നിങ്ങളുടെ ഫോറിൻ പ്രോപ്പർട്ടിയുടെ റെന്റൽ ഇൻകം ഇന്ത്യയിലെ ടാക്സബിൾ ആവണമെങ്കിൽ അത് ഫസ്റ്റ് റിസീവ്ഡ് ഇൻ എവിടെയായിരിക്കണം? ഇന്ത്യ ആയിരിക്കണം. ദാറ്റ് ഇസ് ദ ഓൺലി വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ഇത്രയും പറഞ്ഞു നോക്കി എല്ലാവർക്കും മനസ്സിലായോ? ആയോ? ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. കോമ്പോസിറ്റ് റെന്റ് ഒക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിച്ചേക്കാം. അതായത് വാട്ട് ഈസ് കോമ്പോസിറ്റ് റെന്റ് എന്നൊന്നും ചോദിക്കില്ല കേട്ടോ. നമ്മൾ സാലറിയിൽ ചെയ്ത പോലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. കുറേ ന്യൂമറിക്കൽ ഉണ്ടാവും. അതിൽ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം. അല്ലാതെ വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഒരിക്കലും എവിടെ വരില്ല. നമ്മുടെ DT പേപ്പർ 3A ബേസിക്കലി വരില്ല. നൗ മൂവിങ് ഓൺ. അടുത്തതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹൃദയം. ഈ ഒരു ഒറ്റ പേജ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തം ഹാർട്ടാണ്. കാരണം ഇവിടുന്ന് ഇതാണ് മെയിൻ പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതെന്ന്. വായിച്ചേ. സെക്ഷൻ 23. വാട്ട് ഇസ് ദാറ്റ് ഫ്രണ്ട്സ്? ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഞാനൊരു സിമ്പിൾ സംശയം ചോദിക്കട്ടെ. സാലറി ഹെഡിലെ നമ്മൾ എന്തിനെയാണ് ടാക്സ് ചെയ്തത്? ബേസിക് സാലറി, DA, കമ്മീഷൻ, ബോണസ്, നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടല്ലേ നമ്മൾ ടോട്ടൽ ടാക്സബിൾ ഇൻകം ഫ്രം ദ ഹെഡ് സാലറി കമ്പ്യൂട്ട് ചെയ്തത് അല്ലേ? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ റെന്റിനെ അല്ല നമ്മൾ ടാക്സ് ചെയ്യുന്നത്, പകരം ഗ്രോസ് ആനുവൽ വാല്യൂവിനെയാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു ടെക്നിക്കൽ വാക്കാണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഇപ്പൊ സാധാരണ കോമൺ സെൻസ് പ്രകാരം ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് ഇൻകമാണ് ടാക്സ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടിയ വാടകയാണ് നമ്മൾ ടാക്സ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയല്ലേ പറയാൻ ചാൻസ് അല്ലേ? എന്നാൽ വാടക നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് എടുക്കുകയല്ല ചെയ്യണ്ടേ. നിങ്ങൾ ആ വാടക വെച്ച് എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? ഗ്രോസ് ആനുവൽ വാല്യൂ. അതായത് ഒരു പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അതിനാ വാടകയിൽ ഉപയോഗിക്കണം. ആ ആനുവൽ വാല്യൂവിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ചെയ്യേണ്ടത്. അല്ല ചുമ്മാ കിട്ടുന്ന വാടക ബ്ലൈൻഡ് ആയിട്ട് കൊണ്ട് എഴുതിയിട്ട് ടാക്സ് ചെയ്യുകയല്ല ചെയ്യണ്ടേ. യു ഹാവ് ടു ഡിറ്റർമൈൻ ദ ഗ്രോസ് ആനുവൽ വാല്യൂ. അതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഓർത്ത് വെക്കുക, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നമ്മൾ ടാക്സ് ചെയ്യുന്ന ഫിഗറിനെ വിളിക്കുന്ന ടെക്നിക്കൽ പേരെന്താ? ഗ്രോസ് ആനുവൽ വാല്യൂ. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം, ആനുവൽ വാല്യൂ. ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എൻ ഇയർലി വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. ആ ഇയർലി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ടാക്സ് ചെയ്യാൻ പോകുന്നത്. നൗ ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡു വി ഡിറ്റർമൈൻ ദ ഗ്രോസ് ആനുവൽ വാല്യൂ? നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പം പഠിക്കാനുള്ള മാർഗം എന്താണെന്നറിയോ? പലതരം ഹൗസ് പ്രോപ്പർട്ടികളുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹൗസ് പ്രോപ്പർട്ടികളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 6 തരമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എത്ര തരമാണ്? 6 ടൈപ്പ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് 4 എണ്ണമല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, അതിന്റെ താഴെ കൂടെ 2 എണ്ണം ഉണ്ട്. 1, 2.
അപ്പോൾ 1, 2, 3, 4 ആ ഓറഞ്ച് ബോക്സ് 5, പിന്നെ ഡാർക്ക് ബോക്സ് 6 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്. ഓരോ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയുടെയും ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയുടെയും ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പൊ എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ബേസിക്കലി ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്ത് തരം പ്രോപ്പർട്ടിയാണ് ആ ക്വസ്റ്റ്യനിൽ ടെസ്റ്റഡ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ത് തരം പ്രോപ്പർട്ടിയാണ് ക്വസ്റ്റ്യനിൽ ടെസ്റ്റഡ് ആയിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ത് ചെയ്യാൻ? കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നമുക്കൊരു സൈഡ് നിന്ന് തുടങ്ങാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? വായിച്ചേ. എന്താ ആദ്യത്തെ പ്രോപ്പർട്ടി? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. എന്താ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്തായിരിക്കും? വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടി. നിങ്ങൾക്കൊരു വീടുണ്ട്, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ കെട്ടിടമുണ്ട്. അത് നിങ്ങൾ എന്തിനു കൊടുക്കുന്നു? വാടകയ്ക്ക് കൊടുക്കുന്നു. ആ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? അതായത് ടാക്സ് ചെയ്യാൻ നമ്മൾ പോകുന്ന ഗ്രോസ് ആനുവൽ വാല്യൂവിനെയാണ്. അത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ദ ഫസ്റ്റ് പോയിന്റ് എന്താ? വായിച്ചേ. കമ്പയർ fair rent with municipal value, consider whichever is higher. ആ പ്രോപ്പർട്ടിയുടെ എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? ഫെയർ റെന്റ് കമ്പ്യൂട്ട് ചെയ്യണം. അതും എന്തായിട്ട് കമ്പയർ ചെയ്യണം? മുനിസിപ്പൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ആദ്യത്തെ ചോദ്യം, എന്ത് ഈ ഫെയർ റെന്റ്? അതുപോലുള്ള അത്ര സ്ക്വയർ ഫീറ്റിലുള്ള അതുപോലുള്ള ഒരു ലൊക്കേഷൻ, പ്രൈം ലൊക്കേഷൻ ആണെങ്കിൽ ആ ലൊക്കേഷനിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടിക്ക് മാർക്കറ്റിൽ എന്ത് റെന്റ് ഉണ്ട്? ദാറ്റ് ഇസ് സെഡ് ടു ബി ഫെയർ റെന്റ്. എപ്പോഴും എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ ഫെയർ റെന്റ് തരും. അത് നമുക്ക് ഒരിക്കലും കാണാൻ പിടിച്ച് കമ്പ്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ ഫെയർ റെന്റിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതുപോലുള്ളൊരു സിമിലർ പ്രോപ്പർട്ടിക്ക് നാട്ടിൽ എത്ര റെന്റ് ഉണ്ട്, ആ പ്രോപ്പർട്ടിയുടെ റെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫെയർ റെന്റ് എന്ന് വിളിക്കുക. ആൻഡ് വാട്ട് ഇസ് മുനിസിപ്പൽ വാല്യൂ? നമുക്കേ ഒരു വീടോ കൊമേഴ്ഷ്യൽ കെട്ടിടമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് ലോക്കൽ അതോറിറ്റിയിലേക്ക് എല്ലാ വർഷവും നമ്മൾ എന്തടയ്ക്കണം? പ്രോപ്പർട്ടി ടാക്സസ് അടയ്ക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിലേക്ക്, നമ്മളെ വില്ലേജിലേക്ക് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ഇനിയിപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങോട്ടേക്ക്, കോർപ്പറേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങോട്ടേക്ക്, വേറെ ഇറ്റ് ഇസ് നമ്മളെ കറസ്പോണ്ടിങ് ലോക്കൽ അതോറിറ്റിക്ക് എന്ത് കൊടുക്കണം? പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കണം. ഈ പ്രോപ്പർട്ടി ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ആൻ ആനുവൽ വാല്യൂ. മുനിസിപ്പൽ വാല്യൂന്റെ ഒരു ശതമാനമായിരിക്കും നമ്മൾ എന്തായിട്ട് കൊടുക്കുക? പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് കൊടുക്കുക. അപ്പൊ പ്രോപ്പർട്ടി ടാക്സ് ലെവി ചെയ്യാൻ വേണ്ടി മുനിസിപ്പാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആനുവൽ വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? മുനിസിപ്പൽ വാല്യൂ. ഏതാണ്ട് ഫെയറിന്റെ മുനിസിപ്പൽ വാല്യൂ ഒക്കെ അടുത്തടുത്ത് നിൽക്കും കേട്ടോ. അല്ല ഫെയറിന്റെ 1 ലക്ഷവും മുനിസിപ്പൽ വാല്യൂ 1 കോടിയൊന്നും ആവില്ല. ഏതാണ്ട് ഇത് അടുത്തടുത്തൊക്കെ തന്നെ നിൽക്കും. ആർ യു വിത്ത് മീ? അപ്പോൾ മുനിസിപ്പൽ ടാക്സസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് പഞ്ചായത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മിനിമം ആനുവൽ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മുനിസിപ്പൽ വാല്യൂ. അപ്പൊ ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂയും കൂടെ കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഏത് പിക്ക് ചെയ്യുക? ഹയർ പിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഹയറും എബവ് റിസൾട്ട്, ആ ഹയർ ഫിഗറും സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്ത് പിക്ക് ചെയ്യുക? ലോവർ പിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ചോദ്യം, എന്താണ് ഈ സ്റ്റാൻഡേർഡ് റെന്റ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരു ആക്ട് ഉണ്ട്, റെന്റ് കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതായത് ഇന്ത്യയിൽ അമിത വാടക ആരും ഈടാക്കാതിരിക്കാൻ നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്ടാണ് എന്ത്? റെന്റ് കൺട്രോൾ ആക്ട്. അതൊന്നും ആരും തുറക്കാറുമില്ല, വായിക്കാറുമില്ല. വല്ലപ്പോഴും ആണ്ടിന് സംക്രാന്തിക്ക് ഒരു കേസ് വരും, മറ്റേ അമിത വാടക ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് കൊടുക്കുക? കേസ് കൊടുക്കുക. അതായത് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എല്ലാവർക്കും ഒന്നും വീടില്ല. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായില്ലേ? വയനാട്ടിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ബേസിക്കലി അവിടെ സ്വന്തം വീട് പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ വയനാട് ആ ദുരന്തം ഉണ്ടായ ഏരിയയിലോ അല്ലെങ്കിൽ അതിന് അടുത്തുള്ള ഏരിയയിലോ ഒക്കെ വീട് ഷോർട്ടേജ് ആയിരിക്കും. കാലി കിടക്കുന്ന വീടല്ല, ഓടിപ്പോയി എല്ലാവരും എന്തെടുക്കും? വാടക എടുക്കും. അപ്പം അങ്ങനെ ഒരു ഡിമാൻഡ് വരുമ്പോൾ ഹൗസ് ഓണേഴ്സ് എന്ത് ചെയ്യും? വയനാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തു എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്, ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഓക്കെ, കോൺട്രവേഴ്സി ഉണ്ടാക്കരുത്, ജസ്റ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ഡിമാൻഡ് കൂടുമ്പോൾ, സപ്ലൈ കുറവാകുമ്പോൾ ആ വീടുള്ള ആൾക്കാർ എന്ത് കൂട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്? ഒരുപാട് കൂടുതൽ വാടക ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ വാടകയ്ക്ക് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരു വീടിന്റെ ഓണർ പറയാണ് തരാൻ പറ്റില്ല, ഇത്രയാണ് റെന്റ്, തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അയാൾ എന്ത് പറയും? സൗകര്യം ഉണ്ട്, എടുത്താൽ മതി എന്ന് പറയല്ലേ? എന്നാൽ റെന്റ് കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരം നമ്മൾ ഒരു വീടിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭീമമായ വാടക ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ഓരോ ലൊക്കേഷനും അവിടുത്തെ
പോപ്പുലേഷനും അവിടെയുള്ള ഫെസിലിറ്റിയും സ്ക്വയർ ഫീറ്റും അനുസരിച്ച് ഒരു മിനിമം തുക അവർ പറയുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും റെന്റ് ചോദിക്കാൻ പാടില്ല. അപ്പൊ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരമുള്ള റെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്റ്റാൻഡേർഡ് റെന്റ്. റെന്റ് കൺട്രോൾ ആക്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഏത് പ്രോപ്പർട്ടി എത്ര സ്ക്വയർ ഫീറ്റ് എത്ര വാല്യൂ വരും എന്നൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം ഇല്ല. അതും എന്ത് തരും? ക്വസ്റ്റിൽ തരും. ഇപ്പൊ ഫെയർ റെന്റ് തരും, മുനിസിപ്പൽ വാല്യൂ തരും, സ്റ്റാൻഡേർഡ് റെന്റ് തരും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂം കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏതെടുക്കുക? ഹയർ എടുക്കുക. ആ ഹയറും സ്റ്റാൻഡേർഡ് റെന്റൂടെ കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏതെടുക്കുക? ലോവർ എടുക്കുക. ആ ലോവറിനെ നമ്മൾ വിളിക്കുന്ന ടെക്നിക്കൽ പേരാണ് എന്ത്? എക്സ്പെക്ടഡ് റെന്റ്. എന്താണ്? എക്സ്പെക്ടഡ് റെന്റ്. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇസ് എക്സ്പെക്ടിങ് ദിസ് മച്ച് റെന്റ് ഫ്രം ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി. ഞങ്ങൾ ഇത്രയും വാടക എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ആദ്യം അതിന്റെ ഇതെല്ലാം ആനുവൽ വാല്യൂസ് ആണ് കേട്ടോ. ഫെയർ റെന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ മൊത്തം വിലയല്ല, ഏതാണ്ട് ഒരു വർഷത്തെ ആനുവൽ വാല്യൂ. മുനിസിപ്പൽ വാല്യൂം ആനുവൽ വാല്യൂ ആണ്, സ്റ്റാൻഡേർഡ് റെന്റും ആനുവൽ വാല്യൂ ആണ്. ഈ മൂന്ന് വാല്യൂ കമ്പയർ ചെയ്യുക. ഫെയർ റെന്റ്, മുനിസിപ്പൽ വാല്യൂ ഹയർ, ഹയർ വിത്ത് ദ സ്റ്റാൻഡേർഡ് റെന്റ് ലോവർ. That lower is said to be expected rent. Income tax department is expecting this much of rent from this particular property. Are you all here? ഇനി ഈ എക്സ്പെക്ടഡ് റെന്റും എന്തും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെന്റൂടെ കമ്പയർ ചെയ്യണം. എന്താ ആക്ച്വൽ റെന്റ്? ഇതിപ്പോ എന്ത് വീടായിരുന്നു? വാടകയ്ക്ക് കൊടുത്ത വീടല്ലേ? വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? തേങ്ങയാണോ കിട്ടുന്നത്? അല്ലല്ലോ, വാടകയല്ലേ കിട്ടുന്നേ. ആ ആക്ച്വൽ റെന്റും എക്സ്പെക്ടഡ് റെന്റോട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏത് പിക്ക് ചെയ്യുക? ഹയർ പിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ആക്ച്വൽ റെന്റ് ആണ് കൂടുതലെങ്കിൽ ആക്ച്വൽ റെന്റ് എടുക്കുക ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട്. ഇനി ആക്ച്വൽ റെന്റ് കുറവാ പക്ഷെ എക്സ്പെക്ടഡ് റെന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏതെടുക്കണം? എക്സ്പെക്ടഡ് റെന്റ് തന്നെ നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കണം. ആർ യു വിത്ത് മീ? അപ്പോ ഇനി ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു പ്രോപ്പർട്ടിയുടെ എക്സ്പെക്ടഡ് റെന്റ് കൂടുതലും ആക്ച്വൽ റെന്റ് കുറയാനുമുള്ള കാരണം വേക്കൻസി ആണെന്ന് വിചാരിക്കുക. വാട്ട് ഇസ് വേക്കൻസി? ഈ എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറഞ്ഞാൽ 12 മാസത്തേക്കല്ല എക്സ്പെക്ടഡ് റെന്റ്. പക്ഷേ 10 മാസം വാടകക്കാരനുണ്ടായിരുന്നുള്ളൂ, 2 മാസം വീട് ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ അനദർ ടെനന്റ് ടു കം ഇൻ. പക്ഷെ ആരും വന്നില്ല. അപ്പൊ ആരും വരാതെ അടച്ചുപൂട്ടി കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേക്കൻസി. ഈ വേക്കൻസി കാരണമാണ് നമ്മുടെ 12 മാസത്തെ ആക്ച്വൽ റെന്റ് കുറഞ്ഞു പോയത്. അത് 12 മാസം പറഞ്ഞാൽ 10 മാസം വാടകക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആക്ച്വൽ റെന്റ് 10 മാസത്തെ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പെക്ടഡ് റെന്റ് 12 മാസത്തെ എടുക്കണം. സോ ആക്ച്വൽ റെന്റ് കുറയാനുള്ള കാരണം വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? പേടിക്കണ്ട. നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഷാൽ ബി ദ ആക്ച്വൽ റെന്റ്. അത് നിങ്ങളുടെ കുറ്റമല്ല. ഇതിന് ലോജിക് എന്താണെന്ന് പറഞ്ഞാലേ, ആരും എക്സ്പെക്ടഡ് റെന്റിനേക്കാളും താത്തി ആക്ച്വൽ റെന്റ് മേടിക്കാൻ പാടില്ല. അങ്ങനെ താത്തി മേടിച്ചാലും ഞങ്ങൾ എന്ത് ചെയ്യും? എക്സ്പെക്ടഡ് റെന്റിനായിരിക്കും ഞങ്ങൾ പിടിച്ച് ടാക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി ആക്ച്വൽ റെന്റ് കുറഞ്ഞു നിൽക്കാനുള്ള കാരണം എന്താണ്? വേക്കൻസി ആണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ലല്ലോ. ആരും വരാത്ത എൻ്റെ കുഴപ്പമാണോ? അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കേസിൽ മാത്രം നിങ്ങൾക്ക് ആക്ച്വൽ റെന്റ് എന്തായിട്ട് കാണിക്കാം? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കാണിക്കാം. ആർ യു ഓൾ ഹിയർ? അപ്പൊ നമുക്ക് ആ ഫിഗേഴ്സ് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചേ. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. എവിടെ? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ. അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ നമ്മൾ ബേസിക് സാലറി എന്നൊക്കെ പറയുന്ന പോലെ ദ ഫസ്റ്റ് ഫിഗർ ദാറ്റ് യു ഹാവ് ടു കമ്പ്യൂട്ട് അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫെയർ റെന്റ്, മുനിസിപ്പൽ വാല്യൂ ഹയർ, ദാറ്റ് ഹയർ വിത്ത് ദ സ്റ്റാൻഡേർഡ് റെന്റ് ലോവർ, ദാറ്റ് ലോവർ ഇസ് സെഡ് ടു ബി എക്സ്പെക്ടഡ് റെന്റ്. Compare that expected rent with actual rent, pick the higher. If actual rent is lesser compared to the expected rent due to vacancy, don't worry, you can show the actual rent itself as the gross annual value. Is that point clear? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ എന്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനകത്തെ ഒരു ചെറിയ കാര്യം എഴുതിയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നിങ്ങളുടെ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്തേ. എന്നിട്ട് ഞാൻ ഈ പറയുന്ന സാധനം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക. ചാപ്റ്ററിൻ്റെ പേര് കൊടുക്കുക. ചാപ്റ്റർ നമ്പർ 4, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എന്നിട്ട് ഹെഡിങ് ആയിട്ട് എഴുതുക കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ കമ്പ്യൂട്ടേഷൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫിഗർ എന്തായിരിക്കും? ഗ്രോസ് ആനുവൽ വാല്യൂ. ഫുള്ളായിട്ട് തന്നെ എഴുതിക്കും. ദ ഫസ്റ്റ് ഫിഗർ ടു ഡിറ്റർമൈൻ ഇസ് ഗ്രോസ് ആനുവൽ വാല്യൂ.
determination. Determine gross annual value. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാം? മുനിസിപ്പൽ ടാക്സസ് കുറയ്ക്കാം. മുനിസിപ്പൽ ടാക്സസ്, ആ പ്രോപ്പർട്ടിക്ക് ആ വർഷം നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് എത്ര അടച്ചോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. പിന്നെ മുനിസിപ്പൽ ടാക്സസ് എന്ന് പറഞ്ഞാലേ പ്രോപ്പർട്ടി ടാക്സ് മാത്രമല്ല കേട്ടോ, വാട്ടർ ടാക്സും സിവറേജ് ടാക്സും വരും. മുനിസിപ്പൽ ടാക്സസ് ഇൻക്ലൂഡ്സ് വാട്ടർ ടാക്സസ്, സിവറേജ് ടാക്സസ്. എന്ത് ഈ വാട്ടർ ടാക്സും സിവറേജ് ടാക്സും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ, ഇപ്പൊ കേരളത്തിൽ വാട്ടർ ടാക്സ് ഇല്ല, അപ്പൊ നിങ്ങൾ കോയമ്പത്തൂരിലേക്കോ ചെന്നൈയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ പരിധിയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാട്ടർ ടാക്സ് മേടിക്കും. എന്നിട്ട് അവർക്കെല്ലാം എന്ത് കൊടുക്കും? കോർപ്പറേഷൻ വാട്ടർ കൊടുക്കും. ആ കോർപ്പറേഷൻ വാട്ടറിന് മറ്റേ മീറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ കേരളത്തിലൊന്നും അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ കോർപ്പറേഷൻ വെള്ളം തരുന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ ഉണ്ടാവും. ആ മീറ്ററിൽ എത്രയാണോ തുക അതല്ലേ നമ്മൾ പേ ചെയ്യണ്ടേ? അല്ലേ? ഇപ്പൊ നിങ്ങൾ ചെന്നൈയിലോ കോയമ്പത്തൂരൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. നിങ്ങൾ ടാക്സസ് അടച്ചാൽ മതി, വെള്ളം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവർ എന്ത് ചെയ്ത് തരും? കോർപ്പറേഷൻ സപ്ലൈ ചെയ്യും. പക്ഷെ കുറച്ച് നേരമൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. വെച്ചാൽ അങ്ങനെയല്ല, രാവിലെ കുറേ നേരം ഉണ്ടാവും, ഉച്ച കഴിഞ്ഞിട്ടും കുറേ നേരം ഉണ്ടാവും. കേരളത്തിൽ ചില സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടാക്സസ് മേടിച്ചിട്ടാണ് ഇവർ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് സെപ്പറേറ്റ് ഒരു എമൗണ്ട് ഇവർ വേറെ കളക്ട് ചെയ്യുന്നില്ല. സോ ആ ടാക്സ് നിങ്ങൾ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, വാട്ടർ ടാക്സ്. അതുപോലെ സിവറേജ് ടാക്സ്, നിങ്ങളുടെ ഈ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യല്ലേ, നിർമ്മാർജ്ജനം, വീട്ടു മാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമില്ലേ, അതിനുവേണ്ടി നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ആ അടയ്ക്കുന്നത് നിങ്ങൾക്ക് എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? മുനിസിപ്പൽ ടാക്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വെക്കുക, മുനിസിപ്പൽ ടാക്സസ് ഇൻക്ലൂഡ്സ് പ്രോപ്പർട്ടി ടാക്സ്, വാട്ടർ ടാക്സ്, സിവറേജ് ടാക്സ്. ഇതെല്ലാം മുനിസിപ്പൽ ടാക്സസ് തന്നെയാണ്. ആർ യു ഓൾ ഹിയർ? എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ പ്രോപ്പർട്ടി ടാക്സ്, മുനിസിപ്പൽ ടാക്സ്, സിവറേജ് ടാക്സ്, വാട്ടർ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ മുനിസിപ്പൽ ടാക്സസ് ആണ്. അത് നിങ്ങൾക്ക് ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് ആനുവൽ വാല്യൂ. നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് മുനിസിപ്പൽ ടാക്സസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഫിഗറിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഫ്രണ്ട്സ്? നെറ്റ് ആനുവൽ വാല്യൂ. ഈ നെറ്റ് ആനുവൽ വാല്യൂന്ന് നമുക്ക് ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയത്? 30%. നെറ്റ് ആനുവൽ വാല്യൂന്റെ 30% ബ്ലൈൻഡ് ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നമ്മൾ ഇതല്ലേ സാലറി ഹെഡിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കണ്ട് ഓർക്കുന്നുണ്ടോ? അത് എത്രയായിരുന്നു? 50,000 റുപ്പീസ് അല്ലായിരുന്നോ? അല്ലേ? നിങ്ങളുടെ ഗ്രോസ് സാലറിയുടെ 50,000 രൂപ വരെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാന്നല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചേ. ഇവിടെ അവർ പറഞ്ഞേക്കുക ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. എത്ര സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? നിങ്ങളുടെ നെറ്റ് ആനുവൽ വാല്യൂന്റെ 30% നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഒരു സാധനം കൂടെ നിങ്ങൾക്ക് കുറയ്ക്കാം, ദാറ്റ് ഇസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ taken for construction or repair of property. നിങ്ങളൊരു ലോൺ എടുത്തിട്ടാണ് ആ വീട് പണിതത്, അല്ലെങ്കിൽ ആ വീട് റിപ്പയർ ചെയ്തെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇത്രയും കുറച്ചാൽ ബാക്കി നിങ്ങൾക്ക് എന്ത് വരുന്നോ ദാറ്റ് ഇസ് സെറ്റ് ടു ബി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇത്രയും കാര്യങ്ങളെ ഈ ചാപ്റ്ററിൽ നമുക്ക് ടെക്നിക്കലി പഠിക്കാനുള്ളൂ. സാലറി ആയിട്ടും നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. സാലറിയിൽ നമ്മൾ എന്തോരം കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? എന്നാൽ ഇതിനകത്ത് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം ഓരോ പ്രോപ്പർട്ടിക്ക് നമ്മൾ പഠിക്കണം. അതിപ്പോൾ നമ്മൾ ഒരെണ്ണം കഴിഞ്ഞു ഓൾറെഡി. ഏതിൻ്റെ? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ? ഇനി അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സേഷൻ എങ്ങനെ ഡിഡക്ഷൻ എടുക്കണം, നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എങ്ങനെ എടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓർ റിപ്പയർ ഓഫ് ദ പ്രോപ്പർട്ടി എങ്ങനെ എടുക്കണം, ചാപ്റ്റർ കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം നിങ്ങൾ ഈ ചാപ്റ്ററിൽ എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ? ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. അതുപോലെ നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നും പഠിച്ചു അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. എന്താ ഫ്രണ്ട്സ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി? എനിക്കൊരു വീടുണ്ട്, ഞാൻ അവിടെ താമസിക്കുന്നു. ദാറ്റ് പ്രോപ്പർട്ടി സെറ്റ് ടു ബി വാട്ട്? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. വീടുകൾ അങ്ങനെ ആവാലോ അല്ലേ? ഇനി there is one more thing called unoccupied property. എന്തായിരിക്കും അത്? എനിക്കൊരു വീടുണ്ട്, എൻ്റെ വീട് കൊച്ചിയിലാണ്,
എൻ്റെ ജോലി ചെന്നൈയിലാണ്, അതുകൊണ്ട് കൊച്ചിയിലെ വീട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അടച്ചിട്ടിരിക്കുന്നു. എനിക്കൊരു വീടുണ്ട്, അതവിടെ കൊച്ചിയിലാണ്. എൻ്റെ ജോലി എവിടെയാ? ചെന്നൈയിലാണ്. അതുകൊണ്ട് കൊച്ചിയിലെ വീട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അടച്ചിട്ടിരിക്കുന്നു. കൊച്ചി വീട് സെറ്റ് ടു ബി വാട്ട്? അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. അപ്പൊ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെയും ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യേണ്ടതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോമൺ സെൻസ് ആയിരിക്കും. എന്തായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി? 0. വൈ? ഞാൻ താമസിക്കുന്ന വീടിന് എനിക്ക് എന്തുകൊണ്ട് വരുമാനം അവിടെ കിട്ടുന്നത്? വരുമാനം കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ നിങ്ങൾ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു വിത്ത് മീ? നോക്കിയേ, GAV ഷാൽ ബി നിൽ. സെൽഫ് ഒക്കുപ്പൈഡ് അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ GAV നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് എന്തായിട്ടാണ്? 0 ആയിട്ടാണ്. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ an assessee being individual or HUF can treat up to 2 properties as self-occupied or unoccupied properties. നിങ്ങൾക്ക് ഒരു വർഷം 2 പ്രോപ്പർട്ടി വരെ രണ്ട് പ്രോപ്പർട്ടി വരെ സെൽഫ് ഒക്കുപ്പൈഡ് അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് ആയിട്ട് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. ആ 2 പ്രോപ്പർട്ടിയുടെയും ഗ്രോസ് ആനുവൽ വാല്യൂ നിങ്ങൾക്ക് എത്രയാണെന്ന് കാണിക്കാം? 0 ആണെന്ന് കാണിക്കാം. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. നോ ഡിഡക്ഷൻ ഫോർ മുനിസിപ്പൽ ടാക്സസ് ഇസ് അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നല്ലേ നമ്മൾ നേരത്തെ ഫോർമാറ്റിൽ എഴുതിയത് അല്ലേ? ഈ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ 0 അല്ലേ? അതുകൊണ്ട് മക്കൾ ആരും അതിന്റെ മുനിസിപ്പൽ ടാക്സ് അടച്ചതിന് എന്തെടുക്കാൻ പാടില്ല? ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല. സോ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിക്കും. പക്ഷെ മുനിസിപ്പൽ ടാക്സ് അടച്ചതിന് ഞങ്ങൾ എന്ത് തരില്ല? ഡിഡക്ഷൻ തരില്ല. വാട്ട് ഈസ് ദ റീസൺ? അയ്യോ, അതിലെ ഇൻകം ഒന്നും ഞങ്ങൾ ടാക്സബിൾ ആക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആ പേ ചെയ്ത പ്രോപ്പർട്ടി ടാക്സ് ഞങ്ങൾ എന്ത് തരില്ല? ഡിഡക്ഷൻ തരില്ല. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റാണ് പഠിച്ചു നിർത്തിയത്. ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഓർ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എത്രയാണ്? 0 ആണ്. ഇനി ഒരാൾക്ക് ഒരു വർഷം 2 സെൽഫ് ഒക്കുപ്പൈഡ് അല്ലെങ്കിൽ 2 അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി, അതായത് 2 സെൽഫും 2 അണ്ണും 4 എണ്ണം അല്ല കേട്ടോ, സെൽഫും അണ്ണും എല്ലാം കൂടെ കൂട്ടി 2 എണ്ണം. ആർ യു വിത്ത് മീ? അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. ഒരാൾക്ക് 3 വീടുണ്ട്. ഇപ്പം എനിക്ക് 3 വീടുണ്ടെന്ന് വിചാരിക്കുക. 3 എണ്ണത്തിൽ ഞാൻ താമസിക്കുന്നു. ഒരെണ്ണം കൊച്ചിയിൽ, ഒരെണ്ണം ചെന്നൈയിൽ, ഒരെണ്ണം മുംബൈയിൽ. ഞാൻ കൊച്ചി പോകുമ്പോൾ കൊച്ചിയിലെ വീട്ടിൽ താമസിക്കും, മുംബൈ പോകുമ്പോൾ മുംബൈയിൽ വീട്ടിൽ താമസിക്കും, ചെന്നൈ പോകുമ്പോൾ ചെന്നൈയിലെ വീട്ടിൽ താമസിക്കും. അപ്പോൾ 3 വീടും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓൺ ഹൗസ് അല്ല, ഞാൻ ഒന്നും ലെറ്റ് ഔട്ട് ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ തിയറി എന്താ പറയുന്നത്? ഒരു അസസി ബീങ് റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർ അസസി ബീങ് ഇൻഡിവിജ്വൽ ഓർ HUF, റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്, ഇൻഡിവിജ്വൽ ഓർ HUF ക്യാൻ ട്രീറ്റ് അപ് ടു 2 പ്രോപ്പർട്ടീസ് ആസ് സെൽഫ് ഒക്കുപ്പൈഡ് ഓർ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്നല്ലേ പറയുന്നത്. അപ്പോൾ 3 വീടുണ്ടെങ്കിലോ 3ഉം സെൽഫ് ഒക്കുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വീടാണെങ്കിലോ ഏതെങ്കിലും 2 എണ്ണമേ എനിക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3ാമത്തെ വീട് എന്തായി മാറും? ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയി മാറും. എന്തായി മാറും? ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയി മാറുമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു വിത്ത് മീ? അപ്പൊ അത് തീർത്തിട്ട് നമുക്ക് ഇടയ്ക്കുള്ളത് നോക്കാം. അപ്പൊ 3ാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്താ ഫ്രണ്ട്സ്? ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ആ വാക്കിൽ തന്നെ ഹിന്റ് ഉണ്ട്. എന്താ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി? ആ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? 3ാമത്തെ വീട് ഇല്ല. പക്ഷെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ആ 3ാമത്തെ വീട് നീ എന്തിനു കൊടുത്തു? വാടകയ്ക്ക് കൊടുത്തതായി ഞങ്ങൾ അതിനെ കണക്കാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഡീം ടു ബി ഒലക്ക എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഇത് നീ താമസിക്കുന്ന വീടാണെന്ന് ഞങ്ങൾക്കറിയാം. 2 വീട്ടിൽ കാണിച്ച് താമസിച്ചാൽ മതി. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വീടുകളുണ്ടെങ്കിൽ അതിൽ 2 വീട് മാത്രമേ ഞങ്ങൾ സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് കാണിക്കാൻ സമ്മതിക്കുകയുള്ളൂ. 3ാമത്തെ വീട് ഞങ്ങളുടെ കണ്ണിൽ നീ വാടകയ്ക്ക് കൊടുത്ത വീട് തന്നെയാണ്. അത് നീ അത് വാല്യൂ ചെയ്ത് GAV വാല്യൂ ചെയ്ത് ഞങ്ങൾ പറയുന്ന പോലെ വാല്യൂ ചെയ്ത് നീ അതിന് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അപ്പോൾ എങ്ങനെയാണ് അതിന് GAV വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ. എന്താ തിയറി? an assessee owns more than 2 properties for self occupation, then the income from any 2 such properties at the option of assessee shall be computed under self occupied property. 3 വീട് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും 2 വീട് എന്റെ ഓപ്ഷനിൽ എനിക്ക് എന്തായിട്ട് കാണിക്കാം? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് കാണിച്ച് GAV എത്രയായിട്ട് കാണിക്കാം? 0 ആയിട്ട് കാണിക്കാം. ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ 2 എണ്ണം പോയി. 3 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം 0 ആയി. മറ്റേതിനോ? നോക്കിയേ. ആൻഡ് their annual value will be nil. Other properties shall be treated as deemed let out property and its expected rent shall be taken as GAV. ആ 3ാമത്തെ പ്രോപ്പർട്ടിയുടെ എക്സ്പെക്റ്റഡ് റെന്റ് കമ്പ്യൂട്ട് ചെയ്ത് അത് നിങ്ങൾ എന്തായിട്ട് എടുക്കണം? GAV ആയിട്ട് എടുക്കണം.
എങ്ങനെ എക്സ്പെക്റ്റഡ് റെന്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? സിമ്പിൾ. മൂന്നാമത്തെ പ്രോപ്പർട്ടിയുടെ എന്ത് കണ്ടുപിടിക്കുക? ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏതെടുക്കുക? ഹയർ എടുക്കുക. ആ ഹയറും എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏതെടുക്കുക? ലോവർ എടുക്കുക. ആ ലോവർ അല്ലേ എക്സ്പെക്റ്റഡ് റെന്റ് അല്ലേ? ഇനി ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടിക്ക് ആക്ച്വൽ റെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. അത് ഡീംഡ് ലെറ്റ് ഔട്ട് അല്ലേ? വാട്ട് ഈസ് ഡീംഡ് ലെറ്റ് ഔട്ട്? ശരിക്കും ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചുമ്മാ അടച്ചിട്ടേക്കുന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ താമസിക്കുന്ന വീടല്ലേ? ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതല്ലേ അത് ഞങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്തതായി കണക്കാക്കുമെന്ന് പറഞ്ഞ സാധനമല്ലേ? സോ ഇറ്റ് ഇസ് എ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആൻഡ് ഹെൻസ് വാട്ട് ദേ ആർ സെയിങ്. നിങ്ങൾ ആ മൂന്നാമത്തെ പ്രോപ്പർട്ടിയുടെ എന്തെടുക്കുക? എക്സ്പെക്റ്റഡ് റെന്റ് ആക്ച്വൽ റെന്റ് ആയിട്ട് അങ്ങ് എടുത്തു. GAV ആയിട്ട് അങ്ങ് എടുത്തു. എന്നിട്ട് ആ എക്സ്പെക്റ്റഡ് റെന്റ് GAV ആയിട്ട് എടുത്ത് മുനിസിപ്പൽ ടാക്സസ് റിഡക്ഷൻ എടുത്തോ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ എടുത്തോ, ലോൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ റിഡക്ഷൻ എടുത്തു. ബാക്കിയുള്ളത് നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? നിങ്ങളുടെ ടാക്സബിൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സംശയം, 3 വീടില്ലേ? ഇതിൽ ഏത് വീടാ ഡീംഡ് ലെറ്റ് ഔട്ട് ആക്കണ്ടേ? ഏത് വീടിനാണോ ഏറ്റവും കുറവ് GAV വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ടാക്സബിൾ ഇൻകം വരുന്നത്? GAV അല്ല, ഏറ്റവും കുറവ് ടാക്സബിൾ ഇൻകം വരുന്നത് ആ വീട് വേണം ഞാൻ എന്തായിട്ട് എടുക്കാൻ? ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് എടുക്കാൻ. ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്ന 2 വീടുകൾ ഞാൻ എന്താക്കി മാറ്റണം? എൻ്റെ സെൽഫ് ഒക്കുപ്പൈഡ് ആക്കി മാറ്റണം. അതല്ലേ എനിക്ക് ഏറ്റവും ലാഭകരം. അതെന്റെ ചോയ്സാ. എനിക്ക് 4-5 വീടുണ്ടെന്ന് വിചാരിക്കുക. 5 വീട്ടിൽ ഏതെങ്കിലും 2 വീട് എനിക്ക് എന്തായിട്ട് എടുക്കാം? സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് എടുത്ത് 0 കാണിക്കുക. ബാക്കിയുള്ള 3 വീട് ഞാൻ എന്താക്കി മാറ്റണം? ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് മാറ്റണം. അപ്പൊ ഏറ്റവും വാല്യൂ വരാൻ ചാൻസ് ഉള്ള 2 വീടുകൾ എന്താക്കുക? സെൽഫ് ഒക്കുപ്പൈഡ് ആക്കുക. ബാക്കിയുള്ളത് മുഴുവൻ എന്താക്കി മാറ്റുക? ലെറ്റ് ഔട്ട് ആക്കി മാറ്റുക. ആർ യു വിത്ത് മീ? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ എത്ര ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി പഠിച്ചു? 3 എണ്ണം. ഏതൊക്കെയാ 3 എണ്ണം? 1 ശരിക്കും ഒറിജിനൽ ലെറ്റ് ഔട്ട്, 2 സെൽഫ് ഒക്കുപ്പൈഡ് മാക്സിമം 2 എണ്ണം വരെ, 3 2 കൂടുതൽ സെൽഫ് ഒക്കുപ്പൈഡ് വീടുണ്ടെങ്കിൽ 2 എണ്ണം സെൽഫ് ഒക്കുപ്പൈഡ്, 3-മത്തെയോ 4-മത്തെയോ ഉണ്ടെങ്കിൽ അത് എന്തായി മാറും? ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയി മാറും. ക്ലിയർ അല്ലേ? 3ന്റെയും GAV നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ GAV എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്ന? ഫെയർ റെന്റ്, മുനിസിപ്പൽ വാല്യൂ ഹയർ വിത്ത് ദ സ്റ്റാൻഡേർഡ് റെന്റ് ലോവർ. That lower is the expected rent. Expected rent is the actual rent and pick the higher. If actual rent is less compared to the expected rent due to vacancy, then you can take the actual rent itself as the gross annual value. That is for the let out property. അല്ലേ? രണ്ടാമത്തെ എന്താ? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. ഒന്നുമില്ല, GAV shall be 0. മൂന്നാമത്തെ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, GAV shall be the expected rent. You know how to compute expected rent? അല്ലേ? ഫെയർ റെന്റ്, മുനിസിപ്പൽ വാല്യൂ ഹയർ വിത്ത് ദ സ്റ്റാൻഡേർഡ് റെന്റ് ലോവർ. ദാറ്റ് ലോവർ ഇസ് സെഡ് ടു ബി ദ എക്സ്പെക്ടഡ് റെന്റ്. ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ എക്സ്പെക്ടഡ് റെന്റ് തന്നെ നിങ്ങൾ എന്തായിട്ട് എടുത്താൽ മതി? GAV ആയിട്ട് എടുത്താൽ മതി എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മുനിസിപ്പൽ ടാക്സും ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഈസ് ദാറ്റ് ക്ലിയർ ഫ്രണ്ട്സ്? ഇതിന്റെ ഇടയ്ക്ക് ഒരുത്തൻ കിടപ്പുണ്ടല്ലോ, അവൻ ആരാ? വായിച്ചേ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി ഇസ് ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ ആൻഡ് സെൽഫ് ഒക്കുപ്പൈഡ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ. അതെന്താ സാധനം? എനിക്കൊരു വീടുണ്ടായിരുന്നു. എനിക്ക് എന്തുണ്ടായിരുന്നു? ഒരു വീടുണ്ടായിരുന്നു. അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു. ഒരു ടെനന്റ് ഉണ്ടായിരുന്നു. ഇവൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇവന് 31 ഡിസംബർ 2025 ആയപ്പോൾ എന്തായിപ്പോയി? വെക്കേറ്റ് ചെയ്തു. എന്താ വെക്കേറ്റ് ചെയ്യുക? അവൻ വീട് ഒഴിഞ്ഞു. അത് ഞാൻ ഇയർ എൻഡിൽ 31-ാം തീയതി അവനോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 1 ജാനുവരി 2026 കയറി അവിടെ അങ്ങ് താമസിച്ചു. ഞാൻ 1 ജാനുവരി 2026 കയറി എന്ത് ചെയ്തു? അവിടെ അങ്ങ് താമസിച്ചു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 31 ഡിസംബർ വരെ ഇത് ലെറ്റ് ഔട്ട് ആയിരുന്നു. 1 ജാനുവരി തൊട്ട് ഇതെന്തായി? സെൽഫ് ഒക്കുപ്പൈഡ് ആയി. അപ്പൊ അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഒന്നിനെ ഇയർ മുഴുവൻ സെൽഫ് ഒക്കുപ്പൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇയർ മുഴുവൻ ലെറ്റ് ഔട്ട് ആയിരിക്കണം. ഇതിപ്പോ ഇയറിന്റെ കുറച്ച് ഭാഗം സെൽഫ് ഒക്കുപ്പൈഡും ബാക്കി കുറച്ച് ഭാഗം ലെറ്റ് ഔട്ടുമാണ്. എങ്ങനെ GAV കമ്പ്യൂട്ട് ചെയ്യണം? ദാറ്റ് ഇസ് വാട്ട് വി ആർ അബൌട്ട് ടു ഡിസ്കസ്. ആർ യു ഓൾ വിത്ത് മീ? എങ്ങനെ ചെയ്യണം? വായിച്ചേ. വളരെ സിമ്പിൾ ആയിട്ട് അവർ പറഞ്ഞേക്കുക. ER. വാട്ട് ഇസ് ER? ER എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെക്ടഡ് റെന്റ് ആയിരിക്കും. ER മീൻസ് എക്സ്പെക്ടഡ് റെന്റ്, GAV മീൻസ് ഗ്രോസ് ആനുവൽ വാല്യൂ. ആ ടേമുകൾ ഓർത്തോണേ. എക്സ്പെക്ടഡ് റെന്റ് ഫോർ ദ ഹോൾ ഇയർ ഷാൽ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ഡിറ്റർമിനിങ് GAV. നിങ്ങൾ ആ മൊത്തം 12 മാസത്തെയും എക്സ്പെക്ടഡ് റെന്റ് എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒരു വീട് ഒരു വർഷം കുറച്ച് മാസം സെൽഫ് ഒക്കുപ്പൈഡ്, കുറച്ച് മാസം ലെറ്റ് ഔട്ട്, ഡസൻ മാറ്റർ. ആ വീടിന്റെ മൊത്തം 12 മാസത്തെയും എക്സ്പെക്ടഡ് റെന്റ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നേ? 12 മാസത്തെ ഫെയർ റെന്റ്, 12 മാസത്തെ മുനിസിപ്പൽ വാല്യൂ, whichever is higher, that with the 12 മാസത്തെ സ്റ്റാൻഡേർഡ് റെന്റ്, then pick the lower. That will give you the 12 മാസത്തെ expected rent. എന്നിട്ട് എന്ത് ചെയ്യണം? The expected rent for the whole year shall be compared with the actual rent for the let out period. അതായത് ടെക്നിക്കലി പറഞ്ഞ
12 മാസത്തെ എക്സ്പെക്റ്റഡ് റെന്റിനെ നിങ്ങൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ശരിക്കും വാടകയ്ക്ക് എത്ര നാളായിരുന്നേ? നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് വാടകയ്ക്ക് എത്ര നാളായിരുന്നേ? 9 മാസം. കാരണം 31 ഡിസംബറിലും വെക്കേറ്റ് ചെയ്ത് പോയിട്ടില്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മാസമല്ലേ അപ്പം വാടകയ്ക്ക് ഇരുന്നത്. ആ 9 മാസത്തെ ആക്ച്വൽ റെന്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ആൻഡ് യു ഹാവ് ടു പിക്ക് വാട്ട്? ഹയർ. സാധാരണഗതിയിൽ എക്സ്പെക്റ്റഡ് റെന്റ് ആണ് ഹൈ ആവാൻ ചാൻസ്. പക്ഷേ ഏതാണോ ഹൈ ആവുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അപ്പോൾ ഏതാണോ ഹയർ വരുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? പിക്ക് ചെയ്യാനാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ബാക്കിയുള്ള സ്റ്റെപ്പ് വായിച്ചേ. വിച്ച് എവർ ഇസ് ഹയർ ഷാൽ ബി അഡോപ്റ്റഡ് ആസ് ദ GAV. അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു വീട് പാർട്ട് ഓഫ് ദി ഇയർ സെൽഫ് ഒക്യുപ്പൈഡ് ആണ്, റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ ലെറ്റ് ഔട്ട് ആണ് എന്ന് വിചാരിക്കുക. ഡോണ്ട് വറി, ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? 12 മാസത്തെ എക്സ്പെക്റ്റഡ് റെന്റ് കമ്പ്യൂട്ട് ചെയ്യുക. എത്ര മാസം വാടകയ്ക്ക് കൊടുത്തോ അത്രയും ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ ഏതാണോ ഹയർ വരുന്നത് എന്ത് ചെയ്യുക? പിക്ക് ചെയ്യുക. ആ ഹയർ ആയിരിക്കും നിങ്ങളുടെ എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. എന്നിട്ട് അതിൽ നിന്ന് 12 മാസത്തെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തതിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അത് മറ്റേ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് നിങ്ങൾ ട്രീറ്റേ ചെയ്യേണ്ട. നിങ്ങൾ കിട്ടിയ ആക്ച്വൽ റെന്റും 12 മാസത്തെ എക്സ്പെക്റ്റഡ് റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ഹയർ വെക്ക് ചെയ്യുക. എന്നിട്ട് മൊത്തം 12 മാസത്തേക്ക് എന്ത് കുറച്ചോ മുനിസിപ്പൽ ടാക്സും നിങ്ങൾ കുറച്ച് സാധാരണ പോലെ ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമ്പ്യൂട്ടേഷൻ ചെയ്താൽ മതി. അപ്പം 4ാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയെ പറ്റിയാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. ഏതൊക്കെയായിരുന്നു? 4 എണ്ണം. 1 ലെറ്റ് ഔട്ട്, 2 സെൽഫ് ഒക്യുപ്പൈഡ്, 3 ഡീംഡ് ലെറ്റ് ഔട്ട്, 4 ഏതാ? പാർട്ട് ഓഫ് ദി ഇയർ സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ ലെറ്റ് ഔട്ട്. ആർ യു വിത്ത് മീ? അപ്പൊ നമ്മൾ 4 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി പഠിച്ചു തീർത്തു. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അടുത്ത എന്താ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി? വായിച്ചേ. ഇൻ കേസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി വേർ എ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് എ പോർഷൻ സെൽഫ് ഒക്യുപ്പൈഡ്. അതെന്താ സാധനം? ഒരു വീടിന്റെ ഒരു നില വാടകയ്ക്ക് കൊടുത്തു, മറ്റേ നില ഞാൻ താമസിക്കുന്നു. കൊച്ചിയിലൊക്കെ അത് ഭയങ്കര, കൊച്ചിയിലും നല്ല ബാംഗ്ലൂർ, നിങ്ങൾ ഏത് മെട്രോ സിറ്റി പോയാലും ഇത് ഭയങ്കര കോമൺ ആണ്. 2 നിലയുള്ള വീടുണ്ടാവും, അല്ലെങ്കിൽ 3 നിലയുള്ള വീടുണ്ടാവും. ഒരെണ്ണത്തിൽ ഓണർ, മുകളിൽ മുഴുവൻ ടെനൻസ്. എന്നിട്ട് വൈകിട്ട് രാത്രി ടെനൻസ് അതിലെ ചവിട്ടി പറക്കി നടന്ന ഓണർ രാത്രി ഇറങ്ങി വന്ന് ചീത്ത പറയും. ഇതില്ല, നടക്കാൻ പാടില്ല, തിരിയാൻ പാടില്ല, അനങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയോ ഇല്ലയോ ഡസൻ മാറ്റർ. അത് നമ്മുടെ വിഷയമല്ല, പറയാതിരിക്കുക. സോ അതാണ് ഇൻ കേസ് ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി വേറെ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പൊ തിരിച്ച് ടോപ്പിക്കിലേക്ക് വന്നാലേ, അപ്പൊ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു പോർഷൻ ലെറ്റ് ഔട്ട് ആണ്, റിമൈനിങ് പോർഷൻ എന്താണ്? സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. അത് ഒരു ഫ്ലോറ് വാടകയ്ക്ക് കൊടുത്തു, മറ്റേ ഫ്ലോറിൽ നമ്മൾ താമസിക്കുന്നു. എങ്ങനെ വാല്യൂ ചെയ്യണം? നോക്കിയേ. ഇൻകം ഫ്രം എനി പോർഷൻ or part of property which is let out shall be computed separately under let out property. അതായത് ഇപ്പോൾ 2 നിലയുള്ള വീട്, ഓക്കെ, ഒരു നില എന്ത് ചെയ്തു? ലെറ്റ് ഔട്ട് ചെയ്തു. മറ്റേ നില എന്ത് ചെയ്തു? സെൽഫ് ഒക്യുപ്പൈ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? വാല്യുവേഷൻ ചെയ്യുക. And the other portion or part which is self-occupied shall be computed under self-occupied property category. GAV shall be computed separately based on the proportion of floor area or any other reasonable basis. Simple ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ തരാം, ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാവരും. ഇപ്പം ഇതൊരു വീട്, ഓക്കെ, ഒരു വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഫ്ലോറ്. ആ ഫ്ലോറിൽ ഒരു 500 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറ്, 500 സ്ക്വയർ ഫീറ്റ് ആണ് സെക്കൻഡ് ഫ്ലോറ് എന്ന് വിചാരിക്കുക. അങ്ങനെ 2,1000 സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം വീട്. 500 സ്ക്വയർ ഫീറ്റ് വീതമാണ് 2 നില, ചെറിയ വീടാണ്. അപ്പോൾ ഈ വീട്, ഈ ഫസ്റ്റ് പോർഷൻ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തു. ദിസ് പോർഷൻ നമ്മൾ നമ്മുടെ സ്വന്തം സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി യൂസ് ചെയ്തേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോർഷനെയും മറ്റേ പോർഷനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ ഈ വീടിൻ്റെ ഈ ഫെയർ റെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തം വീടിൻ്റെ ഫെയർ റെന്റ് അല്ലേ? അല്ലേ? മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം വീടിന്റെ മുനിസിപ്പൽ വാല്യൂ അല്ലേ? അതുപോലെ സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തം വീടിന്റെ സ്റ്റാൻഡേർഡ് റെന്റ് അല്ലേ? പക്ഷെ ആക്ച്വൽ റെന്റ് എന്ന് പറയുമ്പോൾ അതി ലെറ്റ് ഔട്ട് ചെയ്തതിന്റെ മാത്രം ആക്ച്വൽ റെന്റ് അല്ലേ? അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഫെയർ റെന്റിന്റെ 50% എടുക്കുക, മുനിസിപ്പൽ വാല്യൂന്റെ 50% എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഫെയർ റെന്റ് മുനിസിപ്പൽ വാല്യൂ കൂടെ കമ്പയർ ചെയ്തിട്ട് ഹയർ എടുത്ത് 50% ആക്കിയാലും മതി. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നിട്ട് വിച്ച് എവർ ഇസ് ഹയർ എടുക്കുക, ആ ഹയറും സ്റ്റാൻഡേർഡ് റെന്റോടെ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏതെടുക്കുക? വിച്ച് എവർ ഇസ് ലോവർ എടുക്കുക. അതായത് സ്റ്റാൻഡേർഡ് റെന്റിന്റെ 50% കൂടെ എടുത്തിട്ട് വിച്ച് എവർ ഇസ് ലോവർ എടുക്കുക. എന്ത് 50%ന്റെ കണക്ക്? കോമൺ സെൻസ് ആലോചിക്കുക. എന്താ 50%? എടേ, മൊത്തം വീടിന്റെ ഫെയർ റെന്റ് അല്ലേ ഇത്? മൊത്തം വീട് സെൽഫ് ഒക്യുപ്പൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. 50%, പകുതി സ്ക്വയർ ഫീറ്റിലുള്ള ഏരിയ അല്ലേ ലെറ്റ് ഔട്ട് ചെയ്തേക്കുന്നേ?
അപ്പം നിങ്ങൾ ഫെയർ റെൻ്റ് എടുത്തിട്ട് പകുതി എടുക്കുക, മുനിസിപ്പൽ വാല്യൂ എടുത്തിട്ട് പകുതി എടുക്കുക, എന്നിട്ട് അതിൽ ഹയർ എടുക്കുക. ആ ഹയറും സ്റ്റാൻഡേർഡ് റെന്റിന്റെ പകുതിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തെടുക്കുക? എക്സ്പെക്ടഡ് റെന്റ് എടുക്കുക. അപ്പൊ ആ പകുതി വീടിന്റെ എക്സ്പെക്ടഡ് റെന്റ് കിട്ടില്ലേ? അതും ആക്ച്വൽ റെന്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അവിടെ ആക്ച്വൽ റെന്റിന്റെ പകുതി എടുക്കാൻ പോകരുത്. കാരണം പകുതി പോർഷന് കിട്ടിയ റെന്റാണ് ആക്ച്വൽ റെന്റ് അല്ലേ? അപ്പൊ ആക്ച്വൽ റെന്റിന്റെ എടുത്തിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏതെടുക്കുക? വിച്ച് ഹയർ എടുക്കുക. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? വാല്യുവേഷൻ ചെയ്യുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മൊത്തം വീടിന്റെ വാല്യൂരായിരിക്കും എപ്പോഴും ക്വസ്റ്റനിൽ തരിക. അതിൽ എത്രയാണോ ലെറ്റ് ഔട്ട് ചെയ്തത് 50% അല്ലേ ലെറ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ എല്ലാ വാല്യൂസും നിങ്ങൾ എത്രയായിട്ട് എടുക്കണം? 50% ആയിട്ട് എടുക്കണം, എക്സെപ്റ്റ് ആക്ച്വൽ റെന്റ്. കാരണം ആ 50% വാടകയ്ക്ക് കൊടുത്തപ്പോൾ കിട്ടിയ വാടകയാണ് ആക്ച്വൽ റെന്റ്. അതിനെ കയറി എന്തെടുക്കരുത്? 50 എടുക്കരുത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം ഇങ്ങനെ വേണം വാല്യുവേഷൻ ചെയ്യാൻ. അതുപോലെ സെൽഫ് ഒക്കുപ്പൈഡ് പോർഷന്റെ GAV നിങ്ങൾ എപ്പോഴും എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. ഇപ്പം 2 പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അതിനെ വാല്യൂ ചെയ്യാനാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞേക്കുന്നത്. ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുത്തു, മറ്റേ പോർഷൻ സെൽഫ് ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ മൊത്തം പ്രോപ്പർട്ടി എടുക്കുക, എന്നിട്ട് അതിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 2 വാല്യുവേഷൻ ചെയ്യുക. ഒരെണ്ണം സെൽഫ് ഒക്കുപ്പൈഡ് പോർഷനും മറ്റത് ലെറ്റ് ഔട്ട് പോർഷനുമായിട്ട് ട്രീറ്റ് ചെയ്ത് പ്രൊപ്പോർഷനേറ്റ് വാല്യുവേഷൻ ചെയ്യാനാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? വാട്ട് ഇസ് ദ ലാസ്റ്റ് പോയിന്റ് ഫ്രണ്ട്സ്? അവസാന പോയിന്റ് എന്താ? ഇൻ കേസ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. നമ്മൾ നേരത്തെ ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡ് സ്കിപ്പ് ചെയ്തില്ലേ? ആ പോയിന്റാണ് പഠിക്കാൻ പോകുന്നത്. ഇൻ കേസ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ബൈ ദ അസസി വിച്ച് ഇസ് നോട്ട് ലെറ്റ് ഔട്ട്, then എന്താ അവർ എഴുതിയിരിക്കുന്നത്? ഇൻകം ഹാസ് ടു ബി കമ്പ്യൂട്ടഡ് ഓൺ നോഷണൽ ബേസിസ് ബൈ ടേക്കിംഗ് എക്സ്പെക്ടഡ് റെന്റ് ആസ് GAV ആഫ്റ്റർ 2 years ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് certificate of completion of construction of the property is obtained from the competent authority. Up to 2 years, nothing taxable. ശ്രദ്ധിച്ചേ, അതായത് ഒരു വീട് എൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. എനിക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അതെൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ബിസിനസ് എന്തായിരിക്കും? വാട്ട് വിൽ ബി മൈ ബിസിനസ്? ഒരു വീടാണ് എൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് എന്താ? ഞാൻ ഡെവലപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കും അല്ലേ? ഞാൻ ഡെവലപ്പർ ആണെന്ന് വിചാരിക്കുക, അത് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഒരു വീട് ഞാൻ പണിതു, ഒരു പ്രോപ്പർട്ടി ഞാൻ പണിതു, അല്ലെങ്കിൽ കുറേ പ്രോപ്പർട്ടികൾ ഞാൻ പണിതു. ഇതൊരു അപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുക, കുറേ പ്രോപ്പർട്ടികൾ ഞാൻ പണിതു. ഈ അപ്പാർട്ട്മെന്റ് മുഴുവൻ എൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലേ? ഈ അപ്പാർട്ട്മെന്റിനൊക്കെ പണി തീർന്നത്, നമുക്ക് ചുമ്മാ ഒരു ഡേറ്റ് ഇടാം, ഒരു 30th November 2025 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയത് ഒരു 30th November 2025 വിചാരിക്കുക. എന്ത് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്? ഒരു പ്രോപ്പർട്ടി നമ്മൾ പണിയാനായിട്ട് ആദ്യം നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. കറസ്പോണ്ടിങ് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്തോ എവിടെയാണോ അവിടെ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. ആ ബിൽഡിംഗ് പെർമിറ്റിനനുസരിച്ച് നമ്മൾ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പാടുള്ളൂ? പണിയാൻ പാടുള്ളൂ. പ്രോപ്പർട്ടിയുടെ പണി കഴിഞ്ഞിട്ട് നമ്മൾ ആ കറസ്പോണ്ടിങ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു എഞ്ചിനീയർ വന്ന് അയാൾ വാല്യൂ ചെയ്യും. അയാൾ നോക്കും ഇത് മുനിസിപ്പൽ ലോസ് പ്രകാരം പെർമിറ്റിനനുസരിച്ചിട്ടാണോ പണിതിരിക്കുന്നതെന്ന്. അങ്ങനെയാണെന്ന് അയാൾ സർട്ടിഫൈ ചെയ്താൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ? കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് ബിൽഡിംഗ് നമ്പർ കിട്ടുള്ളൂ. ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് ബിൽഡിംഗ് നമ്പർ വരും. ആ ബിൽഡിംഗ് നമ്പർ ഉണ്ടെങ്കിലേ നമുക്ക് വെള്ളം ആൻഡ് കറണ്ട് ഒഫീഷ്യൽ കണക്ഷൻസ് കിട്ടുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് മുനിസിപ്പാലിറ്റി ഇത് നിയമം അനുസരിച്ചിട്ടാണ് പണിതിരിക്കുന്നത്, പെർമിറ്റ് അനുസരിച്ചിട്ടാണ് പണിതിരിക്കുന്നത് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് തരുന്നതിനാണ് നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുക. അപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് 30 November 2025 വിചാരിക്കുക. എൻ്റെ ചോദ്യം, ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്? ഏത് ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയ്ക്കാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്ന്? 2025-26. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ ഫിനാൻഷ്യൽ ഇയർ? ഏപ്രിൽ തൊട്ട് മാർച്ച് വരെ തുടങ്ങി തീരുന്ന സൈക്കിളിൽ നമ്മൾ വിളിക്കുന്ന പേരല്ലേ ഫിനാൻഷ്യൽ ഇയർ? ഫിനാൻഷ്യൽ ഇയർ പ്രീവിയസ് ഇയർ ആണോ അസസ്മെന്റ് ഇയർ ആണോ? ഫിനാൻഷ്യൽ ഇയർ പ്രീവിയസ് ഇയർ ആണോ അസസ്മെന്റ് ഇയർ ആണോ? അത് പ്രീവിയസ് ഇയറും ആകാം, അസസ്മെന്റ് ഇയറും ആകാം. അത് ഇറ്റ് നത്തിങ് ടു ഡു വിത്ത് പ്രീവിയസ് ഇയർ or അസസ്മെന്റ് ഇയർ. ഫിനാൻഷ്യൽ ഇയർ സിംപ്ലി മീൻസ് അക്കൗണ്ടിങ് ഇയർ. ദാറ്റ് പീരിയഡ് സ്റ്റാർട്ട്സ് ഫ്രം ഏപ്രിൽ എൻഡ്സ് വിത്ത് മാർച്ച്. ആ ഒരു പീരീഡിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് എന്ത്? ഫിനാൻഷ്യൽ ഇയർ. അത് 25-26 ഒരു പ്രീവിയസ് ഇയർ ആണ്, കഴിഞ്ഞ പ്രീവിയസ് ഇയറിന്റെ അസസ്മെന്റ് ഇയറുമാണ് അല്ലേ? 24-25 പ്രീവിയസ് ഇയറിന്റെ അസസ്മെന്റ് ഇയർ അല്ലേ? 25-26
ഈ 25-26 തന്നെ ഒരു പ്രീവിയസ് ഇയർ അല്ലേ? അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ആണ് കേട്ടോ. അത് പ്രീവിയസ് ഇയറോ അസസ്മെന്റ് ഇയറോ അല്ല നമ്മൾ വിളിക്കുക. ദാറ്റ് ഇസ് ജസ്റ്റ് എ പീരീഡ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 30 നവംബർ 2025 പറഞ്ഞാൽ 25-26 ഫിനാൻഷ്യൽ ഇയറിലല്ലേ വരുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാ? ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ഡേറ്റ് 31 മാർച്ച് 2026. ഈ ഡേറ്റ് തൊട്ട് 2 വർഷം എന്ന് പറഞ്ഞാൽ 31 മാർച്ച് 2028 വരെ, അതായത് ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഞാൻ വിൽക്കാൻ വെച്ചേക്കുക 31 മാർച്ച് 2028 എനിക്ക് 30 നവംബർ 2025 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതാ. ഇന്നത്തെ ഡേറ്റ് 30 മാർച്ച് 2028 ഇതുവരെ ആരും വന്നില്ല, ബയർ വന്നില്ല. ഞാൻ സ്റ്റോക്ക് അറ്റൻഡ് വെച്ചേക്കുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? 31 മാർച്ച് 2028 വരെ എനിക്ക് ഇതിന്റെ ഒക്കെ GAV എത്രയായിട്ട് കാണിക്കാം? 0 ആയിട്ട് കാണിക്കാം. GAV എന്തായിട്ട് കാണിക്കാം? 0 ആയിട്ട് കാണിക്കാം. ഒരു കുഴപ്പമില്ല. ഇതിന്റെ ഒക്കെ GAV എനിക്ക് 0 ആയിട്ട് കാണിക്കാം. 31 മാർച്ച് 2028 ബയർ വന്നിട്ടില്ലെങ്കിൽ 28-29 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രോപ്പർട്ടിയുടെ എക്സ്പെക്റ്റഡ് റെന്റ് ഞങ്ങൾ പിടിച്ച് എന്താക്കി മാറ്റും? GAV ആക്കി മാറ്റും. അപ്പൊ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് തൊട്ട് തുടങ്ങി 2 വർഷം വരെ അതിന്റെ GAV 0 ആയിരിക്കും. അതിനുള്ളിൽ വിറ്റുപോയാൽ കുഴപ്പമില്ല. വിറ്റ് പോയിട്ടില്ലെങ്കിൽ 3-ാം കൊല്ലം തൊട്ട് അതിന്റെ എന്ത് ഞങ്ങൾ GAV ആക്കും? എക്സ്പെക്റ്റഡ് റെന്റ് ഞങ്ങൾ GAV ആക്കും. വിറ്റ് തീർത്തോണം, അല്ലെങ്കിൽ അത് ശരിക്കും വാടകയ്ക്ക് കൊടുത്തോണം. ചുമ്മാ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ 3rd ഇയർ തൊട്ട് ഞങ്ങൾ അതിന്റെ എക്സ്പെക്റ്റഡ് റെന്റ് പിടിച്ച് എന്താക്കും? ഗ്രോസ് ആനുവൽ വാല്യൂ ആക്കും. ഇതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആർ യു ഓൾ ഹിയർ? സാധാരണ കൊള്ളാവുന്ന ഒരു ബിൽഡറാണ് ഇത്രയൊന്നും പോകില്ല കേട്ടോ. കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ വിറ്റ് നോക്കുള്ളൂ. ഇപ്പോൾ സ്കൈലൈനും അസറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ലോഞ്ച് ചെയ്യുന്നതേ സാധനം വിറ്റ് നോക്കുള്ളൂ. എന്നാൽ ആക്ട് പറയാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി, ആ ഫിനാൻഷ്യൽ ഇയറിന് എൻ്റെ തുടങ്ങി ഒരു 2 വർഷമായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുക. കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഞങ്ങളത് വാടകയ്ക്ക് കൊടുത്തായിട്ട് എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. അതിൻ്റെ എക്സ്പെക്റ്റഡ് റെന്റ് പിടിച്ച് ഞങ്ങൾ എന്താക്കി മാറ്റും? GAV ആക്കി മാറ്റും. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് ഒന്ന് നോക്കാം ഫ്രണ്ട്സ്. നമുക്ക് ആ മുകളിൽ സ്കിപ്പ് ചെയ്ത പോയിന്റിലേക്ക് ഒന്ന് പോവാം. എന്താ അത്? ഇനി അത് വായിച്ചാൽ മനസ്സിലാവും. ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി വിൽ ബി ചാർജ്ഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വേർ ഇറ്റ് ഇസ് ഹെൽഡ് ബൈ ദ അസസി ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓഫ് ബിസിനസ് ഓൾസോ. നിങ്ങൾ ബിസിനസിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ മാനുവൽ വാല്യൂ ഞങ്ങൾ എന്താക്കി മാറ്റും? ടാക്സബിൾ ഇൻകം ആക്കി മാറ്റും. എപ്പോ? വായിച്ചേ. ഹൗഎവർ annual value of property being stock in trade would be treated as nil for a period of 2 years from the end of the financial year in which certificate of completion of construction of the property is obtained. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് തൊട്ട് 2 വർഷം വരെ ആ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ഞങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? 0 ട്രീറ്റ് ചെയ്യും. From the competent authority if such property is not let out during such period. ആ പ്രോപ്പർട്ടി നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല, ചുമ്മാ ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 2 വർഷം വരെ അതിന്റെ ആനുവൽ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. കഴിഞ്ഞിട്ടില്ല. ഇനി ആ പ്രോപ്പർട്ടിയിലേക്ക് വന്നേ. ഇൻകം ഹാസ് ടു ബി കമ്പ്യൂട്ടഡ് ഓൺ നോഷണൽ ബേസിസ് ബൈ ടേക്കിംഗ് expected rent as GAV after 2 years from the end of the financial year in which certificate of completion of construction of the property is obtained from the competent authority. 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ അത് ശരിക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെയും സ്റ്റോക്ക് ആയിട്ട് തന്നെ കാണിച്ചു പോവുകയാണെങ്കിൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല. അതിന്റെ എക്സ്പെക്റ്റഡ് റെന്റ് പിടിച്ച് ഞങ്ങൾ എന്താക്കി മാറ്റും? ഗ്രോസ് ആനുവൽ വാല്യൂ ആക്കി മാറ്റും. സോ ഇതൊരു നോഷണൽ ഇൻകത്തിനെയാണ് ടാക്സ് ചെയ്യുന്നത്. എന്താ നോഷണൽ ഇൻകം? അതായത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ ആക്ച്വൽ ഇൻകം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വാടക കിട്ടുന്നില്ലേ? ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയും ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഒക്കെ 3-ാം കൊല്ലവും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ വരുമാനം? ഇല്ല. ഇല്ലെങ്കിലും ഞങ്ങൾ വരുമാനം കിട്ടുന്നതായി ഞങ്ങൾ ഡീം ചെയ്ത് നിങ്ങളെ കൊണ്ട് ദണ്ടടപ്പിക്കും, ടാക്സ് അടപ്പിക്കും. നമ്മൾ നോഷണൽ ഇൻകം എന്ന് പറയും. എന്താ നോഷണൽ ഇൻകം? അങ്ങനെ ഒരു ഇൻകം ഇല്ല, ഉണ്ട് എന്ന് ഞങ്ങൾ പറയും. ദാറ്റ്സ് നോട്ട് റിയൽ ഇൻകം, ഇറ്റ് ഇസ് ജസ്റ്റ് എ നോഷണൽ ഇൻകം. അതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻകം ഇല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. വാടകയ്ക്ക് കൊടുത്തോ, ചുമ്മാ കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ ഞങ്ങൾ പിടിച്ച് എന്താക്കി മാറ്റും? ടാക്സബിൾ ആക്കി മാറ്റും. ദാറ്റ് ഇസ് വാട്ട് ഡിപ്പാർട്ട്മെന്റ് സേസ്. ആർ യു ഓൾ ഹിയർ? അപ്പോൾ ഇതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു നോട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു. ഏതാ? ഈ നോട്ട് 3. എന്താ നോട്ട് 3? ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആഫ്റ്റർ 2 years ആസ് അബവ് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആൻഡ് ടാക്സബിൾ അക്കോർഡിംഗ്ലി. 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്തത്. കാരണം അവിടെ ഇത് പറഞ്ഞാൽ ഇതെന്താണെന്ന് നമുക്കൊരു ഗ്രിപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ അതങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഒറ്റയടിക്ക് രണ്ടും തീരും. ക്ലിയർ ആണോ പറഞ്ഞതല്ല? അപ്പോൾ എത്ര തരം പ്രോപ്പർട്ടികളുണ്ട്? 6 തരം. ലെറ്റ് ഔട്ടിന്റെ GAV എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം?
Fair rent, municipal value, higher. Higher with the standard rent, lower. Lower is said to be expected rent. Compare the expected rent with actual rent and pick the higher. Ini actual rent is less compared to the expected rent due to what? Vacancy. You can take the actual rent itself as the GAV. അതവിടെ കഴിഞ്ഞു. 2 self occupied, GAV shall be 0. 3 deemed let out, അതായത് രണ്ടിൽ കൂടുതൽ വീടുകൾ സെൽഫ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ the third one or a fourth one will be deemed let out. Expected rent shall be the GAV. അടുത്തത് a property where a part of the year let out, remaining part of the year self occupied. തിരിച്ചു ആകാം, part of the year self occupied, remaining part of the year let out. എന്ത് ചെയ്യുക? 12 മാസത്തെ expected rent have to be compared with the actual rent. Pick the higher. That shall be the GAV. അടുത്ത ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഏതാ? എ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ സെൽഫ് ഒക്കുപ്പൈഡ്. ഒരു വീടിന്റെ ഒരു ഭാഗം ലെറ്റ് ഔട്ട് ചെയ്ത് മറ്റേ ഭാഗം സെൽഫ് ഒക്കുപ്പൈ ചെയ്യുന്നു. രണ്ട് പ്രപ്പോർഷൻ ആയിട്ട് തന്നെ സെൽഫ് ഒക്കുപ്പൈഡും ലെറ്റ് ഔട്ടും എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് സ്ക്വയർ ഫീറ്റ് ലെറ്റ് ഔട്ട് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് സ്ക്വയർ ഫീറ്റ് സെൽഫ് ഒക്കുപ്പൈഡ്. ആ പ്രൊപ്പോർഷൻ വെച്ചിട്ട് നിങ്ങൾ അതിനെ രണ്ട് കമ്പ്യൂട്ടേഷൻ ചെയ്ത് ആൻസർ ചെയ്യുക. ആൻഡ് ദ ഫൈനൽ വൺ സ്റ്റോക്ക് ഇൻ ട്രേഡ്. That too after 2 years from the end of the financial year in which you receive the completion certificate. Completion certificate കിട്ടുന്ന ഡേറ്റ് തൊട്ട് 2 വർഷമല്ല. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ കിട്ടിയത് ആ ഫിനാൻഷ്യൽ ഇയറിന് എൻ്റെ തൊട്ട് 2 വർഷം. ഗ്രോസ് ആനുവൽ വാല്യൂ ഷാൽ ബി 0. Thereafter expected rent shall be the gross annual value. ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? 6 തരം പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യനിൽ വരിക. അത് ഏത് പ്രോപ്പർട്ടി ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ? GAV കമ്പ്യൂട്ട് ചെയ്യാൻ. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? സോ ഫ്രണ്ട്സ്, ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് നമ്മൾ GAV എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം എന്നാണ് പഠിച്ചത്. അടുത്തത് ഒരു കോൺസെപ്റ്റ് ആണ് ട്രീറ്റ്മെന്റ് ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. സോ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയുന്ന സാധനത്തിന് ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെൽ മി വാട്ട് യു മീൻ ബൈ അൺറിയലൈസ്ഡ് റെന്റ്. ആ പേരിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുക? ഒരുത്തൻ എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു, പക്ഷെ അവൻ ഇതുവരെ എന്ത് തന്നിട്ടില്ല? വാടക തന്നിട്ടില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? വാടകക്കാരൻ താമസിച്ചു, പക്ഷെ അവൻ എന്ത് തന്നിട്ടില്ല? വാടക തന്നിട്ടില്ല. ഈ അൺറിയലൈസ്ഡ് റെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് അടിയിൽ നോക്കാം. ആക്ച്വൽ റെന്റ് റിസീവബിൾ ഷുഡ് നോട്ട് ഇൻക്ലൂഡ് അൺറിയലൈസ്ഡ് റെന്റ്. കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ആസ് പെർ റൂൾ നമ്പർ 4. നിങ്ങളുടെ ആക്ച്വൽ റെന്റിനകത്ത് താഴെ പറയുന്ന 4 കണ്ടീഷൻ, 1, 2, 3, 4, ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആക്ച്വൽ റെന്റിനകത്ത് നിങ്ങൾ അൺറിയലൈസ്ഡ് റെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? ആഡ് ചെയ്യാൻ പാടില്ല. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആക്ച്വൽ റെന്റിൽ നിന്നും അൺറിയലൈസ്ഡ് റെന്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആക്ച്വൽ റെന്റിനകത്ത് നിങ്ങൾ അൺറിയലൈസ്ഡ് റെന്റും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ അത് എക്സ്പെക്ടഡ് റെന്റുമായിട്ട് എന്ത് ചെയ്യാൻ? കമ്പയർ ചെയ്യാൻ. ആർ യു വിത്ത് മീ? അപ്പോൾ 4 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ ഒന്ന് വായിച്ചേ. ടെനൻസി ഷുഡ് ബി ഇൻ ഗുഡ് ഫെയ്ത്ത്. വാട്ട് യു മീൻ ബൈ ടെനൻസി ഷുഡ് ബി ഇൻ ഗുഡ് ഫെയ്ത്ത്? നല്ല ഉദ്ദേശത്തോടെ വാടക കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ള റെന്റൽ എഗ്രിമെന്റ് ആയിരിക്കണം. മറ്റേ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിക്കുന്ന ഉടായ്പ പരിപാടി വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. നല്ല ഉദ്ദേശത്തോടെ ഇൻ ഗുഡ് ഫെയ്ത്ത് എൻറ്റർ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരിക്കണം. ദെൻ 2, ദ ഡിഫോൾട്ടിംഗ് ടെനന്റ് ഹാസ് വെക്കേറ്റഡ് ഓർ സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ടു കമ്പൽ ഹിം ടു വെക്കേറ്റ്. വാടക തരാത്തവനെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഇവിടെ ശ്രദ്ധിച്ചേ. വാടക തരാത്തവനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിൽ പിടിച്ച് പുറത്താക്കും. അല്ലെങ്കിൽ അവനോട് പുറത്താക്കാനുള്ള നമ്മൾ സ്റ്റെപ്സ് ഇനീഷ്യേറ്റ് ചെയ്യും. എന്താ പുറത്താക്കാനുള്ള സ്റ്റെപ്പ് ഇനീഷ്യേറ്റ് ചെയ്യുക? അവൻ നമ്മൾ ഒഫീഷ്യലി ഒരു മെസ്സേജ് കൊടുക്കും. നീ വാടക തന്നിട്ടില്ല, അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ വീട് എന്ത് ചെയ്തോണം? കാലി ചെയ്തോണം. അപ്പം നിങ്ങൾ ഒന്നിലെ അവനെ വെക്കേറ്റ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകണം. ദെൻ അടുത്ത എന്താ? ദ ഡീഫോൾട്ടിംഗ് ടെനന്റ് ഇസ് നോട്ട് എൻ ഒക്യുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ അസസി. അവൻ നിങ്ങളുടെ വേറൊരു പ്രോപ്പർട്ടിയിലും ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ടെനന്റ് ആവാൻ പാടില്ല. And finally, the assessee has taken all reasonable steps to institute legal proceedings for recovery of the unpaid rent or satisfies AO that legal proceedings would be useless. അതെന്താ അത്? അതായത് നമ്മൾ സാധാരണ ഈ ടെനന്റിനോട് പറയുകയാണ് നിങ്ങൾ വെക്കേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവൻ ചിലപ്പോൾ മുടയിറക്കും. എന്ത് മുടയിറക്കും? ആ സൗകര്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ കോളറിന് പിടിച്ച് വെളിയിൽ കളയണോ? ഇല്ല. നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം, അല്ലേ?
എനിക്ക് അവൻ ഇത്ര മാസമായിട്ട് വാടക തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എയോട് പറയണം ഇവന് എഗനസ്റ്റ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല. അതെന്താ അത്? അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരാൾ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു തീവ്രവാദിയായിരുന്നു, അവൻ ഓൾറെഡി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അവൻ എഗനസ്റ്റ് ഒരു കേസ് കൂടെ കൊടുക്കുകയാണ്, അവൻ വാടക തന്നിട്ടില്ല. അപ്പോൾ കോടതി എന്ത് പറയും? അവനെ എന്നാൽ 2 തവണ തൂക്കിക്കൊല്ലാം എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ കേസ് കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. സേ ഫോർ എക്സാമ്പിൾ ഇൻസോൾവൻ്റ് ആയിപ്പോയി, ടെനന്റ് എന്തായി? പാപ്പരായി, ഇൻസോൾവൻ്റ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. കേസ് കൊടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല. അല്ലെങ്കിൽ ടെനന്റ് മരിച്ചു, അവന് ബന്ധക്കാരും ഇല്ല. അല്ലെങ്കിൽ ടെനന്റ് ഒരു തീവ്രവാദിയാണ്, അവൻ ഓൾറെഡി അകത്താ, NIA പിടിച്ച് അവൻ അകത്തിട്ടേക്കുകയാണ്. ഇനി അവൻ എങ്ങനെ നിങ്ങൾ മറ്റേ റെന്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് പരാതി കൊടുത്താൽ NIA പുതിയൊരു കേസ് എടുക്കുമോ? എന്നിട്ട് ശരിക്കും നിങ്ങൾക്ക് റെന്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള അന്വേഷണം നടത്തുമോ? ഇല്ല. പോയി പണം നോക്കാൻ പറയും. ഇവിടെ അതിലും വലിയ തല പോകുന്ന പ്രശ്നങ്ങൾ ഇറക്കുന്നിടയ്ക്ക് ഇമാതിരി ഞഞ്ഞാവിഞ്ഞായും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞ് ഓടിച്ചു വിടില്ലേ? അതാണ് കാര്യം. അപ്പോൾ ഒന്നിലേ നിങ്ങൾ അവൻ എഗനസ്റ്റ് ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അസിംഗ് ഓഫീസറോട് പറയുക അവൻ എഗനസ്റ്റ് ലീഗൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് യാതൊരു ഗുണവുമില്ല എന്നുള്ളൊരു ഫാക്ട് നിങ്ങൾ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഐ യു ഓൾ ഹിയർ? പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? സോ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അൺറിയലൈസ്ഡ് റെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽ റെന്റിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റിലൂടെ കൂട്ടിയായിരിക്കണം നിങ്ങൾ ആക്ച്വൽ റെന്റ് എന്ത് ചെയ്യേണ്ടത്? കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? സോ ഫ്രണ്ട്സ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത കോൺസെപ്റ്റ് എന്താ? നമ്മൾ നേരത്തെ കമ്പ്യൂട്ടേഷന്റെ ഫോർമാറ്റ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ലേൺഡ്? ആ ഫോർമാറ്റിൽ ആദ്യത്തെ സാധനം എന്തായിരുന്നു? ഗ്രോസ് ആനുവൽ വാല്യൂന്റെ കമ്പ്യൂട്ടേഷൻ ആയിരുന്നു. ദാറ്റ് വി ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഈ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാന്നാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്? മുനിസിപ്പൽ ടാക്സ് റിഡക്ഷൻ എടുക്കാന്നല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ? എന്താണ് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ഷൻ എങ്ങനെ എടുക്കാം? ദാറ്റ് ഇസ് വാട്ട് വി ആർ അബൌട്ട് ടു ഡിസ്കസ്. എന്താ മുനിസിപ്പൽ ടാക്സ്? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തിന് നിങ്ങൾ ഓരോ വർഷവും ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് കാരണം അടയ്ക്കുന്ന ടാക്സസിനാണ് നമ്മൾ എന്തെന്ന് പറയുക? മുനിസിപ്പൽ ടാക്സസ് എന്ന് പറയുക അല്ലേ? ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രോപ്പർട്ടി ടാക്സസ് ആർ അലൗഡ് ആസ് ഡിഡക്ഷൻ ഫ്രം ദ ഗ്രോസ് ആനുവൽ വാല്യൂ. നോട്ട് ഓൺലി പ്രോപ്പർട്ടി ടാക്സ് ബട്ട് എഴുതി വെച്ചോ, വാട്ടർ ടാക്സ്, സിവറേജ് ടാക്സ്, സിവറേജ് ടാക്സും വാട്ടർ ടാക്സസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം? നിങ്ങൾക്ക് മുനിസിപ്പൽ ടാക്സസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ സിവറേജ് ടാക്സും വാട്ടർ ടാക്സും ബോത്ത് ആർ ഇൻക്ലൂഡഡ് ആസ് വാട്ട്? മുനിസിപ്പൽ ടാക്സസ്. പ്രോപ്പർട്ടി ടാക്സും സിവറേജ് ടാക്സും വാട്ടർ ടാക്സും നിങ്ങൾക്ക് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അത് മൂന്നിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. നൗ ഇനി ഇറ്റ് ഷുഡ് ബി കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ് ഷുഡ് ബി ബോണ്ട് ബൈ ദ അസസി. അസസി തന്നെ വേണം പ്രോപ്പർട്ടി ടാക്സസ് എന്ത് ചെയ്യാൻ? പേയ്മെന്റ് ചെയ്യാൻ. അതെന്താ? അത് വാടകക്കാരനോട് നിങ്ങൾ പറഞ്ഞേക്കാം പ്രോപ്പർട്ടി ടാക്സും വാട്ടർ ടാക്സും സിവറേജ് ടാക്സും അടയ്ക്കണം എന്ന് പറയുകയാണ്. വാടകക്കാരൻ ടെനന്റ് തന്നെയാണ് അടയ്ക്കുന്നതെങ്കിൽ ഒരിക്കലും ഓണർക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. നിങ്ങൾ അടയ്ക്കണം. നിങ്ങൾ അടച്ചാലേ നിങ്ങൾക്ക് അതിന് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. നിങ്ങൾ വാടകക്കാരനോട് പറഞ്ഞിരിക്കുകയാണ് അത് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അവരടയ്ക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. Are you with me? അടുത്ത എന്താ? It should be actually paid during the previous year. കേട്ടെ, അതായത് 2024-25 നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് അടച്ചിട്ടില്ല, നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് അടച്ചില്ല, പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ലയബിൾ ആയി അല്ലെങ്കിൽ പേയബിൾ ആയി, ബട്ട് യു ഹാവ് ഇൻ പെയ്ഡ് ഇറ്റ് ആക്ച്വലി. വിൽ യു ഗെറ്റ് ഇറ്റ് ആസ് എ ഡിഡക്ഷൻ? നോ. ആക്ച്വൽ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. 5000 രൂപയായിരുന്നു പേ ചെയ്യേണ്ടത്, പേ ചെയ്തില്ല. 2025-26 24-25 5000-ഉം 25-26 5000 കൂടെ ചേർത്ത് നിങ്ങൾ 10000 രൂപ എന്തായിട്ട് അടച്ചു? മുനിസിപ്പൽ ടാക്സ് ആയിട്ട് അടച്ചു. തൊട്ടടുത്ത വർഷം, കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ കൂടെ ചേർത്ത് നിങ്ങൾ എത്ര അടച്ചു? 10000 അടച്ചു. എങ്ങനെ? 10 1 5 ലാസ്റ്റ് ഇയർ, 5 ദിസ് ഇയർ. എത്ര ഡിഡക്ഷൻ കിട്ടും? ഫുൾ 10 കിട്ടും. ഫുൾ 10 കിട്ടും. അതായത് കഴിഞ്ഞ വർഷത്തെയും കൂടെ ചേർത്താണ് ഈ വർഷം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം ഡിഡക്ഷൻ കിട്ടൂല. ഈ വർഷം നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? മൊത്തം പേയ്മെന്റിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഏത് വർഷത്തെ പേയ്മെന്റ് ആണെന്നല്ല, അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പേ ചെയ്ത് അത്രയും എമൗണ്ടിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഏത് വർഷത്തെ പേയ്മെന്റ് ആണ് എന്നുള്ളതല്ല, അത് പേ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര, അതിന് മുഴുവൻ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ഇറ്റ് ഇസ് ആക്ച്വലി അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഇൻ ദ ഇയർ ഓഫ് പേയ്മെന്റ്. Now, if in any subsequent year
arrears of property taxes are paid, then amounts so paid shall be allowed as deduction for that year. അതാണ് ഞാൻ പറഞ്ഞത്. arrears ആയിട്ട് നിങ്ങളത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പേ ചെയ്തിട്ടുള്ള വർഷം നിങ്ങൾക്ക് അതിന് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇൻ കേസ് ഓഫ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ശ്രദ്ധിച്ചേ, നിങ്ങളെ ഒരു ROR, ആരാ ROR? ROR ആരാ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ലണ്ടനിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങൾക്ക്, ലണ്ടൻ പ്രോപ്പർട്ടി ഉണ്ട്. ലണ്ടൻ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റെന്റ് കിട്ടുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ റെന്റ് ഇന്ത്യയിൽ ടാക്സബിൾ ആണോ? ആ റെന്റ് ഇന്ത്യയിൽ ടാക്സബിൾ ആണോ? ആണ്. കാരണം എന്താ? റെസിഡൻസ് റൂൾ, ഗ്ലോബൽ ഇൻകം ഷാൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ, അല്ലേ? അപ്പൊ ഒരു സംശയം, ലണ്ടനിലും മുനിസിപ്പാലിറ്റി കാണുമല്ലോ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് വാട്ട് എവർ ദ അതോറിറ്റി കാണൂലേ, അവിടെയും അതുപോലെ ടാക്സസ് അടയ്ക്കുന്നുണ്ടാവില്ലേ? അവിടെ അടച്ച ആ ടാക്സിന് ഇവിടെ ഡിഡക്ഷൻ കിട്ടുമോ? ദ ആൻസർ ഇസ് യെസ്. അവിടുത്തെ റെന്റൽ ഇൻകത്തിന് ടാക്സ് ചെയ്യാമെങ്കിലേ അവിടെ അടച്ചിട്ടുള്ള പ്രോപ്പർട്ടി ടാക്സിന് ഇവിടെ എന്ത് കൊടുക്കണം? ഡിഡക്ഷൻ കൊടുക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ നോക്കിയേ, ടാക്സസ് ലെവീഡ് ബൈ ലോക്കൽ അതോറിറ്റി ഓഫ് ദാറ്റ് കൺട്രി ഇസ് ഡിഡക്റ്റബിൾ. ഒരു സംശയം വേണ്ട. ആ രാജ്യത്ത് അടച്ച ടാക്സിന് നിങ്ങൾക്ക് ഇവിടെ എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അവിടുത്തെ ഇൻകത്തിനെ ടാക്സ് ചെയ്യാമെങ്കിൽ ഡിഡക്ഷൻ കൊടുക്കുകയും ചെയ്യണം. അതാണ് അതിൻ്റെ കാര്യം. അടുത്ത നോക്കിയേ, ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഓർ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഡിഡക്ഷൻ ഓഫ് മുനിസിപ്പൽ ടാക്സ് ഇസ് നോട്ട് അലൗബിൾ. സെൽഫ് ഒക്കുപ്പൈഡ് അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ GAV 0 ആയിട്ട് എടുക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചത്? അതുകൊണ്ട് നിങ്ങൾ അതിനെന്തെടുക്കാൻ പാടില്ല? മുനിസിപ്പൽ ടാക്സ് ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല. ഡീംഡ് ലെറ്റ് ഔട്ട് ആണെങ്കിൽ എടുക്കാം, ആക്ച്വൽ ലെറ്റ് ഔട്ട് ആണെങ്കിൽ എടുക്കാം, പാർട്ട് ഓഫ് ദി ഇയർ ലെറ്റ് ഔട്ട്, റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ സെൽഫ് ഒക്കുപ്പൈഡ് ആണെങ്കിലും എടുക്കാം. സെൽഫ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പാടില്ല. ബാക്കി ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുനിസിപ്പൽ ടാക്സിന് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. എക്സെപ്റ്റ് ഫോർ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി, ഫോർ ഓൾ അതർ പ്രോപ്പർട്ടീസ് യു കൻ ഡെഫിനറ്റ്ലി ക്ലെയിം മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ആസ് വാട്ട് ഫ്രണ്ട്സ്? ഡിഡക്ഷൻ. ക്ലിയർ അല്ലേ? അല്ലേ? ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമിനേഷൻ പഠിച്ചു. മുനിസിപ്പൽ ടാക്സസിന് എങ്ങനെ ഡിഡക്ഷൻ എടുക്കണം നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാ? ഗ്രോസ് ആനുവൽ വാല്യൂ മുനിസിപ്പൽ ടാക്സിന് ഡിഡക്ഷൻ എടുത്താൽ കിട്ടുന്ന ഫിഗറിനെ വിളിക്കുന്ന പേരെന്താ? ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സിന് ഡിഡക്ഷൻ എടുത്താൽ കിട്ടുന്ന ഫിഗറിനെ വിളിക്കുന്ന പേരെന്താണ്? നെറ്റ് ആനുവൽ വാല്യൂ. ആ നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എന്ത് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ ഉദ്ദേശം എന്താ? നിങ്ങളത് ആലോചിക്കുക. ഒരു വീട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് പല ചെലവുകൾ വരില്ലേ? ചിലപ്പോൾ ഞാൻ ആ വീടിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടാവും, ഇൻഷുറൻസ് പ്രീമിയം വരും. ആ വീട് ഞാൻ ഇടയ്ക്ക് പെയിന്റ് അടിക്കുന്നുണ്ടാവും, പെയിന്റിന്റെ ചാർജസ് വരും. പിന്നെ വീട്ടിൽ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ വരില്ലേ? ജനൽ പൊട്ടുക, കമ്പി പൊട്ടുക, കമ്പിയല്ല മറ്റേ ചില്ല് പൊട്ടുക, ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ വരില്ലേ? അപ്പം അങ്ങനെ എനിക്ക് ചിലപ്പോൾ വർഷാവർഷം ചിലപ്പോൾ എന്ത് വരും? ചില എക്സ്പെൻസസ് വരും. ആക്ച്വൽ എക്സ്പെൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നെറ്റ് ആനുവൽ വാല്യൂയുടെ 30% നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ബ്ലൈൻഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അത് ക്ലെയിം ചെയ്താലേ പിന്നെ ആക്ച്വൽ എക്സ്പെൻസുകൾക്കൊന്നും നിങ്ങൾ വേറെ ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല. Irrespective of all the actual expenses, we will give you 30% of NAV every year as a blind deduction by calling it as standard deduction. ഇതൊരു ബ്ലൈൻഡർ ഡിഡക്ഷൻ ആണ്. അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 30% എന്തെടുത്തു? ഡിഡക്ഷൻ എടുത്തു. അറ്റകുറ്റപ്പണി അല്ലാതെ ചില്ലറ എല്ലാം കൂടെ കൂട്ടി 30% ഡിഡക്ഷൻ എടുത്തു. ബാക്കിയുള്ളത് വേണം നിങ്ങൾ എന്തായിട്ട് കാണിക്കാൻ? നിങ്ങളുടെ ടാക്സബിൾ വാല്യൂ ആയിട്ട് കാണിക്കാൻ. സോ നമുക്ക് നോക്കാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 24, ഡിഡക്ഷൻസ് ഫ്രം ആനുവൽ വാല്യൂ. അതിൽ ഫസ്റ്റ് ഡിഡക്ഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. എത്ര സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഇസ് അലൗഡ് ആസ് എ ഫ്ലാറ്റ് ഡിഡക്ഷൻ. വാട്ട് ഇസ് ഫ്ലാറ്റ് ഡിഡക്ഷൻ? ബ്ലൈൻഡർ ഡിഡക്ഷൻ ആണ്. അത്രയും എക്സ്പെൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നെറ്റ് ആനുവൽ വാല്യൂവിന് 30% നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇത് വേറൊരു രീതിയിലും പറയാം. നിങ്ങളുടെ ആക്ച്വൽ എക്സ്പെൻസേ ഈ 30-ൽ കൂടുതലാണെങ്കിലും എത്രയേ കിട്ടുള്ളൂ? 30 കിട്ടുള്ളൂ. നിങ്ങളുടെ ആക്ച്വൽ എക്സ്പെൻസ് ഈ 30 താഴെയാണെങ്കിലും എത്ര കിട്ടും? 30 കിട്ടും. എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ പറയാം. സാധാരണ അത്രയും വലിയ ആക്ച്വൽ എക്സ്പെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. 30% ആണ് മാക്സിമം നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഡിഡക്ഷൻ കിട്ടുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇസ് ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. നിങ്ങൾക്ക് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 30% എന്ത് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ആൻഡ് ഫൈനലി, ഇഫ് NAV ഓഫ് എ പ്രോപ്പർട്ടി ഇസ് നിൽ, ഒരു പ്രോപ്പർട്ടിയുടെ NAV നില്ലാണെങ്കിൽ, അതെപ്പോഴും NAV നില്ലാവുന്നേ? ഈ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ GAV 0 അല്ലേ? മുനിസിപ്പൽ ടാക്സ് റിഡക്ഷൻ കിട്ടില്ലല്ലോ. അപ്പൊ ടെക്നിക്കലി അതിന്റെ NAV 0 അല്ലേ? അതിന്റെ NAV 0 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും 0 ആയിരിക്കില്ലേ? 0യുടെ 30% 0 അല്ലേ? അല്ലേ? അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇഫ് NAV ഓഫ് എ പ്രോപ്പർട്ടി ഇസ് നിൽ
then assessee will not be entitled to standard deduction. ഒരു പ്രോപ്പർട്ടിയുടെ NAV 0 ആണെങ്കിൽ അസസിക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടൂല. കാരണം മാത്തമാറ്റിക്കലി 0യുടെ 30% എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ 0 ആണെങ്കിൽ യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് എനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ആർ യു ഓൾ ഹിയർ? 3 കാര്യങ്ങളാണ്. ഒരു പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണോ അത് നിങ്ങൾക്ക് അതിൻ്റെ 30% നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. 2, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ആണ്. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യു വിൽ ബി ഗെറ്റിംഗ് ഡിഡക്ഷൻ ഫോർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ആൻഡ് ഫൈനലി പ്രോപ്പർട്ടിയുടെ NAV 0 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഓൾസോ വാസ് ക്ലിയർ. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ക്ലിയർ അല്ലേ? അല്ലേ? വെരി ഗുഡ്. So the next concept is section 24B, that is interest on borrowed capital. അതായത് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ ഒക്കെ എന്തെടുക്കും? ലോണുകൾ എടുക്കും അല്ലേ? ആ ലോണിന്റെ ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതായത് ശരിക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ടെക്നിക്കലി 3 ഡിഡക്ഷനേ കിട്ടുള്ളൂ. ഒന്നെന്താ? മുനിസിപ്പൽ ടാക്സസ്. 2, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. 3, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഐദർ കൺസ്ട്രക്ഷൻ ഓർ പർച്ചേസ് ഓർ ഫോർ റിപ്പയർ, റിനോവേഷൻ, എക്സ്പാൻഷൻ എക്സെട്ര എക്സെട്ര. എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അലൗഡ് ആസ് ഡിഡക്ഷൻ. പക്ഷെ അതിന് ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ആ ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന പീരീഡിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. എന്തൊക്കെയത്? ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ കൺസ്ട്രക്ഷൻ ഇസ് കംപ്ലീറ്റഡ്. എന്താ കോൺസെപ്റ്റ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഈ പ്രശ്നങ്ങൾ, പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എന്തെടുക്കും? ലോൺ എടുക്കും അല്ലേ? ലോൺ എടുത്ത് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഹൗസ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇട്ട പോലെ പണി തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ? അല്ല. നമുക്കൊരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും പണി തീരാൻ അല്ലേ? കുറച്ച് വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുക്കില്ലേ പണി തീരാൻ. അപ്പൊ ഈ ലോൺ എടുത്തു, ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റഡ് ആയാലേ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് എന്ന് പറയുന്ന സാധനം പിക്ചറിലേക്ക് വരുള്ളൂ. അതായത് ഒരു പ്രോപ്പർട്ടി പണിയാൻ തുടങ്ങുമ്പോൾ അത് ഹൗസ് പ്രോപ്പർട്ടി ആണോ? അല്ല. ആ പ്രോപ്പർട്ടിയുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേ അവിടെ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ലോൺ എടുക്കുമ്പോൾ തൊട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നില്ലേ? ഇല്ലേ? അപ്പൊ ലോൺ എടുക്കുന്ന മൊമെന്റിൽ നിങ്ങൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങളത് പണിയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ചോദ്യം ഇതാണ്, ഹൗസ് പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അടച്ചിട്ടുള്ള ഇൻട്രസ്റ്റുകളെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ്. നമ്മളൊരു പ്രോപ്പർട്ടി കൺസ്ട്രക്റ്റഡ് ആവുന്നതിന് തൊട്ട് പുറകെ മുന്നോട്ടുള്ള വർഷങ്ങളിലെ ഇൻട്രസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ ഇൻട്രസ്റ്റ്. ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അത് നിങ്ങൾ എന്ത് ചെയ്യണം? അക്യൂമുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷനിൽ വേണം നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യാൻ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ. നമുക്കതിന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് പഠിച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ തരാം. വായിച്ച് എൻ്റെ ഒപ്പം വായിക്കണം, എന്നാൽ അത് മനസ്സിലാവുള്ളൂ. എന്താ അത്? ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ്. പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ് ഇസ് ദ പീരിയഡ് prior to the previous year in which the property is acquired or construction is completed. The total interest in the pre-construction period shall be claimed in 5 equal installments from the year of completion of construction. Year of completion of construction തൊട്ട് അടുത്ത 5 വർഷത്തേക്ക് ആ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റിന്റെ ടോട്ടലിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അമോർട്ടൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ് ഇത് എന്ന് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ലിസൺ. നമ്മളെ ഒരു എക്സാമ്പിൾ പറഞ്ഞ 1 ഏപ്രിൽ 2022 ഞാനൊരു ലോൺ എടുത്തു. ഞാനൊരു 10 ലക്ഷം രൂപ എന്തെടുത്തു? ലോൺ എടുത്തു ഫോർ കൺസ്ട്രക്ടിങ് എ ഹൗസ് പ്രോപ്പർട്ടി. ഒരു ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ. കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, ഒരു വീട് പണിയാനായിട്ട് ഞാൻ 10 ലക്ഷം രൂപ എന്തെടുത്തു? ലോൺ എടുത്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 12% ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. ഒരു വർഷം അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 12% ആണെന്ന് വിചാരിക്കുക. ഇനി ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ പണി കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ പണി കംപ്ലീറ്റഡ് ആയത് ഒരു 5 നവംബർ 2025 5 നവംബർ 2025 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്നാണ്? ശ്രദ്ധിച്ചേ,
5th November 2025 അപ്പൊ എന്റെ ചോദ്യം, ഏത് പ്രീവിയസ് ഇയറിലാണ് ഈ പ്രോപ്പർട്ടിയുടെ പണി കംപ്ലീറ്റ് ആയത്? അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഏത് പ്രീവിയസ് ഇയറിൽ നിലവിൽ വന്നു? ഈ പ്രോപ്പർട്ടി ഏത് പ്രീവിയസ് ഇയറിൽ ഇൻ എക്സിസ്റ്റൻസ് ആയി? 2025-26 ഇയറിൽ ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ 25-26 ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു ഹെഡ് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാം. സോ ഇതിനെ ഈ ഇയറിനെ വിളിക്കുന്ന പേരാണ് ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? 25-26 നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ എന്നാണ് വിളിക്കുക. ആർ യു വിത്ത് മീ? അപ്പൊ ഇതിലെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഏതായിരിക്കും? ഇനി കോമൺ സെൻസാ. ഇതിലെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 1 April 2022 തൊട്ട് എന്ന് വരെ വരും? 31 March 2025 വരെ. 24 അല്ല, 25 വരെ. അതായത് 22, 23 തൊട്ട് 24, 25 വരെയുള്ള വർഷങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ദിസ് ഇസ് ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ പിള്ളേരെ? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സിംപ്ലി മീൻസ് ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷന് തൊട്ടു പുറകിലത്തെ വർഷം വരെയാണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ലോൺ എടുത്ത ഡേറ്റ് തൊട്ട് ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷന്റെ തൊട്ടു പുറകിലത്തെ വർഷം വരെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ബിക്കോസ് യുവർ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഇസ് ഓൾവേസ് കൺസിഡർഡ് ആസ് എ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ്. എന്താ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ്? കഴിഞ്ഞു, കംപ്ലീഷൻ ആയി. ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുകൊണ്ട് ഇയർ ഓഫ് കംപ്ലീഷൻ ഒരിക്കലും പ്രീ കൺസ്ട്രക്ഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല. അതിന് തൊട്ട് മുന്നത്തെ വരെയുള്ള വർഷം വേണം നിങ്ങൾ എന്തായിട്ട് എടുക്കാൻ? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് എടുക്കാൻ. ഇമാജിൻ ദർ ഇസ് നോ പ്രിൻസിപ്പൽ റീപേയ്മെന്റ്. ഇവിടെ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ഒന്നും തന്നെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ ചോദ്യം, 22-23 മൊത്തം ഇൻട്രസ്റ്റ് എത്ര വരും? 22-23 മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര വരും? 10 lakhs മുകളിൽ 12%. എത്ര വരും? എത്ര വരും പിള്ളേരെ? 1,20,000 അല്ലേ വരിക? 23-24 ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര വരും? അതും 1,20,000 തന്നെ, കാരണം പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ഇല്ലല്ലോ. 24-25 ഇൻട്രസ്റ്റ് ഓൺ എത്ര വരും? 1,20,000 തന്നെ. ഇത് മൂന്നും കൂടെ നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യണം. അക്യൂമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ? 3,60,000. ഈ 3,60,000 രൂപ നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്ത് ഏത് വർഷം തൊട്ട് അതിന് റിഡക്ഷൻ ക്ലെയിം ചെയ്യണം? 2025-26 തൊട്ട് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണം നിങ്ങൾ അതിന് എന്ത് ക്ലെയിം ചെയ്യാൻ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ. അതായത് ആ 3,60,000 ഒറ്റയടിക്കൊണ്ട് 25-26 ക്ലെയിം ചെയ്യരുത്. 5 വർഷമായിട്ട് ഈക്വലി നിങ്ങൾ എന്ത് ചെയ്യണം? അമോർട്ടൈസ് ചെയ്യണം. 5 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഏതൊക്കെ വരും ആ 5 വർഷത്തിന്റെ സൈക്കിളിൽ. 25, 26, 26, 27, 27, 28, 28, 29, 29, 30. ഇതല്ലേ 5 വർഷം? ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ തൊട്ട് അടുത്ത 5 വർഷത്തേക്ക് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? അമോർട്ടൈസ് ചെയ്യുക. എത്രയാ? 3,60,000 ഡിവൈഡഡ് ബൈ 5 എത്രയാ? 72,000. 25-26 72,000 പ്ലസ് കറണ്ട് ഇയർ ഇൻട്രസ്റ്റ്. അതെന്താ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ്? 25-26 ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുകയല്ലേ? ആ വർഷത്തെ കറണ്ട് ഇയർ ഇൻട്രസ്റ്റും വരും, മറ്റേ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ 1/5 വരും. രണ്ടിനും കൂടെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. 25-26 സെയിം 72,000 പ്ലസ് കറണ്ട് ഇയർ ഇൻട്രസ്റ്റ്. 27-28 സെയിം 72,000 പ്ലസ് കറണ്ട് ഇയർ ഇൻട്രസ്റ്റ്. 28-29 സെയിം. 29-30 സെയിം. 30-31 തൊട്ട് കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് മാത്രമേ എന്തിൽ വരുള്ളൂ? പിക്ചറിൽ വരുള്ളൂ. ആർ യു ഓൾ ഹിയർ? ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ ഒരു ലോൺ എടുത്ത് നിങ്ങൾ ഒരു കൺസ്ട്രക്ഷനോ പർച്ചേസോ നടത്തുകയാണെങ്കിൽ ആ കൺസ്ട്രക്ഷനോ പർച്ചേസോ നടത്തുന്നിടം വരെ, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് നടത്തുന്ന വർഷം ഇസ് ദ ഇയർ ഓഫ് കംപ്ലീഷൻ. അതിന് തൊട്ടു പുറകിലത്തെ വർഷം വരെ നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഇത് വരാം. നിങ്ങൾ ലോൺ നേരത്തെ എടുത്തു, പർച്ചേസ് പിന്നെയാണ് ചെയ്യുന്നത്, അവിടെ എന്ത് വരാം? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്നാണ് നമ്മൾ അതിനെയും വിളിക്കുക, അവിടെ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലെങ്കിലും. ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ മൊത്തം ഇൻട്രസ്റ്റിനെ നിങ്ങൾ പിടിച്ചിട്ട് എന്ത് ചെയ്യുക? അക്യൂമുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ തൊട്ട് അതിനെ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യുക? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക. ആർ യു വിത്ത് മീ? ഇതാണ് അതിന്റെ യഥാർത്ഥ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്നോട്ട് എന്ന് വരെയാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഓർത്തോണം, ഏത് വർഷമാണോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത്
ആ വർഷം is said to be completion year. അതിന് തൊട്ട് പുറകിലത്തെ വർഷം വരെയാണ് നമ്മൾ എപ്പോഴും എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെ 22-23 തൊട്ട് 24-25 വരെയാണ് നമ്മുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് ആ പഠിച്ച കോൺസെപ്റ്റിന്റെ തിയറി ഒന്ന് നോക്കാം. എന്താണ് തിയറി വരുന്നത് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, എന്താ പറയണേ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അലൗഡ് ആസ് ഡിഡക്ഷൻ. അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുക. ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് ആദ്യം വിളിക്കുക. എന്താ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇസ് ദ പീരീഡ് പ്രയർ ടു ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് പ്രോപ്പർട്ടി ഈസ് അക്വയർഡ് ഓർ കൺസ്ട്രക്ഷൻ ഇസ് കംപ്ലീറ്റഡ്. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ആയ വർഷം പ്രീ അല്ല, അതിന് തൊട്ട് പുറകിലത്തെ വർഷം ആണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? തൊട്ട് പുറകിലത്തെ വർഷം വരെയാണ് പ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. എന്ന് തൊട്ട്? ലോൺ എടുത്ത ഡേറ്റ് തൊട്ട്. ഇനി ആ ടോട്ടൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഷാൽ ബി ക്ലെയിംഡ് ഇൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ഫ്രം ദ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ. ഇനി അപ്പോൾ ഒരു സംശയം, ഇൻട്രസ്റ്റ് ഫോർ ദ ഇയർ ഇൻ വിച്ച് കൺസ്ട്രക്ഷൻ ഇസ് കംപ്ലീറ്റഡ് ഓർ പ്രോപ്പർട്ടി ഇസ് അക്വയർഡ്, നമ്മുടെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് അല്ലേ? അതിൽ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യണം? വായിക്കണ്ട. എന്ത് ചെയ്യണം? അതാത് വർഷങ്ങളിൽ തന്നെ നിങ്ങൾ 24B എന്താണ് ക്ലെയിം ചെയ്യുക? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യുക. അതിന് യാതൊരു സെപ്പറേറ്റ് ട്രീറ്റ്മെന്റും ഇല്ല. വായിച്ചേ, ഇൻട്രസ്റ്റ് റിലേറ്റിംഗ് ടു ദ ഇയർ ഓഫ് completion of construction or acquisition of the property can be fully claimed in that year itself. അതാത് വർഷങ്ങളിൽ തന്നെ അതിന് ഫുള്ള് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യുക? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഉണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിനെയും പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡിനെയും ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഒരു നോട്ട് കൂടെ കിടപ്പുണ്ട്. എന്താ നോട്ട്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഡേറ്റ് ഓഫ് ലോൺ, ends with 31st March of the previous year prior to the PY in which property is acquired or construction is completed. Property completed ആയ ഡേറ്റ് ഏതാന്ന് നോക്കുക. ആ ഫിനാൻഷ്യൽ ഇയറിന്റെ തൊട്ട് പുറകിലുള്ള 31 മാർച്ച് വരെയാണ് നിങ്ങളുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. തുടങ്ങുന്നത് എന്നോട്ടാ? ലോൺ എടുക്കുന്ന ഡേറ്റ് തൊട്ട്. ക്ലിയർ അല്ലേ? ആ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അക്യുമുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അതിന് എന്ത് ക്ലെയിം ചെയ്യണം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണം. അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്താണ്? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് ക്ലോസ്? പ്രോപ്പർട്ടി വന്നാലേ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡ് ഓപ്പൺ ആവുള്ളൂ. ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് ഓപ്പൺ ആയി കഴിഞ്ഞേ നിങ്ങൾ ഇൻട്രസ്റ്റിന് എന്ത് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. ദിസ് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ദിസ് പെർട്ടിക്കുലർ തിങ്. പറഞ്ഞത് ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാനേ ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ. നമ്മൾ ഈ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഇല്ല, അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഇല്ലേ? ഇല്ലേ? എന്താ പ്രത്യേകത? അതിന്റെ GAV എത്രയാ? വാട്ട് ഇസ് ദ GAV ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഓർ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി? 0 ആണ് അല്ലേ? ശരി. മുനിസിപ്പൽ ടാക്സസ് റിഡക്ഷൻ കിട്ടുമോ? ഇല്ല. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ കിട്ടുമോ? ഇല്ല. കാരണം NAV 0 ആയിരിക്കും. 0യുടെ 30% 0 ആയിരിക്കും അല്ലേ? പക്ഷെ ആ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് ഒരൊറ്റ ബെനിഫിറ്റ് കിട്ടും. എന്താ അത്? അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. എന്താണ് അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ്, ഞാനൊരു സാലറീഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആരാ? സാലറീഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ സാലറീഡ് ആയിട്ടുള്ള എനിക്ക് സാലറി കിട്ടുമ്പോൾ അത് സാലറി ഹെഡിൽ ടാക്സബിൾ ആവില്ലേ? ഇല്ലേ? ആ വരുമാനം ഉപയോഗിച്ചിട്ടായിരിക്കില്ലേ ഞാനൊരു വീട് മേടിക്കാനായിട്ട് ലോൺ എടുക്കുന്നത്? അല്ലെങ്കിൽ ആ വരുമാനം ഉപയോഗിച്ചിട്ടായിരിക്കില്ല ഞാനൊരു വീട് മേടിക്കുന്നത്. അങ്ങനെ ഞാൻ വീട് മേടിക്കുന്നു, ആ വീട്ടിൽ ഞാൻ താമസിക്കുന്നു. അപ്പോൾ അത് എന്ത് പ്രോപ്പർട്ടിയാ? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി അല്ലേ? ആ വീടിന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് ഞാൻ അടയ്ക്കണ്ടേ? ആ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് എനിക്ക് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്നും പറഞ്ഞ് എന്ത് ക്ലെയിം ചെയ്യാം? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഇൻകം 0 ആയിട്ട് കാണിച്ച് ഇൻട്രസ്റ്റിന് മാത്രം എനിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി എൻ്റെ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഇൻകം എത്രയായി മാറും? നെഗറ്റീവായി മാറും. എന്താ നെഗറ്റീവ്? ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ലോസ്. എന്താ ലോസ് ആയി മാറുക എന്ന് വെച്ചാൽ? കാരണം സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ GAV 0 അല്ലേ? മുനിസിപ്പൽ ടാക്സസിന് ഡിഡക്ഷൻ ഒന്നും കിട്ടില്ലല്ലോ. നെറ്റ് ആനുവൽ വാല്യൂം 0 അല്ലേ? അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ഞാൻ ഡിഡക്ഷൻ എടുത്താൽ ഒരു ലക്ഷമാണെന്ന് വിചാരിക്കുക ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അതിന് ഞാൻ ഡിഡക്ഷൻ എടുത്താൽ ചുരുക്കം പറഞ്ഞ ഈ ഹെഡിൽ എനിക്ക് 1 ലക്ഷം ലോസ് അല്ലേ വരിക? അല്ലേ? എനിക്ക് പ്രോഫിറ്റ് അല്ലല്ലോ, ലോസ് അല്ലേ വരിക? ഈ ലോസിന് എനിക്ക് സാലറി ഇൻകം ആയിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. ബാക്കിയുള്ള ഹെഡിലെ ഇൻകം ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. അതൊക്കെ നമുക്ക് ഏത് ചാപ്റ്റർ വരുമ്പോൾ പഠിക്കാം? സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ചാപ്റ്റർ വരുമ്പോൾ പഠിക്കാം. ഞാൻ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ഇൻകം 0 ആണെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ നിങ്ങൾക്ക് എന്തെടുക്കാം? ഡിഡക്ഷൻ എടുക്കാം. ആർ യു വിത്ത് മീ? പക്ഷേ ഇൻകം ഒന്നും ഞങ്ങൾ ടാക്സ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് മൊത്തം ഇൻട്രസ്റ്റിനും ഞങ്ങൾ എന്ത് തരില്ല? ഡിഡക്ഷൻ തരില്ല. There are certain ceiling limits for the interest deduction. സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടികളുടെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ഡിഡക്ഷൻ എടുക്കുമ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ എന്ത് പറയുന്നുണ്ട്? ചില സീലിംഗ് ലിമിറ്റുകൾ പറയുന്നുണ്ട്. ആൻഡ് യു ടെൽ മീ വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ സീലിംഗ് ലിമിറ്റ്? ഇൻകം ഒന്നും ഞങ്ങൾ ടാക്സ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ലാവിഷ് ആയിട്ട് ഇൻട്രസ്റ്റിന് നിങ്ങൾ എന്തെടുക്കണ്ട? ഡിഡക്ഷൻ എടുക്കണ്ട. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കോ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കോ ഒന്നും എന്തില്ല? ഈ സീലിംഗ് ലിമിറ്റ് ഇല്ല. ഏതിന് മാത്രമേ സീലിംഗ് ലിമിറ്റ് ഉള്ളൂ? ഏത് പ്രോപ്പർട്ടിക്ക് മാത്രമേ സീലിംഗ് ലിമിറ്റ് ഉള്ളൂ? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടികൾക്ക് മാത്രമേ ഈ സീലിംഗ് ലിമിറ്റ് ഉള്ളൂ. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കോ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കോ ഒന്നും എന്തില്ല? സീലിംഗ് ലിമിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ സീലിംഗ് ലിമിറ്റ് എന്താണ് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ദാറ്റ് സീലിംഗ് ലിമിറ്റ്. നോക്കിയാൽ എന്താ ഹെഡിങ്? ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി വെയർ ആനുവൽ വാല്യൂ ഇസ് 0. നമ്മൾ ആനുവൽ വാല്യൂ 0 ആയിട്ടുള്ള സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടികൾക്ക് എങ്ങനെയാണ് ഡിഡക്ഷൻ എടുക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ടേക്ക് ദ ഡിഡക്ഷൻ. അപ്പോൾ എന്താണ് ആ ചാർട്ട് പറയുന്നത്? ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി വെയർ ആനുവൽ വാല്യൂ ഇസ് നിൽ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സീലിംഗ് ലിമിറ്റ് ഏത് പ്രോപ്പർട്ടിയുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് സീലിംഗ് ലിമിറ്റ് വരിക? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ. ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയോ പോലുള്ള സാധനങ്ങളാണെങ്കിൽ മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ലോണിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, ആ പ്രീം പോസ്റ്റും ഒന്ന് സ്പ്ലിറ്റപ്പ് ചെയ്യുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നും അവിടെ ശ്രദ്ധിക്കാൻ ഇല്ല. എന്നാൽ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ നെറ്റ് ആനുവൽ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിന് ചുമ്മാ ബ്ലൈൻഡ് ഡിഡക്ഷൻ തരില്ല. അവരതിന് സീലിംഗ് ലിമിറ്റുകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ സീലിംഗ് ലിമിറ്റ്? ഫസ്റ്റ് ബോക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വായിച്ചേ ഫസ്റ്റ് ബോക്സ് എന്താ? അത് ലോൺ ബോറോഡ് ബിഫോർ 1st April 1999. വാട്ട് ഡസ് ദാറ്റ് മീൻ? പണ്ട് അന്നത്തെ കാലത്ത് എടുത്ത ലോൺ, ഈ 30 കൊല്ലമൊക്കെ ലോൺ കിട്ടും നമുക്ക്. ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോൺ എന്ന് പറഞ്ഞാൽ അപ് ടു 30 ഇയേഴ്സ് ഒക്കെ വരെ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ 1/4/1999 മുന്നേ എടുത്തിട്ടുള്ള ലോണുകളാണെന്ന് വിചാരിക്കുക. ബിഫോർ ദിസ് ഡേറ്റ് അന്നത്തെ നിയമം അനുസരിച്ച് അങ്ങനെ എടുക്കുന്ന ലോണുകളുടെ മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ്. അങ്ങനെയുള്ള ലോണുകളുടെ ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ഡിഡക്ഷൻ ഹൗ മച്ച് ഫ്രണ്ട്സ്? 30,000 rupees. ഈ മാക്സിമം എന്ന് പറഞ്ഞാൽ 30 ഡിഡക്ഷൻ കിട്ടുമെന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല. ആക്ച്വൽ ഇൻട്രസ്റ്റ് 25,000 ആണെങ്കിൽ 25,000 ഡിഡക്ഷൻ കിട്ടുള്ളൂ. ആക്ച്വൽ ഇൻട്രസ്റ്റ് 10,000 ആണെങ്കിൽ 10,000 ഡിഡക്ഷൻ കിട്ടുള്ളൂ. ആക്ച്വൽ ഇൻട്രസ്റ്റ് 35,000 ആണെങ്കിൽ 30,000 വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ബാക്കിയുള്ളത് എന്ത് ചെയ്തോണം? ഇഗ്നോർ ചെയ്തോണം. ആർ യു വിത്ത് മീ? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടികളിലെ ലോണുകൾ എടുക്കുന്നത് 1st April 1999 അതിന് മുമ്പോ ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ ഇസ് ഹൗ മച്ച് ഫ്രണ്ട്സ്? ഹൗ മച്ച് ഇസ് ദ മാക്സിമം ഡിഡക്ഷൻ? 30,000. 30,000 രൂപയാണ് മാക്സിമം ഡിഡക്ഷൻ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. ഇനി നോക്കിയേ, അതിന്റെ നോട്ട് നമുക്ക് വായിക്കാം. ഡിഡക്ഷൻ ഷാൽ ബി ആക്ച്വൽ ഇൻട്രസ്റ്റ് പേബിൾ ഫോർ 1 or 2 സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടീസ് സബ്ജക്ട് ടു മാക്സിമം 30,000. അപ്പോൾ ഒരു സംശയം, എനിക്ക് 2 വീടുണ്ട്. എനിക്ക് എത്ര വീടുണ്ട്? 2 വീട് വരെ എനിക്ക് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് കാണിക്കത്തില്ലേ? ഇല്ലേ? 2 വീടുണ്ട്, രണ്ടും സെൽഫ് ഒക്കുപ്പൈഡ് ആണെന്ന് വിചാരിക്കുക. രണ്ടിന് വേണ്ടിയും ഞാൻ ലോൺ എടുത്തത് 99 മുന്നെയാണ്. 1st April 1999 മുന്നെയാണ് ഞാൻ രണ്ടിനും വേണ്ടി എന്തെടുത്തത്? ലോൺ എടുത്തത്. ആദ്യത്തെ വീടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു 25,000 ആണ്. രണ്ടാമത്തെ വീടിന് വേണ്ടി ഞാൻ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു 20,000 ആണ് ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വീടിന് ഓരോ വർഷവും എനിക്ക് ഇൻട്രസ്റ്റ് വരിക 20,000, ആദ്യത്തെ വീടിന് 25,000. അപ്പോൾ എൻ്റെ സംശയം, ലിമിറ്റ് 30 അല്ലേ? അതൊരു വീടിനാണോ അതോ 2 വീടും കൂടെ ചേർത്താണോ? 2 വീടിനും കൂടെ ചേർത്താണ് 30,000. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 45,000 വരില്ലേ? അല്ലേ? പക്ഷെ എനിക്ക് മാക്സിമം എത്ര എടുക്കാൻ പറ്റുള്ളൂ? 30,000 ഷാൽ ബി മൈ മാക്സിമം ഡിഡക്ഷൻ. മാക്സിമം എനിക്ക് 30,000 രൂപ എന്തെടുക്കാൻ പറ്റുള്ളൂ? ഡിഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ നോട്ടിൽ ഇവർ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി, ഡിഡക്ഷൻ ഷാൽ ബി ആക്ച്വൽ ഇൻട്രസ്റ്റ് പേബിൾ ഫോർ 1 or 2 സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടീസ് സബ്ജക്റ്റഡ് ടു മാക്സിമം ഓഫ് ഹൗ മച്ച് ഫ്രണ്ട്സ്? 30,000. ബ്രാക്കറ്റിൽ നോക്കിയ ലിമിറ്റ് ഓഫ് 30,000 ഷാൽ ബി ആഫ്റ്റർ ഇൻക്ലൂഡിംഗ് 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആസ് വെൽ. 2 വീടും കൂടെ ചേർത്ത് 30,000. നമ്മൾ ഇതിന് പ്രീ കൺസ്ട്രക്ഷൻ പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിലേ ആ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ
അക്യൂമുലേറ്റ് ചെയ്ത് 1/5 അല്ലേ നമ്മൾ റിഡക്ഷൻ എടുക്കേണ്ടത്. അതും കറണ്ട് ഇയർ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി നിങ്ങൾ എത്ര എടുക്കാൻ പാടുള്ളൂ? 30 എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ കറണ്ട് ഇയറിന് 30 പ്രീ കൺസ്ട്രക്ഷന് വേറെ 30 കിട്ടില്ല. പ്രീയും പോസ്റ്റും ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത്, 2 വീടുണ്ടെങ്കിൽ അതും ചേർത്ത് മാക്സിമം 30, നോട്ട് മോർ ദാൻ 30. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് അത്രേ ഉള്ളൂ. നിങ്ങൾ ലോൺ എടുക്കുന്നത് 1 April 1999 ഇനി മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര റിഡക്ഷൻ കിട്ടുക? 30,000 rupees ആണ് മാക്സിമം റിഡക്ഷൻ കിട്ടുക. 2 വീടുണ്ടെങ്കിൽ 2നും കൂടെ ചേർത്ത് 30. പ്രീ കൺസ്ട്രക്ഷനും പോസ്റ്റ് കൺസ്ട്രക്ഷനും മറ്റേ പ്രീയുടെ 1/5 കറണ്ട് ഇയറും കൂടെ കൂട്ടി മാക്സിമം 30. അല്ലാതെ പ്രീക്ക് സെപ്പറേറ്റ് 30 കറണ്ട് ഇയറിന് വേറെ 30 കിട്ടില്ല. എല്ലാം കൂടെ ചേർത്ത് മാക്സിമം 30,000 രൂപയ്ക്ക് ഞങ്ങൾ എന്ത് തരും? റിഡക്ഷൻ തരും. ഇനി അടുത്ത എന്താ? രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കിയേ. ലോൺ ബോറോ ഓൺ ഓർ ആഫ്റ്റർ 1 April 1999 1999 ശേഷം എടുത്തിട്ടുള്ള ലോൺ ആണ്. എന്തിനു വേണ്ടി എടുത്തു? ഫോർ കൺസ്ട്രക്ഷൻ ഓർ അക്വിസിഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ദ സെയിം ഈസ് കംപ്ലീറ്റഡ് വിതിൻ 5 years ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദ ക്യാപിറ്റൽ വാസ് ബോറോ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ലോൺ എടുത്തത് എപ്പോഴാണ്? 1 April 1999 ശേഷം. നമുക്ക് പറയാം ഓൺ ഓർ ആഫ്റ്റർ 1 April 1999. ഒന്നിടാൻ മറന്നുപോയി. 1999 99 ശേഷം, 99 എന്ന് എഴുതാം. 1999 ശേഷമാണ് ലോൺ എടുത്തത്. പ്ലസ് ലോൺ എടുത്ത പർപ്പസ് എന്തായിരിക്കണം? ഒന്നിലൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ. ഇനി കൺസ്ട്രക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ എത്ര വർഷത്തിനുള്ളിൽ തീരണം? 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുന്നുണ്ടോ? പർച്ചേസ് ചെയ്യാൻ വേണ്ടി മേടിക്കാൻ ലോൺ, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മേടിക്കാം. കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക, ലോൺ എടുത്ത ആ ഒരു പോയിന്റ് തൊട്ട് 5 കൊല്ലത്തിനകം നിങ്ങൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ എത്ര വരെ കിട്ടും? ഓരോ വർഷവും 2 ലക്ഷം രൂപ വരെ ഓരോ വർഷവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിന് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഒന്നുകൂടെ നോക്കിയേ. ലോൺ ബോറോ ഓൺ ഓർ ആഫ്റ്റർ 1 April 1999 ഫോർ കൺസ്ട്രക്ഷൻ ഓർ അക്വിസിഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി and the same is completed within 5 years from the end of the financial year in which capital was borrowed. ലോൺ എടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് തൊട്ട് 5 കൊല്ലത്തിനകം നിങ്ങൾ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി എത്ര മാക്സിമം ഡിഡക്ഷൻ? അത് താഴെയാണ് പറയുന്നത്. ഡിഡക്ഷൻ ഷാൽ ബി ആക്ച്വൽ ഇൻട്രസ്റ്റ് പേയബിൾ ഫോർ 1 or 2 സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് സബ്ജക്റ്റഡ് ടു മാക്സിമം 2 lakhs. Limit of 2 lakhs shall be after including 1/5 of pre-construction period. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വീടുണ്ടെങ്കിൽ 2നും കൂടെ ചേർത്ത് 2, പ്രീയും പോസ്റ്റും ഉണ്ടെങ്കിൽ 2ഉം കൂടെ ചേർത്ത് 2. എങ്ങനെ ഏത് പെർമിറ്റേഷൻ കോമ്പിനേഷൻ വന്നാലും 2 കൂടുതൽ നിങ്ങൾ എന്തെടുക്കാൻ പാടില്ല? റിഡക്ഷൻ എടുക്കാൻ പാടില്ല. Are you with me? അപ്പൊ ആദ്യത്തെ പോയിന്റ് സിമ്പിൾ ആയിരുന്നു. ലോൺ എടുക്കുന്നത് 99 മുന്നേ ആണെങ്കിൽ പർപ്പസ് നോക്കണ്ട, മാക്സിമം 30 കിട്ടുള്ളൂ. ലോൺ എടുക്കുന്നത് 99 ശേഷമാണെങ്കിൽ പർപ്പസ് നോക്കണം. എന്താ പർപ്പസ്? പർച്ചേസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ? കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ലോൺ എടുക്കുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് തൊട്ട് 5 വർഷത്തിനകം കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ 2 പേർ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി അവിടെയും വന്നില്ലെങ്കിലോ? 99 ശേഷം എടുത്ത ലോൺ റിപ്പയറിന് വേണ്ടിയാണ് എടുത്തത്. എന്താ റിപ്പയർ? വീടൊന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തെടുത്തത്? ലോൺ എടുത്തത്. അത് കൺസ്ട്രക്ഷൻ ആണോ? അല്ല. പർച്ചേസ് ആണോ? അല്ല. റിനോവേഷൻ, റിപ്പയർ, എക്സ്പാൻഷൻ എക്സെട്ര. മാക്സിമം എത്ര റിഡക്ഷൻ കിട്ടുള്ളൂ? 30,000. 30,000 മുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അതാണ് മൂന്നാമത്തെ സർക്കംസ്റ്റാൻസ്. നോക്കിയേ. ലോൺ ബോറോവ്ഡ് ഓൺ ഓർ ആഫ്റ്റർ 1 April 1999 ഫോർ റിപ്പയർ ഓർ റിനോവേഷൻ or for construction of the house property but it is not completed within 5 years. ലോൺ എടുത്ത് 99 ശേഷമാണ്. ഒന്നിലെ റിപ്പയർ, അല്ലെങ്കിൽ റിനോവേഷൻ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വേണ്ടി എടുത്തതായിരുന്നു. പക്ഷെ 5 കൊല്ലം കൊണ്ട് കൺസ്ട്രക്ഷൻ എന്തായില്ല? കംപ്ലീറ്റഡ് ആയില്ല. ഈ സാഹചര്യങ്ങളിലൊക്കെ ഡിഡക്ഷൻ ഷാൽ ബി ആക്ച്വൽ ഇൻട്രസ്റ്റ് പേയബിൾ ഫോർ 1 or 2 സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് സബ്ജക്റ്റഡ് ടു മാക്സിമം 30,000. നമ്മളെ 99 മുന്നേ എടുത്ത പോലെ ആവും ട്രീറ്റ്മെന്റ്. മാക്സിമം എത്ര കിട്ടുള്ളൂ? 30 കിട്ടുള്ളൂ. ഈ 30 എങ്ങനെ എടുക്കണ്ടേ? 2 വീടുണ്ടെങ്കിൽ 2നും കൂടെ ചേർത്ത് 30 കിട്ടുള്ളൂ. പ്രീയും പോസ്റ്റും ഉണ്ടെങ്കിൽ അത് 2 കൂടെ ചേർത്ത് 30 കിട്ടുള്ളൂ. Are you with me? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്ര ലിമിറ്റേ ഉള്ളൂ? ശരിക്കും 2 ലിമിറ്റേ ഉള്ളൂ. ഒന്ന് 30,000, 2 ലക്ഷവും. 2 ലക്ഷം വരുന്നത് ഏതാണെന്ന് പഠിക്കുക, ബാക്കി ഇവിടെ 30,000 ആണെന്ന് ഓർക്കുക. വെരി സിമ്പിൾ അല്ലേ? 2 ലക്ഷം വരുന്ന ഏതിനാ? 1999 ശേഷം എടുക്കുന്ന ലോൺ. പർച്ചേസോ കൺസ്ട്രക്ഷനോ? കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ലോൺ എടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് തൊട്ട് 5 വർഷത്തിനകം തീർക്കണം. ഇതാണെങ്കിൽ മാക്സിമം 2 or else
30. ഇത് സെൽഫ് ആണെങ്കിൽ മാത്രമേ ലിമിറ്റുകൾ ഉള്ളൂ. ഡീംഡ് ലെറ്റ് ഔട്ടോ ആണെങ്കിൽ ലിമിറ്റുകൾ ഇല്ല. മൊത്തം ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ആർ യു ഓൾ ഹിയർ? ഇനി ഇതിനകത്ത് വേറൊരു കുഴപ്പം പിടിച്ചൊരു സാധനമുണ്ട്. ആ കുഴപ്പം പിടിച്ച സാധനമാണ് അടിയിലത്തെ നോട്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആസ് അബവ് ഷാൽ നോട്ട് എക്സീഡ് 2 lakh ഇൻ എനി കേസ്. എന്ത് ഈ നോട്ടിന്റെ അർത്ഥം? അതായത് നമുക്കൊരു കൊനസ്റ്റ് എഴുതി ഉണ്ടാക്കാം. ശ്രദ്ധിച്ചേ, എനിക്ക് 2 വീടുണ്ടെന്ന് വിചാരിക്കുക. ഹൗസ് 1, ഹൗസ് 2. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹൗസ് 1 ഞാൻ ലോൺ എടുത്തത് 99 മുന്നെയാണ്, ബിഫോർ 1999 ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ബിഫോർ 1999 ആണ്. അല്ലെങ്കിൽ ഞാൻ എടുത്തത് റിപ്പയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30,000 അല്ലേ മാക്സിമം? അല്ലേ? ഹൗസ് 2 ഞാൻ 99 ശേഷം എടുത്തതാണ്, ആഫ്റ്റർ 99. കൺസ്ട്രക്ഷൻ ആണ്, 5 വർഷത്തിനകം തീരുകയും ചെയ്തു. അപ്പൊ എന്റെ മാക്സിമം ഡിഡക്ഷൻ എത്രയാ? 2 അല്ലേ മാക്സിമം ഡിഡക്ഷൻ? അല്ലേ? ഹൗസ് 1ന്റെ ലിമിറ്റ് 30ഉം ഹൗസ് 2ന്റെ ലിമിറ്റ് 2ഉം. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി 230 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ വരുന്നൊരു കേസിൽ രണ്ടും കൂടെ കൂട്ടി മാക്സിമം എത്ര കിട്ടുള്ളൂ? മാക്സിമം 2 കിട്ടുള്ളൂ. ആർ യു വിത്ത് മീ? ഹൗസ് 1ന്റെ സീലിംഗ് ലിമിറ്റ് 30ഉം ഹൗസ് 2ന്റെ സീലിംഗ് ലിമിറ്റ് 2ഉം വരുന്ന ഒരു സർക്കംസ്റ്റാൻസ് ആണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് മാക്സിമം എത്ര കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ. അപ്പൊ അടുത്തൊരു സംശയം, ഹൗസ് 1ന്റെ ലിമിറ്റ് 2 വരെ കിട്ടുന്ന കേസാണ്. കൺസ്ട്രക്ഷൻ ആണ്, 5 വർഷം തീർത്തു, 99 ശേഷം എടുത്ത ലോണാണ്. ഹൗസ് 2 അങ്ങനെ തന്നെ, പർച്ചേസ് ആയിരുന്നു, 99 ശേഷം എടുത്ത ലോണാണ്, മാക്സിമം 2 കിട്ടുമെന്ന് വിചാരിക്കുക. രണ്ടും കൂടെ ചേർത്ത് എത്ര കിട്ടുള്ളൂ? രണ്ടും കൂടെ ചേർത്ത് 2 കിട്ടുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? മാക്സിമം ഷാൽ ബി 2 lakhs. ആർ യു വിത്ത് മീ? സിറ്റുവേഷൻ 3, ഹൗസ് 1 മാക്സിമം 30,000 റിഡക്ഷൻ കിട്ടുള്ളൂ, 99 മുന്നേ എടുത്ത ലോണാണ്. ഹൗസ് 2 റിപ്പയറിന് വേണ്ടി എടുത്ത ലോണാണ്, മാക്സിമം 30,000 റിഡക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് എത്ര കിട്ടുള്ളൂ? 30,000 കിട്ടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 വീടുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് 30. 2 വീടിനും 2 ആണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് 2. ഒരു വീടിന് 30ഉം മറ്റേ വീടിന് 2ഉം ആണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് 2 വരെ കിട്ടും. ആർ യു ഓൾ ഹിയർ? 3 പെർമുട്ടേഷൻ കോമ്പിനേഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദീസ് ആർ ദ പോസിബിലിറ്റീസ്. ഇതാണ് അവിടെ വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഫസ്റ്റ് വീടിന്റെ ലിമിറ്റ് 30 ആണ്, രണ്ടാമത്തെ വീടിന്റെ ലിമിറ്റ് 2 ആണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഒരിക്കലും 2ന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. ഫസ്റ്റ് വീടിന്റെ ലിമിറ്റ് 2 ആണ്, രണ്ടാമത്തെ വീടിന്റെ ലിമിറ്റും 2 ആണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് 2ന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. ഫസ്റ്റ് വീടിന്റെ ലിമിറ്റ് 30 ആണ്, രണ്ടാമത്തെ വീടിന്റെ ലിമിറ്റ് 30 ആണ് എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് 30ന് മുകളിലേക്ക് പോകാൻ പാടില്ല. ആർ യു ഓൾ ഹിയർ? അപ്പോ മാക്സിമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിന് 2 ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് എത്ര വരെ ക്ലെയിം ചെയ്യാം? 2 വരെ റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓർത്ത് വെക്കുക. സോ ദിസ് ഇസ് ദ നോട്ട് ഫോർ ദാറ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആസ് എബവ് ഷാൽ നോട്ട് എക്സീഡ് 2 lakh ഇൻ എനി കേസ്. ഏത് പെർമുട്ടേഷൻ കോമ്പിനേഷനിൽ വന്നാലും ഒരിക്കലും 2ന് മുകളിലേക്ക് പോകാൻ പാടില്ല. അതായത് 30 2 വരെ മാത്രം ഓർത്താൽ മതി. 32 വരുന്ന കേസിൽ മാക്സിമം 2, 30 വരുന്ന കേസിൽ മാക്സിമം 30, 2 വരുന്ന കേസിൽ മാക്സിമം 2. ഓക്കെ അല്ലേ അത്? അപ്പോൾ ഇതാണ് അതിനകത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഇനി ഇവിടെ 1-2 ചെറിയ നോട്ടുകൾ അവിടെ താഴെ പറയുന്നുണ്ട്. നമുക്ക് ആ നോട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ബോക്സ് എന്താ അവിടെ പറയുന്നത്? സീലിംഗ് പ്രിസ്ക്രൈബ് ഫോർ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആസ് അബവ് ഡസ് നോട്ട് അപ്ലൈ ടു ലെറ്റ് ഔട്ട് ഓർ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് ഡീംഡ് ലെറ്റ് ഔട്ട് മാത്രമല്ല, വേറൊരു പ്രോപ്പർട്ടികൾക്കും അത് എന്തല്ല, ആപ്ലിക്കബിൾ അല്ല. Deduction for interest is available on accrual basis. What does that mean? ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ലോൺ നിങ്ങൾ റീപേ ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് പേബിൾ ആയിട്ട് നിൽക്കുകയാണ്. നോ പ്രോബ്ലം, യു ക്യാൻ സ്റ്റിൽ ക്ലെയിം ദ ഡിഡക്ഷൻ. മറ്റേ മുനിസിപ്പൽ ടാക്സസ് പോലെ ആക്ച്വൽ പേയ്മെന്റ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ആക്ച്വൽ പേയ്മെന്റ് ഇസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻ. ആക്ച്വലി പേ ചെയ്തില്ലെങ്കിൽ ബാങ്ക് ഒന്ന് കോളറിന് പിടിക്കും കേട്ടോ. ആക്ച്വലി പേ ചെയ്യേണ്ടെന്നല്ല ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞേക്കുന്നത്. അത് ചെയ്യോ ചെയ്യാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം. പേ ചെയ്യണം, ഡിഡക്ഷൻ എടുക്കാൻ പേ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഇല്ല. Then, where a buyer enters into an arrangement with a seller to pay sales price in installment along with interest, then it shall be also be considered as a loan. നിങ്ങളെ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നതിന് പകരം സെല്ലർ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ അവസരം തന്നു. സെല്ലർ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് സ്റ്റേജ് വൈസ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ എന്ത് തന്നു? ചാൻസ് തന്നു. ആൻഡ് സെല്ലർ ഇസ് ചാർജിങ് ആൻ ഇൻട്രസ്റ്റ്.
That interest also is allowed as a reduction under 24B. ബാങ്കിൽ തന്നെ പോയി ലോൺ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. If the seller himself is giving you an option to pay the amount as installments along with the interest, that interest paid is also allowed as reduction under 24B. Note 1. Not interest on unpaid interest is not deductible under 24B. എന്ത് ഈ interest on unpaid interest നമ്മൾ കുറച്ച് മലയാളി കരിച്ചാൽ പിഴപ്പലിശ എന്നൊക്കെ പറയും. ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് എന്താ അത്? വാട്ട് ഇസ് ദിസ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്? ഒരുപാട് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ട് കിടക്കുക, അപ്പോൾ അവർ പിഴപ്പലിശ ചാർജ് ചെയ്യും. ശ്രദ്ധിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. പീനൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഈ പീനൽ ഇൻട്രസ്റ്റിന് ഒരിക്കലും നിങ്ങൾക്ക് 24B എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. ഇൻട്രസ്റ്റിനെ കിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റിന് ടെക്നിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. ദെൻ നോട്ട് 2 എന്താ? ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻ അപ് ടു 2 lakh as above, assessee should furnish a certificate from the lender specifying the amount of interest payable. If such certificate is not produced, deduction shall be restricted to 30,000. നമുക്ക് എപ്പോഴാണ് 2 ലക്ഷം വരെ ഡിഡക്ഷൻ കിട്ടുക? ലോൺ എടുക്കുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1999 ആയിരിക്കണം, പ്ലസ് ഒന്നിലെ പർച്ചേസ് ആയിരിക്കണം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആയിരിക്കണം. തന്നെയല്ല, ലോൺ എടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് തൊട്ട് 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ എന്തും ചെയ്യണം, കംപ്ലീറ്റും ചെയ്യണം. ഇതൊക്കെയാണെങ്കിലല്ലേ നമുക്ക് 2 ലക്ഷം വരെ സീലിംഗ് ലിമിറ്റ് കിട്ടുള്ളൂ. ആ 2 ലക്ഷം വരെ സീലിംഗ് ലിമിറ്റ് കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് അവർ പറഞ്ഞേക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ആ ലെൻഡർ ഇല്ലേ, ആരാ ലെൻഡർ? നിങ്ങൾക്ക് പൈസ കടം തന്നയാൾ, ലെവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് മേടിക്കണം. എന്ത് സർട്ടിഫിക്കറ്റാണ് മേടിക്കേണ്ടത്? ആ വെരി സിമ്പിൾ. ഇത്ര രൂപ നിങ്ങൾ ലോൺ എടുത്തു, ഈ ലോണിൻ്റെ ഈ ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇത്രയാണ്, ഈ വർഷം ഇത്ര രൂപയായി നിങ്ങൾ ഇൻട്രസ്റ്റ് അയാൾക്ക് പേ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പേയബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി ആ ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റും സർട്ടിഫൈ ചെയ്താൽ തന്നാൽ മാത്രമേ 2 ലക്ഷം വരെ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഒന്നുമില്ല, ബാങ്കിൽ പോയിട്ട് ചോദിച്ചാൽ മതി. ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് ബാങ്ക് ഇതിനെ വിളിക്കുന്ന പേര്. ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓരോ വർഷവും ഇൻട്രസ്റ്റ് ഇത്രയാണ്, ലോൺ ഇത്രയാണെന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് തരും. അത് കയ്യിൽ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ 2 ലക്ഷം രൂപ വരെ എന്ത് തരുള്ളൂ? ഡിഡക്ഷൻ തരുള്ളൂ, അല്ലെങ്കിൽ തരൂല. ക്ലിയർ ആണോ പറഞ്ഞത്? ആണോ? ഓർത്ത് വെക്കുക. സോ ഇതാണ് നോട്ട് 1ഉം നോട്ട് 2ഉം. ഇതാണ് അതിൻ്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ബാക്കി പിന്നീട് ചെയ്യാം. എന്താ അടുത്ത കോൺസെപ്റ്റ്? സെക്ഷൻ 25A ആണ്. എന്താ കോൺസെപ്റ്റ്? പ്രൊവിഷൻ ഫോർ അരിയർ ഓഫ് റെന്റ് ഓർ അൺറിയലൈസ്ഡ് റെന്റ് റിസീവ്ഡ് സബ്സിക്വന്റ്ലി. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു വാടകക്കാരൻ അവിടെ താമസിച്ചു, അവൻ എനിക്ക് എന്ത് തന്നില്ല? വാടക തന്നില്ല. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു വാടക തരണം എന്ന് പറഞ്ഞു, അവൻ തരാൻ റെഡിയല്ല. അപ്പോൾ ഞാൻ ആ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബോണഫൈഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു. ഞാൻ അവനെ വെക്കേറ്റ് ചെയ്യാനുള്ള, അവനെ ഐ ടോൾഡ് ഹിം ടു വെക്കേറ്റ്. ഹി ഈസ് നോട്ട് ഒക്കുപ്പൈങ് ഇൻ എനി അതർ ഓഫ് മൈ പ്രോപ്പർട്ടി. ആൻഡ് ഞാൻ അവനെ അഗൈൻസ്റ്റ് ഒരു കേസും കൊടുത്തു ആ റെന്റ് റിക്കവർ ചെയ്യാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ആ അൺറിയലൈസ്ഡ് റെന്റ് എനിക്ക് എൻ്റെ ആക്ച്വൽ റെന്റിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാമല്ലോ, ഇല്ലേ? അതല്ലേ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ് ഒരിക്കലും ആക്ച്വൽ റെന്റിന്റെ ഭാഗമാകേണ്ട ആവശ്യമില്ല എന്നല്ലേ പഠിച്ചത്. 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അൺറിയലൈസ്ഡ് റെന്റ് നമ്മൾ ഒഴിവാക്കി. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവൻ ആ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവനെ വിളിച്ച് വരട്ടി. അവൻ അങ്ങനെ ആ അൺറിയലൈസ്ഡ് റെന്റ് എനിക്ക് പിന്നീട് തിരിച്ചു തന്നു എന്ന് വിചാരിക്കാം. ആ അൺറിയലൈസ്ഡ് റെന്റ് അവൻ എനിക്ക് എന്ത് തരികയാണ്? തിരിച്ചു തരികയാണ്. ആർ യു വിത്ത് മീ? അപ്പോൾ അൺറിയലൈസ്ഡ് റെന്റ് നമ്മൾ ആദ്യം ആക്ച്വൽ റെന്റിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നല്ലോ. അത് പിന്നീട് തിരിച്ചു കിട്ടിയാൽ ആ തിരിച്ചു കിട്ടുന്ന വർഷം അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതിൻ്റെ 30% നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് എന്ത് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ബാക്കിയുള്ളതിന് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ആർ യു വിത്ത് മീ? അൺറിയലൈസ്ഡ് റെന്റ് ആദ്യം ആക്ച്വൽ റെന്റിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി, പിന്നീട് അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ തിരിച്ചു കിട്ടുന്ന വർഷം അത് നിങ്ങളുടെ എന്തായി മാറും? ടാക്സബിൾ ഇൻകമായി മാറുന്നു. മാത്രമല്ല ആ കിട്ടുന്ന എമൗണ്ടിന്റെ ഒരു 30% നിങ്ങൾക്ക് എന്തായിട്ടും എടുക്കാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടും എടുക്കാം. ബാക്കിയുള്ളതിന് മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആർ യു വിത്ത് മീ? അതുപോലെ ഒരു സാധനം കൂടെ ഉണ്ട്, അരിയേഴ്സ് ഓഫ് റെന്റ്. എന്താ അരിയർ? ഞാൻ എൻ്റെ റെന്റ് കൂട്ടി, ഒരു 10,000 രൂപ റെന്റ് കൂട്ടി. ടെനന്റ് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അയാൾ കൊണ്ട് കേസ് കൊടുത്തു. റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം അയാൾ കൊണ്ട് കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ കോടതി കേസ് നിൽക്കുക. അപ്പോൾ കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ ഒറിജിനൽ റെന്റ് തന്നെ ആയിരിക്കും നമ്മൾ ആക്ച്വൽ റെന്റായിട്ട് കാണിക്കുക. കാരണം കൂട്ടിയ റെന്റ് അത് നിലവിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? 10 ലക്ഷം ആയിരുന്നു റെന്റ് എന്ന് വിചാരിക്കുക. ഞാൻ 10,000 രൂപ റെന്റ് കൂട്ടി, പക്ഷേ അതെൻ്റെ ടെനന്റ് തന്നില്ല.
ഞാൻ 10,000 കൂട്ടണമെന്ന് പറഞ്ഞു, അത് ടെനന്റ് തരാൻ റെഡി അല്ലായിരുന്നു. അപ്പോൾ അതിനൊരു കേസ് നിൽക്കുക. ഇത് 2024-25 റെൻ്റാണ് ഞാൻ കൂട്ടിയത്. കേസ് നിൽക്കുകയാണ്. 25-26 കോടതി വിധിച്ചു 10,000 രൂപയും കൂടെ കൊടുക്കണം എന്ന് കോടതി വിധിച്ചു. അപ്പോൾ 24-25 ആക്ച്വൽ റെന്റ് 10 ലക്ഷമല്ലേ ഉള്ളൂ. ആ 10,000 തൊട്ട് അക്രൂ പോലും ആയിട്ടില്ല. കാരണം അത് അവൻ തരുമോ ഇല്ലെന്ന് പോലും നമുക്കറിയില്ല. കേസ് നിൽക്കുകയായിരുന്നു. 25-26 അവൻ ആ 10,000 തരുമ്പോൾ ആ 10,000 എൻ്റെ എന്തായി മാറും? 25-26 ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായി നമ്മൾ ടാക്സ് ചെയ്യണം. മറ്റേ അൺറിയലൈസ്ഡ് റെന്റ് സബ്സിക്വന്റ്ലി റിസീവ്ഡ് പോലെ തന്നെ അരിയേഴ്സ് ഓഫ് റെന്റും കിട്ടുന്ന വർഷം നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ആ അരിയറിന്റെ 30% നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ആർ യു വിത്ത് മീ? ഇതിന്റെ തിയറി നമുക്കൊന്ന് നോക്കാം എന്താ പറയുന്നതെന്ന്. നമുക്ക് അതിന്റെ ഹെഡിങ് നോക്കിയേ. സെക്ഷൻ 25A, പ്രൊവിഷൻ ഫോർ അരിയേഴ്സ് ഓഫ് റെന്റ് ആൻഡ് അൺറിയലൈസ്ഡ് റെന്റ് റിസീവ്ഡ് സബ്സിക്വന്റ്ലി. അരിയേഴ്സ് ഓഫ് റെന്റ് പ്ലസ് അൺറിയലൈസ്ഡ് റെന്റ് ഷാൽ ബി ഡീംഡ് ടു ബി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സച്ച് റെന്റ് ഇസ് റിസീവ്ഡ് ഈവൻ ഇഫ് അസസി ഈസ് നോട്ട് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. എന്താ അതിന്റെ ടൈലന്റ്? ഈവൻ ഇഫ് അസസി ഈസ് നോട്ട് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. എന്താ അതിന്റെ അർത്ഥം? ഇപ്പോൾ 24-25 10 ലക്ഷം രൂപ അല്ലായിരുന്നു എൻ്റെ ആനുവൽ റെന്റ്. 10,000 രൂപ ഞാൻ എൻ്റെ റെന്റ് കൂട്ടി. അപ്പോൾ ടെനന്റ് തരില്ല എന്ന് പറഞ്ഞു. അപ്പം ടെനന്റ് ഒഴിവായി പോയി എന്ന് വിചാരിക്കുക. പക്ഷേ ഇയർ എൻഡായി, ടെനന്റ് ഒഴിവായി പോയി, ഞാൻ ആ പ്രോപ്പർട്ടി വിറ്റു. 31 മാർച്ച് 2025 ഞാൻ ആ പ്രോപ്പർട്ടി വിറ്റു. 25-26 കോടതി വിധിച്ചു ആ 10,000 രൂപയും കൂടെ ടെനന്റ് കൊടുക്കണമെന്ന് കോടതി വിധിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ആ പൈസ ആ ടെനന്റ് തരുമ്പോൾ ആ പ്രോപ്പർട്ടി എൻ്റെ പേരിലുണ്ടോ? മനസ്സിലായി എന്താ സംഭവിച്ചത്? അതായത് ടെനന്റ് പഴയ വർഷം ഒക്കുപ്പൈ ചെയ്തിരുന്നു. അപ്പോൾ പ്രോപ്പർട്ടി എൻ്റെ ആയിരുന്നു. ആ പഴയ വർഷത്തെ ഒരു അരിയർ ഉണ്ടായിരുന്നു. അത് തൊട്ടടുത്ത വർഷമാണ് എനിക്ക് കിട്ടിയത്. അരിയർ കിട്ടുമ്പോൾ ഞാൻ ആ പ്രോപ്പർട്ടി എൻ്റെ പേരിലേ ഇല്ല, അത് ഞാൻ ഓൾറെഡി വിറ്റായിരുന്നു. ഡസൻറ്റ് മാറ്റർ. അരിയർ കിട്ടുമ്പോൾ ആ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. അതുപോലെ തന്നെയാണ് അൺറിയലൈസ്ഡ് റെന്റ്. ഈ അൺറിയലൈസ്ഡ് റെന്റും അരിയറും ഒക്കെ പിന്നീടാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതെങ്കിൽ ആ കിട്ടുന്ന വർഷം ആ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലുണ്ടോ ഇല്ലയോ ഡസൻറ്റ് മാറ്റർ, ദാറ്റ് ഹാവ് ടു ബി അസസ്ഡ് അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി. എന്താ അതിന്റെ ലോജിക്? എന്താ? ഇത് പണ്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും അക്രൂവ് ചെയ്തിട്ടുള്ള ഇൻകം അല്ലേ? അത് ഇപ്പോഴാണ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. അല്ലാതെ ഹൗസ് പ്രോപ്പർട്ടി ഇല്ല IFOs എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഇറ്റ് ഹാവ് ടു ബി അസസ്ഡ് അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി. അതാണ് ആ പോയിന്റ് വായിച്ചത്. ഷാൽ ബി ഡീംഡ് ടു ബി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സച്ച് റെന്റ് ഇസ് റിസീവ്ഡ് ഈവൻ ഇഫ് അസസി ഈസ് നോട്ട് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അസസി ഓണർ അല്ലെങ്കിൽ പോലും ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ് ടാക്സ് ചെയ്യുന്നത്. നോക്കിയേ, എ ഡിഡക്ഷൻ ഓഫ് 30% is allowable on arrears of rent or unrealized rent subsequently received by the assessee. No other deduction is allowed from the income. ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലാതെ വേറെ യാതൊരു എക്സ്പെൻസുകൾക്കും നിങ്ങൾ എന്തെടുക്കാൻ പാടില്ല? ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല. Arrears of rent means rent not chargeable in the previous year subsequently received. Unrealized rent means income which has been deducted from the actual rent in the previous year according to rule number 4. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ ഡെഫിനേഷൻസ് ആണ്. ഈ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അരിയറും അൺറിയലൈസ്ഡ് റെന്റും കിട്ടുന്ന വർഷം പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ടാക്സ് ചെയ്യുക. അത് കിട്ടുന്ന വർഷം ഒരു 30% നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതല്ലാതെ വേറെ ഒരു ഡിഡക്ഷനും നിങ്ങൾ ആ അരിയറിനോ അൺറിയലൈസ്ഡ് റെന്റിനോ ക്ലെയിം ചെയ്യാൻ പാടില്ല. ഒരു ചെറിയ കോൺസെപ്റ്റോട് പഠിക്കാം. സിമ്പിൾ കോൺസെപ്റ്റാണ്. എന്താ? അത് സെക്ഷൻ 26 ആണ്. എന്താ സെക്ഷൻ 26? ട്രീറ്റ്മെന്റ് ഓഫ് ഇൻകം ഫ്രം കോ ഓൺഡ് പ്രോപ്പർട്ടി. എന്താണ് ഹെഡിങ്? ട്രീറ്റ്മെന്റ് ഓഫ് ഇൻകം ഫ്രം കോ ഓൺഡ് പ്രോപ്പർട്ടി. തിയറി പറയുന്നതിന് മുമ്പേ ഒരു എക്സാമ്പിൾ തരാം. എന്നിട്ട് തിയറി പറഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം ഒരു എക്സാമ്പിൾ അങ്ങ് തരാം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഒരു വീടുണ്ടെന്ന് വിചാരിക്കുക. അത് ഞാനും എൻ്റെ ബ്രദറും കോ ഓണ്ടാണ്. ഓക്കെ, മീ ആൻഡ് മൈ ബ്രോ, ഞങ്ങൾ രണ്ടുപേരും കോ ഓണർഷിപ്പിലാണ്. ഞങ്ങൾ കോ ഓണേഴ്സാണ്. 50% ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ കോ ഓണർഷിപ്പ് ഉണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ വീടിനെ ഞങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 10 ലക്ഷം രൂപ. ഞങ്ങൾ എന്തെടുത്തിട്ടുണ്ടായിരുന്നു? ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം രൂപയാണ് ഞങ്ങൾ ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 10 വേണ്ട, ഒരു കുറച്ചുകൂടെ കൂട്ടാം, ഒരു 30 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എത്രയാണ്? ഒരു 15% ആണെന്ന് വിചാരിക്കാം. ഒരു 15% ഇതിൻ്റെ എന്ത് വരുന്നത്? ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലോൺ തിരിച്ചടയ്ക്കുന്ന ആരാ? ഞങ്ങൾ രണ്ടുപേരും.
കാരണം ഞാനും എൻ്റെ ബ്രദറും കൂടെ ഒരുമിച്ചാണ് ലോൺ എടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് തിരിച്ചടയ്ക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിന് ഞങ്ങളുടെ ഫാമിലി ഇവിടെയാണ്. ഇത് ഞങ്ങളുടെ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങളുടെ ഫുൾ ഫാമിലി ഇവിടെയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ കൂടെ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയാണത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ ഇൻട്രസ്റ്റ് എത്ര? ഈ കേസിൽ ഹൗ മച്ച് ഇസ് ദ ആക്ച്വൽ ഇൻട്രസ്റ്റ്? 30 lakhs ഇൻറ്റു 15% എന്ന് പറയുമ്പോൾ എത്ര വരും? 4,50,000 അല്ലേ ശരിക്കും ആക്ച്വൽ ഇൻട്രസ്റ്റ് ഫോർ ദ എൻറ്റയർ പ്രോപ്പർട്ടി. ആ ഇൻട്രസ്റ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എത്രയാക്കി? 2.5 ആക്കി. അതെന്താ 2.25 ആക്കി. 2,25,000 ആൻഡ് 2,25,000. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെന്തിനാ 2,25,000 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്? മൊത്തം ഒരു വർഷത്തെ മൊത്തം പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് 4.5. ഞാനും എൻ്റെ ബ്രദറും കോണേഴ്സ് അല്ലേ, അപ്പം ഞാൻ 2.25 അടയ്ക്കണം, എൻ്റെ ബ്രദറും 2.25 അടയ്ക്കും. ഇതല്ലേ ഇതിനകത്തെ കാര്യം. ഇനി നോക്കിയേ, നമ്മൾ എന്താ പഠിച്ചേ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇഫ് ദ പ്രോപ്പർട്ടി സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി മാക്സിമം 2 ലക്ഷം അല്ലേ കിട്ടുക? അതൊരു പ്രോപ്പർട്ടിക്കാണോ ഒരു അസസിക്കാണോ? ഒരു അസസിക്കാണ്. അപ്പൊ എനിക്കും 2 ലക്ഷത്തിന്റെ ലിമിറ്റ് കിട്ടും, എൻ്റെ കോ ഓണർ ആയിട്ടുള്ള ബ്രദർക്കും 2 ലക്ഷത്തിന്റെ സെപ്പറേറ്റ് എന്ത് കിട്ടും? ലിമിറ്റ് കിട്ടും. Are you with me? So maximum deduction for me shall be 2 lakh and my brother also will get another maximum deduction of how much? 2 lakh. അപ്പോൾ കോ ഓൺഡ് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഏതാണ്? പ്രത്യേകിച്ച് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ സീലിംഗ് ലിമിറ്റ് 30,000 അല്ലെങ്കിൽ 2 ലക്ഷം ഓരോ കോ ഓണർക്കും എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ഓരോ കോ ഓണർക്കും 2 അല്ലെങ്കിൽ 30,000 വരെ സെപ്പറേറ്റ് സീലിംഗ് ലിമിറ്റ് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. Are you all with me? ഇനി തിയറി വായിക്കാം. എന്താ തിയറി പറയുന്നത്? വേർ ദ ഷെയർസ് ഓഫ് ഈച്ച് കോ ഓണേഴ്സ് ആർ ഡെഫിനിറ്റ് ആൻഡ് അസർട്ടൈനബിൾ. ടൈറ്റിൽ ഡീഡിൽ കൃത്യമായി ഓരോ കോ ഓണേഴ്സിനും എത്ര ഷെയർ ഉണ്ട് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഇൻകം ഫ്രം സച്ച് പ്രോപ്പർട്ടി ഷാൽ ബി അസസബിൾ സെപ്പറേറ്റ്ലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഈച്ച് ഓണർ. ഇനി ഇത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിരുന്നെങ്കിലേ ഇതിന്റെ മൊത്തം റെന്റൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് 50-50 ആയിട്ട് എന്ത് ചെയ്യണം? എനിക്കും എൻ്റെ ബ്രദറിന്റെയും കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ മറ്റേ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആയിരുന്നുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൽ ഇൻകം 50-50% വീതം പ്രൊപ്പോർഷൻ ആയിട്ട് എൻ്റെ കയ്യിലും എൻ്റെ ബ്രദറിന്റെ കയ്യിലും എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. എന്താ മൂന്നാമത്തെ പോയിന്റ്? അതാണ് നമ്മൾ പഠിച്ച പോയിന്റ്. എന്താ? ഇൻ കേസ് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഓർ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഈച്ച് കോ ഓണർ ക്യാൻ സെപ്പറേറ്റ്ലി ക്ലെയിം എ ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അപ് ടു 30,000 or 2 lakh ആസ് ദ കേസ് മേ ബി. 30 or 2 ഏതാണോ വരുന്നത് വെച്ചാൽ ഓരോ കോർണർക്കും സെപ്പറേറ്റ് ആയിട്ട് ആ ലിമിറ്റ് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ആൻഡ് വൺ നോട്ട് ഇസ് ദെയർ. In case of let out property, income shall be computed as if the property is owned by one owner and thereafter income so computed shall be apportioned among each co-owner as per their specific share. മൊത്തം പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് എത്രയാണോ പ്രൊപ്പോർഷനേറ്റ് ഓണർഷിപ്പ് അതിന്റെ ബേസിസിൽ അത് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് വേണം ഓരോരുത്തരുടെയും പേരിൽ അത് എന്താക്കി മാറ്റാൻ? ടാക്സബിൾ ആക്കി മാറ്റാൻ. സെൽഫ് ഒക്കുപ്പൈഡ് ആണെങ്കിൽ സെപ്പറേറ്റ് സീലിംഗ് ലിമിറ്റ്, ഇൻകം ആണ് വരുന്നതെങ്കിൽ ആ ഇൻകം മൊത്തം കമ്പ്യൂട്ട് ചെയ്ത് രണ്ടുപേരുടെയും കയ്യിൽ അത് എന്താക്കി മാറ്റണം? ടാക്സബിൾ ആക്കി മാറ്റണം. ക്ലിയർ അല്ലേ ഇത്? ഇത് ഭയങ്കര ടഫാണോ? നത്തിങ് ഇസ് ദെയർ. സെപ്പറേറ്റ് ലിമിറ്റ് 2 കോർണർക്കും കിട്ടും. ഇൻകം ആണെങ്കിൽ 2 കോർണറിന്റെ കയ്യിൽ പ്രൊപ്പോർഷനേറ്റ് ഷെയറിന്റെ ഇൻകം എന്തായി മാറും? ടാക്സബിൾ ആയി മാറുകയും ചെയ്യും. അപ്പൊ ഫ്രണ്ട്സ്, 2 ചെറിയ കോൺസെപ്റ്റൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു നമുക്ക് പറയാം. 2 ചെറിയ കോൺസെപ്റ്റുകളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സെക്ഷൻ 25 ആണ്. എന്താ ഹെഡിങ്? ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻ. വാട്ട് യു മീൻ ബൈ ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. വാട്ട് ഈസ് ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻ? ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സർക്കംസ്റ്റാൻസിൽ ചില എക്സ്പെൻസുകൾക്ക് നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഈ ഐറ്റം? ഇത് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങൾ TDS പറ്റി ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. എന്താ TDS? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും. നമുക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചു പോവാണ്. എന്താ അത്? ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 24. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഒക്കെ വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെ റിപ്പയറോ റിനോവേഷനോ എക്സ്പാൻഷനോ ഒക്കെ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റിന് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, അല്ലേ? So, interest deductible under section 24, which is payable outside India. നമ്മൾ ഒരു foreign loan ആണ് എടുത്തത് and we are paying interest outside India, shall not be deducted if നമ്മൾ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു വീട് വെക്കാനായിട്ട് നമ്മൾ ഒരു ഫോറിൻ കൺട്രി, ഫോറിൻ ബാങ്ക് എന്നാണ് ലോൺ എടുത്തതെന്ന് വിചാരിക്കുക. സോ വിൽ ബി പേയിങ് ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ.
അല്ലെ? ഫോറിൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഫോറിൻ ബാങ്കിനല്ലേ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പോകുന്ന ഒരു ഇന്ത്യയുടെ പുറത്തേക്കുള്ള ഒരു എൻറ്റിറ്റിക്കായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അവിടെ നിങ്ങൾ TDS കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിന് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. എന്താണ് ഈ TDS? ഇതിന്റെ ലോജിക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അതായത് ഇത്രയും ഓർത്താൽ മതി, യു ആർ പേയിങ് ദിസ് ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ TDS കംപ്ലയൻസ് നമ്മൾ പറയും, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കംപ്ലയൻസ്. അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസിന് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. എന്താണ് ഈ TDS കംപ്ലയൻസ്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഡിസലവ് ചെയ്യാൻ കാരണം? ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ TDS വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനാണ് ആ ഒരു ചാപ്റ്റർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചാപ്റ്റർ അങ്ങനെ ഇൻ ഐസൊലേഷനിലല്ല, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളിത് മുന്നോട്ട് പോകും തോറും ചില മിസ്സിംഗ് ആയിട്ടുള്ള ഏരിയകളിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരും. അപ്പോൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾ അതാത് ടോപ്പിക്കുകൾ എപ്പോഴും വായിച്ചിട്ട് വേണം അടുത്തടുത്ത ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ? അറ്റൻഡ് ചെയ്യാൻ. സോ ഇൻഅഡ്മിസിബിൾ ഡിഡക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ പുറത്തേക്ക് നിങ്ങൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ TDS കംപ്ലയൻസ് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. എന്താണ് TDS കംപ്ലയൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അത് നമുക്ക് ചാപ്റ്ററായിട്ട് പഠിക്കാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, ഡീംഡ് ഓണർഷിപ്പ്. ഇതൊക്കെ എക്സാമിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എക്സാമിന് ചോദിക്കാറേ ഇല്ല. പക്ഷെ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ഇതുകൂടെ ഒന്ന് പഠിച്ചിട്ട് പോവാണ് എപ്പോഴും നല്ലത്. ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം ഡീംഡ് ഓണർഷിപ്പ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കം നമ്മൾ ഓണർഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡീംഡ് ആവണം, ലീഗൽ ആവണം എന്ന് നിർബന്ധം ഇല്ല. ബെനഫിഷ്യൽ ആയിട്ടുള്ള ഓണർഷിപ്പ് ആയാലും മതി എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ലീഗൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ? ടൈറ്റിലിൽ, അതായത് ആധാരത്തിൽ ആരാണോ ഓണർ, ദാറ്റ് പേഴ്സൺ ഇസ് സെഡ് ടു ബി ദ ലീഗൽ ഓണർ. ആധാരത്തിൽ നിങ്ങൾ ഓണർ ആണെങ്കിൽ നിങ്ങൾ ആരാണ്? ലീഗൽ ഓണർ ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു ഇൻകം ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ അസസി ആരായിരിക്കണം? ഓണർ ആയിരിക്കണം എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓണർഷിപ്പ് ഇൻക്ലൂഡ്സ് ഡീംഡ് ഓണർഷിപ്പ് ആസ് വെൽ. ലീഗൽ ഓണർഷിപ്പ് തന്നെ വേണമെന്നില്ല, ഡീംഡ് ഓണർഷിപ്പ് ആയാലും മതി. എന്താണ് ഈ ഡീംഡ് ഓണർഷിപ്പ്? നമുക്കൊരു സർക്കംസ്റ്റാൻസ് നോക്കിയിട്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഫസ്റ്റ് സർക്കംസ്റ്റാൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. എല്ലാവരും എൻ്റെ ഒപ്പം വായിക്കണേ, ഭയങ്കര സിമ്പിളാ, എൻ്റെ ഒപ്പം വായിക്കണം. വായിച്ചാൽ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. എന്താ അത്? ട്രാൻസ്ഫർ ടു എ സ്പൗസ്. ആരാ സ്പൗസ്? അസസി ഭാര്യയാണെങ്കിൽ ഭർത്താവ് സ്പൗസ്, അസസി ഭർത്താവാണെങ്കിൽ ഭാര്യ സ്പൗസ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ. ഓക്കെ. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ സ്പൗസ് otherwise than for adequate consideration, then transferor is deemed to be owner of transferred property. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് റെന്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് എൻ്റെ പേരിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് റെന്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി എൻ്റെ പേരിലുണ്ട്. ഞാനത് എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് ഇഷ്ടദാനമായിട്ട് കൊടുക്കുകയാണ്. എന്താ ഇഷ്ടദാനം? അഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് ആ പ്രോപ്പർട്ടി എഴുതി വെക്കുകയാണ്. ഇപ്പം ആ പ്രോപ്പർട്ടിയുടെ ഓണർ ആരാ? ഭാര്യയാണ്. ലീഗൽ ഓണർ എന്ന് പറയുന്ന ഭാര്യയല്ലേ? പക്ഷെ എന്തിനായിരിക്കും ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇൻകം ജനറേറ്റിംഗ് പ്രോപ്പർട്ടി നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സ്പൗസിന്റെ പേരിലേക്ക് എഴുതി വെക്കുന്നത് ആ ഇൻകം നിങ്ങളുടെ പേരിൽ ടാക്സ് വരാതിരിക്കാനായിട്ടാണ്. ഇമാജിൻ എ സിറ്റുവേഷൻ, എൻ്റെ ടോട്ടൽ ഇൻകം 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. എനിക്ക് സാലറി ഇൻകം 10 ലക്ഷമാണ്. എനിക്കൊരു ഇൻകം ജനറേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ നിന്നും എനിക്ക് 2 ലക്ഷമാണ് റെന്റൽ ഇൻകം കിട്ടുന്നതെന്ന് വിചാരിക്കുക. എൻ്റെ റെന്റൽ ഇൻകം ഇസ് 2 lakhs. അപ്പം നിങ്ങൾക്കറിയാം ഈ റെന്റൽ ഇൻകം എൻ്റെ പേരിൽ ടാക്സ് ആയാൽ എൻ്റെ ടോട്ടൽ ഇൻകം 12 ആവില്ലേ? ഇപ്പം എൻ്റെ ടോട്ടൽ ഇൻകം എത്രയാ? 10. എനിക്കൊരു 2 ലക്ഷം രൂപ റെന്റൽ ഇൻകം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി എൻ്റെ പേരിലുണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ടും കൂടെ എൻ്റെ ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്താൽ 10 × 2 = 12 ആവും. ആ രണ്ടിന് നമ്മൾ 30% റേറ്റിൽ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും, അല്ലേ? അതിന് പകരമേ ആ 2 ഞാൻ ആലോചിക്കുകയാണ്, ആ പ്രോപ്പർട്ടി എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. ആ പ്രോപ്പർട്ടി ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ഭാര്യയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലുള്ള ഗുണം എന്താ? ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് വേറെ ഇൻകം ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക കേട്ടോ. ഭാര്യയ്ക്ക് വേറെ ഇൻകം ഇല്ലാന്ന് വിചാരിക്കുക. ഭാര്യയ്ക്ക് സെപ്പറേറ്റ് ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാം. 2.5 ലക്ഷം രൂപ വരെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എൻജോയ് ചെയ്തൂടെ? അങ്ങനെ എൻജോയ് ചെയ്താൽ ചുരുക്കം പറഞ്ഞ് ഇത് ഞാൻ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആണോ എന്ന് വെച്ചാൽ അല്ല, ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഭാര്യയുടെ പേരിൽ കാണിച്ചു. അപ്പോൾ ചുരുക്കം പറഞ്ഞ് എനിക്ക് ടാക്സിൽ നിന്ന് എന്ത് ചെയ്യാം? എസ്കേപ്പ് ചെയ്യാം, അല്ലേ? ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് അവർ പറഞ്ഞേക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്പൗസിന്റെ പേരിലേക്ക് നിങ്ങളുടെ പേരിലുള്ള ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്താൽ അതിന്റെ ഡീംഡ് ഓണർ ആരായിരിക്കും? നിങ്ങൾ തന്നെ ആയിരിക്കും. ശരിയാണ്, ലീഗൽ ഓണർ നാളെ തൊട്ട് നിങ്ങളുടെ ഭാര്യയാണ്. പക്ഷേ നിങ്ങളുടെ പേരിൽ ഇൻകം വരാതിരിക്കാനായിട്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ പേരിലേക്ക് ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത്
ഒരു കാര്യമില്ല. We shall deem you as the owner of the property and you are supposed to pay taxes for that 2 lakh. ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് ഇതുപോലെ ഇഷ്ടദാനമായി പ്രോപ്പർട്ടി കൊടുത്താൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എൻ്റെ ടോട്ടൽ ഇൻകത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, അസസ്ഡ് ആകുക. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പൊ നമുക്ക് അതിന്റെ തിയറി ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എ പ്രോപ്പർട്ടി ബൈ ആൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ സ്പൗസ് otherwise than for adequate consideration, then transferor is deemed to be owner of the transferred property. ആ ട്രാൻസ്ഫറർ ആയിട്ടുള്ള ഭർത്താവ് തന്നെയായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ എന്താവാൻ പോകുന്നത്, ഡീംഡ് ഓണർ ആകാൻ പോകുന്നത്. ആൻഡ് യു ക്യാൻ സീ എ നോട്ട് ഓവർ ദർ. എന്താ നോട്ട്? ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ടു സ്പൗസ് ഇൻ കണക്ഷൻ വിത്ത് ആൻ എഗ്രിമെന്റ് ടു ലീവ് അപ്പാർട്ട്. എന്ത് എഗ്രിമെന്റ് ടു ലീവ് അപ്പാർട്ട്? അവർ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഡൈവോഴ്സ് ചെയ്യുമ്പോൾ ഏലിമണി കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഒരു ചടങ്ങുണ്ട്. എന്താ ഏലിമണി കൊടുക്കുക? മറ്റേ എന്താണ്, നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ നമ്മളതിന് മലയാളത്തിൽ ഇപ്പം എന്താ പറയുക, ജീവനാംശം കൊടുക്കുക നമ്മൾ മലയാളത്തിലേക്ക് പറയും. അപ്പോൾ നമ്മളങ്ങനെ ജീവനാംശം കൊടുത്ത് ഭാര്യയെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിടുകയാണെന്ന് വിചാരിക്കുക, പ്രോപ്പർട്ടി കൊടുത്ത് വിടുകയാണ്, നീ പ്രോപ്പർട്ടി കൊണ്ടുപോക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയും ശരിക്കും പറഞ്ഞാൽ ഭാര്യ കൺസിഡറേഷൻ തരുന്നുണ്ടാവില്ല, അല്ലേ? ഡസന്റ് മാറ്റർ, കുഴപ്പമൊന്നുമില്ല. എഗ്രിമെന്റ് ടു ലീവ് അപ്പാർട്ടിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി കൊടുത്തു വിടുന്നതെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് വരില്ല, ഡീംഡ് ഓണർഷിപ്പ് വരില്ല. അപ്പൊ എഗ്രിമെന്റ് ടു ലീവ് അപ്പാർട്ട് അല്ലാതെ എവിടെയെങ്കിലും നിങ്ങൾ ഇനാഡിക്വേറ്റ് കൺസിഡറേഷനിലാണ് നിങ്ങളുടെ ഭാര്യയുടെ പേരിലേക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡീംഡ് ഓണർ അത് തന്നെയായിരിക്കും ട്രാൻസ്ഫറർ, ഭർത്താവ് തന്നെയായിരിക്കും. ഇത് തിരിച്ചും വരാൻ കേട്ടോ. ഭർത്താവിന് പകരം ഭാര്യയുടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി ഭാര്യ ആ ഇൻകം ടാക്സ് കുറയ്ക്കാനായിട്ട് ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയാൽ ഭാര്യ ഷാൽ ബി ഡീം ടു ബി ദ ഡീംഡ് ഓണർ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതങ്ങനെ മറ്റേ എന്താ പറയുക, നമ്മുടെ ജെൻഡർ ഓറിയന്റഡ് ആയിട്ടൊന്നും അല്ല പ്രൊവിഷൻ, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. ദ ട്രാൻസ്ഫറർ വിൽ നോട്ട് ബി ദ ഡീംഡ് ഓണർ ഓവർ ദെയർ എഗ്രിമെന്റ് ടു ലീവ് അപ്പാർട്ട് ആണെങ്കിൽ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് ഓഫ് ഡീംഡ് ഓണർഷിപ്പ് ഇത്രേ ഉള്ളൂ. ഇതുപോലെ കുറെ ഡീംഡ് ഓണർഷിപ്പിന്റെ സർക്കംസ്റ്റാൻസ് അവർ പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നു. ഇതിന് പ്രോബ്ലം ഒന്നും ഇല്ല തരാൻ, ബിക്കോസ് നെവർ ആസ്ക്ഡ് ഇൻ എക്സാം ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് പ്രോബ്ലം ആയിട്ടൊന്നും തരാൻ ഇല്ല. ഇതിനൊക്കെ എന്ത് പ്രോബ്ലം ഉണ്ടാക്കാനാണ്? ഹൂ ഇസ് ദ ഡീംഡ് ഓണർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവരും എഴുതും. ഇനിയിപ്പോൾ MCQലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി, അതൊക്കെ മാക്സിമം ഇതിനകത്ത് എക്സ്പെക്ടേഷൻ ഉള്ളൂ. ദെൻ വാട്ട് ഇസ് പോയിന്റ് നമ്പർ 2? വായിച്ചേ. ട്രാൻസ്ഫർ ടു മൈനർ ചൈൽഡ്. അപ്പം നിങ്ങൾക്ക് ബുദ്ധി, ഭാര്യയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ മൈനർ പിള്ളേരുടെ പേരിലേക്ക് എഴുതുകയാണ്. ആൻഡ് ദ ചൈൽഡ് ഇസ് എ മൈനർ കുട്ടികളുടെ പേരിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻ കേസ് ട്രാൻസ്ഫർ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ മൈനർ ചൈൽഡ് otherwise than for adequate consideration, transferor would be deemed to be owner of the house property transferred. നിങ്ങൾ നിങ്ങളുടെ മൈനർ ചൈൽഡിന്റെ പേരിലേക്കാണ് ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെയും ട്രാൻസ്ഫറർ തന്നെയായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ എന്തായി മാറുക? ഡീംഡ് ഓണറായി മാറുക. അപ്പൊ നിങ്ങളുടെ മൈനർ ആയിട്ടുള്ള കുട്ടി, മൈനർ അല്ല മേജർ കുട്ടിയുടെ പേരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതെന്തുകൊണ്ട്? ഇപ്പൊ നിങ്ങൾ കുറെ കൊല്ലം കഴിയുമ്പോൾ ചാകുമ്പോൾ ഈ ഹൗസ് പ്രോപ്പർട്ടി ചുമന്നുകൊണ്ട് പോവോ? ഇല്ല. അത് നിങ്ങളുടെ മക്കളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ പറയല്ലേ ലീനിയേജിലേക്കോ തന്നെ ട്രാൻസ്ഫർ ചെയ്യണ്ടേ ആ പ്രോപ്പർട്ടി? വേണ്ടേ? അപ്പം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചത്തവനാണ് ഡീംഡ് ഓർഡർ എന്ന് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ ദാറ്റ് ഇസ് ആക്ച്വലി സ്റ്റുപ്പിഡിറ്റി അല്ലേ? അതുകൊണ്ട് മേജർ ആയിട്ടുള്ള പിള്ളേരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ പേരിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ ആ ട്രാൻസ്ഫർ തന്നെയായിരിക്കും ഞങ്ങൾ എന്താക്കി മാറ്റുക? ഡീംഡ് ഓണറാക്കി മാറ്റുക. ആർ യു ഓൾ ഹിയർ? That's as simple as that. ഇനി അവിടെ അവർ പറഞ്ഞേക്കുന്ന നോക്കി, ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ മൈനർ ചൈൽഡ് അതർവൈസ് ദാൻ ഫോർ അഡിക്വേറ്റ് കൺസിഡറേഷൻ ദ ട്രാൻസ്ഫറർ വുഡ് ബി ഡീം ടു ബി ഓണർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ്. ഇനി അവിടെ ഒരു നോട്ട് ഉണ്ടല്ലോ ഫ്രണ്ട്സ്. എന്താ നോട്ട്? ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ടു എ മൈനർ മാരിഡ് ഡോട്ടർ. അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യണം. 1-2 കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം അതിനെപ്പറ്റി. ഇൻ കേസ് ഓഫ് മൈനർ മാരിഡ് ഡോട്ടർ ദ ട്രാൻസ്ഫറർ ഇസ് നോട്ട് ഡീം ടു ബി ദ ഓണർ. അപ്പൊ നിങ്ങൾ പറയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഈ മൈനർ മാരേജിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. മൈനർക്ക് മാരേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ലീഗലി അത് റെസ്ട്രിക്റ്റഡ് ആണ്, പറ്റില്ല അല്ലേ? ലീഗലി പറ്റില്ല എന്ന് പറഞ്ഞാലും മൈനറിന് വേറെ മാരീഡ് ആവാമല്ലോ അല്ലേ? ലീഗാലിറ്റിയെ വെച്ച് നിങ്ങൾ നോക്കാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് ഒക്കെ പ്രകാരം ചിലപ്പോൾ മൈനർ മാരേജ് ഒക്കെ നടക്കാം ഇന്ത്യയിൽ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു മൈനർ മാരേജ് ചെയ്യണമെന്നോ വേണ്ടെന്നോ അല്ല. ഡിപ്പാർട്ട്മെന്റ് പറയുന്നു മൈനർ ആയിട്ടുള്ള കുട്ടി മാരേജിന്റെ ഭാഗമായിട്ടാണ് ഈ അസറ്റ് ഇതുപോലെ ട്രാൻസ്ഫർ ആകുന്നതെങ്കിൽ ഞങ്ങൾ അവിടെ ഡീംഡ് ഓണർഷിപ്പ് കൊണ്ടിരുന്നില്ല. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ആർ പ്രൊമോട്ടിംഗ് മൈനർ മാരേജ്.
ഞാൻ പറഞ്ഞ മനസ്സിലായി, ഞങ്ങൾ മൈനർ മാരേജ് പ്രൊമോട്ട് ചെയ്യാണെന്നല്ല എൻ്റെ അർത്ഥം. മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ മാരേജുമായി ബന്ധപ്പെട്ടാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അതിനകത്ത് ഇടപെടാനില്ല. ഇതാണ് അതിൻ്റെ അകത്തെ അർത്ഥം എന്ന് പറയുന്നത്. അല്ലാതെ മൈനർ ആയിട്ടുള്ള കുട്ടിക്ക് മാരേജ് ചെയ്യാമെന്നൊന്നും അല്ല ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു ഓൾ ഹിയർ? ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നുണ്ട് മൈനർ മാരേജ് പോസിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. അങ്ങനെയല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സേ വി ഡോണ്ട് കെയർ, മൈനറോ മേജറോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. മൈനർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഡീപ്ഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റുമായിട്ട് ഞങ്ങൾ വരുന്നില്ല. ആർ യു ഓൾ ഹിയർ? അപ്പോൾ in case of transfer to a minor married daughter, the transferor is not deemed to be owner. Minor ആയിട്ടുള്ള മാരിഡ് ഡോട്ടറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറർ ഒരിക്കലും ഞങ്ങൾ എന്താക്കില്ല, ഡീംഡ് ഓണർ ആക്കില്ല. അപ്പൊ നമുക്ക് തൊട്ടടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തത് കിടലം പോയിന്റ് ആണ്, ഹോൾഡർ ഓഫ് ആൻ ഇംപാർട്ടബിൾ എസ്റ്റേറ്റ്. നമുക്ക് എന്താണ് ഈ ഇംപാർട്ടബിൾ എസ്റ്റേറ്റ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. The holder of an impartable estate that is legally not divisible shall be deemed to be the individual owner of properties comprised in the estate. Imagine, നിങ്ങൾ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു രാജകുടുംബത്തിലെ കണ്ണിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ട് ഇസ് കണ്ണി? കണ്ണി മീൻസ് യു ആർ വൺ ഓഫ് ദ ഫാമിലി മെമ്പർ ഓഫ് ദാറ്റ് റോയൽ ഫാമിലി. രാജകുടുംബമൊന്നും ആവണമെന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ കുറച്ച് ഗ്ലാമറസ് ആക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മറ്റേ പഴയ നിങ്ങൾക്കൊരു വലിയൊരു ബംഗ്ലാവ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ബംഗ്ലാവ് ആൻഡ് സം ഹൗസസ്, ഒരു വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ അല്ല, അത് നിങ്ങളുടെ പരമ്പരയുടെയാണ്, മറ്റേ പൂർവികരുടെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പൂർവികം മരിച്ചു, ഇപ്പം നിങ്ങളാണ് ആ ഫാമിലിയിലുള്ള ഏക നാട്ടിലുള്ള അവകാശി. കുറേ അവകാശികളുണ്ട്, കുറേ കൂട്ടവകാശികളുണ്ട്. എന്താ കൂട്ടവകാശി? ടെക്നിക്കലി ടൈറ്റിലിൽ നിങ്ങൾ ആരും ഓണേഴ്സ് അല്ല, ശരിക്കും നിങ്ങളുടെ വല്യപ്പൂപ്പനായിരുന്നു ഓണർ. വല്യപ്പൂപ്പന്റെ അനന്തരാവകാശികൾ ഒരെണ്ണമാണ് നിങ്ങൾ. ശ്രദ്ധിക്കുന്നുണ്ടോ? ബാക്കിയുള്ള ആ ഫാമിലിയിലുള്ള ലീനിയേജിലുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. സോ യു ആർ എൻജോയിങ് ദ പ്രോപ്പർട്ടി. നിങ്ങളുടെ കൈവശമാണ് ആ പ്രോപ്പർട്ടി ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളാണ് തറവാട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ കൈവശമാണ് ആ പ്രോപ്പർട്ടി ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്രോപ്പർട്ടിയുടെ ലീഗൽ ഓണർ ആണോ നിങ്ങൾ? അല്ല. ഒരുപാട് ഓണർമാരിൽ ഒരാളല്ലേ നിങ്ങൾ. ഇനി നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിക്കകത്ത് അല്ലെ, പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് നിങ്ങളുടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് കോണർഷിപ്പ് ആ പ്രോപ്പർട്ടിയിൽ അല്ലേ. അത് ലീഗലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഓണേഴ്സ് ആണ്. ആർ യു വിത്ത് മീ? ഇന്ന ബിൽഡിങ്ങിന് ഇന്ന ഓണർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇംപാർട്ടബിൾ ആണ്, നമുക്കത് ഇങ്ങനെ പിരിച്ച് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് യു ആർ വൺ ഓഫ് ദ ഫാമിലി മെമ്പർ. ഇങ്ങനെയുള്ളൊരു കേസിൽ യു ആർ ദ കസ്റ്റോഡിയൻ, യു എൻജോയ്സ് ദ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, സോ യു ഷാൽ ബി ഡീം ടു ബി ദ ഓണർ. നിങ്ങളാണ് ആ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഡീം ടു ബി ഓണർ ആയിട്ട് എന്ത് ചെയ്യാണ്, ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഡിവിസിബിൾ അല്ലാത്ത ഇതുപോലുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വൺ ഓഫ് ദ ഓണർ ആണ് നിങ്ങളെങ്കിൽ, യു ഹാവ് ദ പൊസഷൻ, നിങ്ങളുടെ കസ്റ്റഡിയിലാണ് ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഇരിക്കുന്നതെങ്കിൽ, യു ഷാൽ ബി ഡീം ടു ബി ദ സോൾ ഓർ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പോൾ വരുമാനം എല്ലാം എൻജോയ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. വേറെ അവകാശികളൊന്നും ചോദിച്ചു വരാതെ മൊത്തം സാധനങ്ങൾ നമ്മൾ തന്നെ ആയിരിക്കും അതിൻ്റെ അകത്ത് കസ്റ്റോഡിയൻ. അങ്ങനെ എന്നുണ്ടെങ്കിൽ യു ഷാൽ ബി ഡീം ടു ബി ഓണർ ഓഫ് ദാറ്റ്. ഇത് ഹൗസ് പ്രോപ്പർട്ടി ആണ്, ലാൻഡ് വേറെ അസറ്റ് ഒന്നും അല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൗസ് പ്രോപ്പർട്ടീസ്. ഹോൾഡർ ഓഫ് ഇംപാർട്ടബിൾ എസ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും. നൗ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ എസ്റ്റേറ്റ് അല്ല കേട്ടോ, ടി എസ്റ്റേറ്റോ അങ്ങനെയല്ല. എസ്റ്റേറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രോപ്പർട്ടി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദെൻ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്? മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ 27 ക്ലോസ് നമ്പർ 3. എന്താ? ഇഫ് യു ആർ എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദ കമ്പനി ഓർ അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ടു ഹും a building or part thereof is allotted or leased under a house building scheme of society, company or association. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഹൗസ് ബിൽഡിംഗ് സ്കീം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഒരു മെമ്പർക്ക് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലുള്ള ഒരു ബിൽഡിംഗ് ഹൗസ് ബിൽഡിംഗ് സ്കീമിന്റെ ഭാഗമായി എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. ആൻഡ് ഷാൽ ബി ഡീം ടു ബി ദ ഓണർ ഓഫ് ദാറ്റ് ബിൽഡിംഗ് ഓർ പാർട്ട് thereof allotted to him through although cooperative society, company or association is the legal owner of the building. അതായത് ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ ഒരു വീടുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഹൗസ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബിൽഡിംഗ് ഒരു മെമ്പർക്ക് കസ്റ്റഡി അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ കംപ്ലീറ്റ് അധികാരം മെമ്പർക്ക് വിട്ടുകൊടുത്തു. ഓണർഷിപ്പ് അല്ല, അധികാരം ഒരു മെമ്പർക്ക് വിട്ടുകൊടുത്തു അണ്ടർ ഹൗസ് ബിൽഡിംഗ് സ്കീം. ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേണ്ടി ഒരു മെമ്പറെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇൻകം ടാക്സിന്റെ കണ്ണിൽ ഇനി മുതൽ ഈ മെമ്പർ ആയിരിക്കും ആ പ്രോപ്പർട്ടിയുടെ ആര്, ഓണർ. ആ ഹൗസ് ബിൽഡിംഗ് സ്കീം അവസാനിച്ച് പ്രോപ്പർട്ടി തിരിച്ച് സൊസൈറ്റിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നിടം വരെ ലീഗൽ ടൈറ്റിലിൽ സൊസൈറ്റിയാണ് ഓണറെങ്കിലും ഇൻകം ടാക്സിന്റെ കണ്ണിൽ ആരായിരിക്കും ഓണർ? മെമ്പർ ആയിരിക്കും ഓണർ.
നമുക്ക് ഈ സൊസൈറ്റീസ് ആക്ട് ഒന്നും പഠിക്കാനല്ല, ഹൗസ് ബിൽഡിംഗ് സ്കീമിനെ പറ്റിയും പഠിക്കാനില്ല. ഇതൊരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. ഈ പദ്ധതി പ്രകാരം സൊസൈറ്റി മെമ്പർക്ക് വീട് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ഡീഡിൽ സൊസൈറ്റി തന്നെയായിരിക്കും അതിന്റെ ലീഗൽ ഓണർ. പക്ഷേ ഇൻകം ടാക്സ് പർപ്പസുകൾക്ക് വേണ്ടി ഞങ്ങൾ ആ മെമ്പറെ ആയിരിക്കും എന്താക്കാൻ പോകുന്നത്, ഡീംഡ് ഓണർ ആക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? Then what is the next point? A person in possession of a property under section 27 clause number 3A. നോക്കാം എന്താണെന്ന്. A person who is allowed to take or retain possession of any building or part thereof in part performance of a contract of nature referred under section 53A of Transfer of Properties Act shall be deemed owner of that house property. Listen, simple ആയിട്ട് പറഞ്ഞാലേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരു വീടുണ്ടെന്ന് വിചാരിക്കുക, യു ഹാവ് എ ബിൽഡിംഗ്, ഒരു വീടുണ്ടെന്ന് വിചാരിക്കുക, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നിയമപ്രകാരം ഈ ഹൗസ് പ്രോപ്പർട്ടി വേറൊരാളുടെ പേരിലേക്ക് ആക്കുന്നത് എങ്ങനെ? ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കുന്നത് എങ്ങനെയാണ്? വാട്ട് ഈസ് ദ പ്രൊസീജിയർ? നമ്മളൊരു പുതിയ ആധാരം എഴുതി ഉണ്ടാക്കണം അല്ലേ? എന്നിട്ട് ആ ആധാരപ്രകാരം നമ്മുടെ ബയറുടെ പേരിലേക്ക് ആധാരം എഴുതി ഉണ്ടാക്കി അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്താലല്ലേ അതൊരു പ്രോപ്പർ സെയിൽ ആവുള്ളൂ. നമ്മളൊരു സാധാരണ ഗുഡ് വിൽക്കുന്ന പോലെ, ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗുഡ് വിൽക്കുന്ന പോലെ നമുക്കിത് ചുമ്മാ കൊണ്ട് കൊടുത്ത് വിൽക്കാൻ പറ്റുമോ? പൈസ എടുത്ത് പോരാൻ പറ്റുമോ? ഇല്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? പുതിയ ടൈറ്റിൽ ഡീഡ് എഴുതി ഉണ്ടാക്കി ആ പുതിയ ബയർക്ക് ആ വീട് വിട്ടുകൊടുത്ത അയാളുടെ നിന്ന് പൈസ മേടിച്ച് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ സെയിൽ ഡീഡ് രജിസ്റ്റർ ചെയ്താലേ നമുക്കവിടെ എന്ത് വരുള്ളൂ? സെയിൽ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? അപ്പോൾ ഒരു ബുദ്ധി നമ്മളെ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ യു ആൻഡ് യുവർ ബയർ, നിങ്ങളുടെ ബയർ പറയാണ് ഇതൊരു ഇൻകം ജനറേറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ബയർ പറയാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ പ്രശ്നം ഒന്നും ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അധികം വരുമാനം ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ബയർ പറയുക, ഞാനേ ഈ പ്രോപ്പർട്ടി നമുക്ക് ലീഗലി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണ്ട, പകരം എന്ത് ചെയ്യാം? പകരം ഈ പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഞാൻ എടുത്തോളാം, ഞാൻ നിങ്ങൾക്ക് എന്തും തരാം, കൺസിഡറേഷൻ തരാം, നിങ്ങൾ എനിക്കൊരു പവർ ഓഫ് അറ്റോർണി തന്നാൽ മതി എന്ന് പറയാണ്. എന്താ പവർ ഓഫ് അറ്റോർണി? ഈ പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള കംപ്ലീറ്റ് ഒരു അധികാരപത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി, പവർ ഓഫ് അറ്റോർണി നമ്മൾ പറയും. അപ്പോൾ ഈ ഹൗസ് പ്രോപ്പർട്ടി ബയർ ഒരു പവർ ഓഫ് അറ്റോർണിയുടെ ബേസിസിൽ ടേക്ക് ഓവർ ചെയ്തു, അതിന്റെ പൊസഷൻ എടുത്തു. ബയർ എന്നിട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് കൺസിഡറേഷൻ മാർക്ക് കൊടുത്തു, സെല്ലർക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോഴും ടൈറ്റിൽ ഡീഡ് ഈ സെല്ലർ തന്നെയായിരിക്കും ഈ പ്രോപ്പർട്ടിയുടെ ഓണർ, but buyer shall be deemed to be the owner of the property. So a theory എന്താന്ന് നോക്കിയേ, a person who is allowed to take or retain possession of any building or part thereof which is in part performance of a contract of nature referred to in section 53A of Transfer of Properties Act. Transfer of Properties Act പ്രകാരം ഇതൊരു പാർട്ട് പെർഫോമൻസ് ആണ്. എന്താ പാർട്ട് പെർഫോമൻസ്? പുതിയ ടൈറ്റിൽ ഡീഡ് എഴുതി ഉണ്ടാക്കുവോ രജിസ്റ്റർ ചെയ്യുമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, പകരം നിങ്ങൾ പൊസഷൻ എടുത്തു, കൺസിഡറേഷൻ കൊടുത്തു. സോ ഇറ്റ്സ് കോൾഡ് ആസ് എ പാർട്ട് പെർഫോമൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട്. അങ്ങനെയാണെങ്കിൽ ഷാൽ ബി ഡീംഡ് ഓണർ ഓഫ് ദാറ്റ് ഹൗസ് പ്രോപ്പർട്ടി. ആ ബയർ തന്നെയായിരിക്കും ഞങ്ങൾ അവിടെ എന്താക്കാൻ പോകുന്നത്? പ്രോപ്പർട്ടിയുടെ ഡീംഡ് ഓണർ ആക്കാൻ പോകുന്നത്, ഈവൻ ദോ ലീഗൽ ഓണർ ഇസ് ദ സെല്ലർ. കാരണം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് പ്രകാരം നിങ്ങൾ ആ ടൈറ്റിൽ ഡീഡ് പുതിയ ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നിടം വരെ സെല്ലർ തന്നെയായിരിക്കും അതിന്റെ ഓണർ. ശ്രദ്ധിക്കുന്നുണ്ടോ? ദെൻ ആൻഡ് ഫൈനലി വാട്ട് ഇസ് ദാറ്റ് പോയിന്റ്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഇത് നിങ്ങൾ കുറെ കേട്ടിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും. എ പേഴ്സൺ ഹാവിംഗ് റൈറ്റ് ഇൻ എ പ്രോപ്പർട്ടി ഫോർ എ പീരിയഡ് നോട്ട് ലെസ് ദാൻ 12 years. നമ്മൾ ഈ കുടിയടപ്പാവകാശം എന്നൊക്കെ പറയുന്നതിലുള്ളൊരു സാധനമാണത്. അത് നിങ്ങളൊരു പ്രോപ്പർട്ടി ലീസിനെടുത്തേക്കുക, നിങ്ങളൊരു പ്രോപ്പർട്ടി എന്തിനെടുത്തേക്കുക? ലീസിനെടുത്തേക്കുക. ആ ലീസ് പീരീഡ് 12 വർഷം കഴിഞ്ഞാൽ ആ ലെസ്സി ആയിരിക്കും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഡീംഡ് ഓണർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങളൊരു പ്രോപ്പർട്ടി ലീസിനെടുത്താലേ ആ ലെസർ അല്ലേ അതിന്റെ ഓണർ? ലീസിന് പ്രോപ്പർട്ടി കൊടുക്കുന്ന ആളല്ലേ അതിന്റെ ഓണർ? ലെസ്സി, അതെടുക്കുന്ന ടെനന്റ്. ഏതാ പറ്റ മാംഗോ ലെസ്സി അല്ല, ലീസിലെ ലെസ്സി ബേസിക്കലി ആരാണ്? ഓണറാണോ? അല്ലല്ലോ. പക്ഷെ ആക്ട് പറയുന്നു 12 വർഷത്തിൽ കൂടുതലുള്ള ലീസ് എഗ്രിമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ലെസ്സി ആയിരിക്കും ഞങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഡീംഡ് ഓണർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. Are you with me? അപ്പോൾ എത്രയാണ്? എ പേഴ്സൺ ഹു അക്വയർസ് എനി റൈറ്റ് ഇൻ or with respect to any building or part thereof by virtue of any transaction as is referred to in section 269 UA subsection F, that is transfer by way of lease for not less than how many years? 12 years. അപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ 999 yearsലേക്കാണ്
നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തേക്കുന്നത് എന്ന് പറയണ പോലെ ഒരു ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ 12 വർഷത്തിന് മുകളിലേക്കാണ് പാട്ടക്കരാർ എന്നുണ്ടെങ്കിൽ ആ ലെസ്സി ആയിരിക്കും ഡിപ്പാർട്ട്മെന്റ് അവിടെ ഡീംഡ് ഓണർ ആയിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ഷാൽ ബി ഡീംഡ് ഓണർ ഓഫ് ദ ബിൽഡിംഗ് ഓർ പാർട്ട് ദെയർ ഓഫ്. ഇനി ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നോട്ട്, ഇൻ കേസ് എ പേഴ്സൺ അക്വയറിംഗ് any right by way of lease from month to month or for a period not exceeding 1 year, such person will not be deemed to be owner. നമ്മൾ ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുമ്പോഴേ വാർഷിക വാടക കരാറുകളില്ലേ, ഇയർലി വാടക ചീട്ട് പുതുക്കുന്ന ഒരു പരിപാടിയില്ലേ, 10 വർഷത്തേക്ക് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഓരോ ഇയറിലും വാടക ചീട്ട് പുതുക്കുന്ന കേസുകളാണ് എന്നുണ്ടെങ്കിൽ അത് അക്യൂമുലേറ്റ് ചെയ്ത് 12 ആയാലും ഒരിക്കലും ആ ലെസ്സി എന്താവില്ല, ഡീംഡ് ഓണർ ആവില്ല. അതെന്താ അക്യൂമുലേറ്റ് ചെയ്ത് 12 ആയാൽ? ഇപ്പം നമ്മൾ നമ്മുടെ ടെനന്റിന് ഇത് ഓരോ ഇയർലി ബേസിസിലാണ് വാടകയ്ക്ക് കൊടുത്തേക്കുന്നത്. എല്ലാ ഇയറിലും നമ്മൾ കോൺട്രാക്ട് പുതുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഇത് 13ാം വർഷം നമ്മൾ പുതുക്കി, ഇതിപ്പോൾ 13ാമത്തെ കോൺട്രാക്റ്റിലാണ്. അങ്ങനെ ടോട്ടൽ 12 വർഷം കിടന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ലെസ്സി ഡീംഡ് ഓണർ ആവുമോ? ഇല്ല, ഇല്ല. ഇയർലി ബേസിസിലാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളൊരു ഒറ്റ കരാർ വെക്കുകയാണ് 20 വർഷത്തേക്ക്. 20 വർഷത്തേക്ക് ഒരു ഒറ്റ കരാർ വെച്ചാൽ 12 കൊല്ലം കഴിയുമ്പോൾ ലെസ്സി ആയിരിക്കും അതിന് എന്താവാൻ പോകുന്നത്, ഡീംഡ് ഓണർ ആവാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഓർത്ത് വെക്കുക, 12 മന്ത്സിന്റെ അല്ലെങ്കിൽ 1 ഇയറിന്റെ ഒക്കെ കോൺട്രാക്റ്റുകൾ നിങ്ങൾ റിന്യൂ ചെയ്താണ് 12 കിടക്കുന്നതെങ്കിൽ ലെസ്സി ഒരിക്കലും നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, ഡീംഡ് ഓണർ ആക്കേണ്ട ആവശ്യം ഇല്ല. നേരെ മറിച്ച് നിങ്ങളൊരു 25 ഇയേഴ്സിന്റെയോ 30 ഇയേഴ്സിന്റെയോ 100 ഇയേഴ്സിന്റെ ഒറ്റ കോൺട്രാക്ട് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 12 കൊല്ലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ലെസ്സി എന്തായി മാറും, ഡീംഡ് ഓണറായി മാറും എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കോൺസെപ്റ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താ, സ്പൗസിന് കൺസിഡറേഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്താൽ ട്രാൻസ്ഫർ ഷാൽ ബി ദ ഡീംഡ് ഓണർ. 2, മൈനർ ചൈൽഡിന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ വിത്തൗട്ട് അഡിക്വേറ്റ് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ഷാൽ ബി ഡീംഡ് ടു ബി ദ ഓണർ. 3, ഹോൾഡർ ഓഫ് ഇംപാർട്ടബിൾ എസ്റ്റേറ്റ്, ഡിവിസിബിൾ അല്ലാത്തൊരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ കസ്റ്റോഡിയൻ ആണ് നിങ്ങളെങ്കിൽ യു ഷാൽ ബി ഡീംഡ് ടു ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. 4, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൗസ് ബിൽഡിംഗ് സ്കീമിന്റെ ഭാഗമായി മെമ്പർക്ക് പ്രോപ്പർട്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ മെമ്പറിനെ ആയിരിക്കും ഡിപ്പാർട്ട്മെന്റ് എന്താക്കി മാറ്റുക, ഡീംഡ് ഓണർ ആക്കി മാറ്റുക. അടുത്തത്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് പ്രകാരം പാർട്ട് പെർഫോമൻസ് ആണ്. ഒരു ബയർക്ക് ആ പ്രോപ്പർട്ടിയുടെ പൊസഷൻ കിട്ടി, ബയർ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ബയർ ഷാൽ ബി ഡീംഡ് ടു ബി ദ ഓണർ ഓഫ് ദാറ്റ് റെസ്പെക്റ്റീവ് പ്രോപ്പർട്ടി. ആൻഡ് ഫൈനലി, ലെസ്സി ഹു ഹാസ് ദ ലീസ് ഹോൾഡ് റൈറ്റ്സ് വിച്ച് ഇസ് മോർ ദാൻ 12 ഇയേഴ്സ് shall be deemed to be the owner of that respective property. പറഞ്ഞത് ഇത്രയും ക്ലിയർ ആണോ? 1, 2, 3, 4, 5, 6 സർക്കംസ്റ്റാൻസുകളാണ് നമ്മൾ സെക്ഷൻ 27 ഡീംഡ് ഓണർഷിപ്പിൽ പഠിച്ചത്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം പഠിച്ചായിരുന്നു. ഓണർഷിപ്പ് എന്ന് പറയുന്നത് ലീഗൽ ഓണർഷിപ്പ് ആവണമെന്ന് നിർബന്ധമില്ല, ഡീംഡ് ഓണർഷിപ്പ് ആയാലും മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ദേ ആ നടുക്കത്തെ കോളം വായിച്ചേ, ആ നടുക്കത്തെ കോളത്തിലാണ് പോയിന്റ് പറയുന്നത്. നോക്കിയേ, an assessee must be owner of the property. Ownership includes deemed ownership. ഇവിടൊക്കെ ഡീംഡ് ഓണർ ആയിരിക്കും ഇതിന്റെ റെന്റൽ ഇൻകത്തിന് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആർ യു ഓൾ ഹിയർ? അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മൊത്തം തിയറി എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് പറയാം ഇതിന്റെ തിയറിയും നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇതിനകത്ത് ഇനി ഒന്നും നമുക്ക് പറയാൻ എന്തില്ല, പെൻഡിങ് ഇല്ല. Hello my dear ones, this is CA Jose Kurian and this video is to inform you about how to purchase our recorded lectures and textbooks from the website. Very simple, you log on to www.cajosekurian.com and in the website you scroll down and you can see all our books. That is handbook multicolor for CA, CMA final as well as for inter. Then we have workbook which contains past exam 30 plus question papers as well as RTPs. That is also for CA final, CMA final and CA as well as CMA inter. Now for the recorded lectures, you go up, take the website, then click on the classroom. And in the classroom, you can scroll down and you can see all the courses that we are offering. Select your course, make payment, and the course is all yours. It is instant access. Now, what are the courses that we are offering? We are offering CA final English as well as Malayalam, CMA final English as well as Malayalam, CA inter English as well as Malayalam. Now friends, what are you waiting for? Get your access today and unlock the pathway to your success. All the very best. Take care and bye-bye.